അപ്പം ഞാൻ പലരിൽ നിന്ന് നേരിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് രുചി? പലരും ചോദിക്കാറുണ്ട്, എന്താ രുചി? നിങ്ങൾക്കറിയാം എന്താ രുചി? എന്താണ് രുചി? അതേപോലെ തന്നെയാണ് ഭക്ഷണത്തിൻ്റെ രുചിയും. ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഭക്ഷണത്തിൻ്റെ ആ രുചി. നിങ്ങൾ ഏറ്റവും വിശന്നിരിക്കുമ്പോൾ ഭക്ഷണത്തിന് മറ്റൊരു രുചിയാണ്. ആക്ച്വലി കുക്കും ഷെഫും ഒന്ന് തന്നെയാണ്. ഒരാൾ പ്രൊഫഷണലി പഠിച്ചു വന്ന് അതിൻ്റേതായ രീതിയിൽ പാചകം ചെയ്യുമ്പോൾ മാത്രമാണ് ആൾ ഷെഫാവുന്നത്. ഞങ്ങളുടെ ഹോട്ടലിനെ സംബന്ധിച്ച് ഒരു ടൈമിൽ ഒരു പക്ഷേ രാവിലെ തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു 600-700 പേരുണ്ടാവും, ചിലപ്പോൾ 500 പേരുണ്ടാവും. അതാണ് അവിടെയാണ് ഷെഫ് ആസ് എ മജീഷ്യൻ. അപ്പോഴാണ് ഷെഫ് മാജിക് അറിയുന്ന ഒരാളായി മാറുന്നത്. കോവിഡ് പോലെയുള്ള, കാരണം നമുക്ക് അവിടെ പോകാൻ പറ്റില്ല, ഇവിടെ പോകാൻ പറ്റില്ല, ആളെ കാണാൻ പറ്റില്ല, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഒരുപാട് മനുഷ്യർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ആണുങ്ങളാണല്ലോ കിച്ചണിൽ, ഞാൻ എൻ്റെ കുട്ടിക്കാലമൊക്കെ അച്ഛൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലുമായിട്ട് കഴിയുന്ന കാലത്ത് അമ്മയുടെ പാചകം, അമ്മയുടെ വീട്ടിൽ ഒരുപാട് പാചകം ചെയ്യണം. കാരണം എന്നും പണിക്കാരുണ്ടാവും, ഈ പറമ്പിലെ പണിക്കാര്. പ്രൗഡിയിൽ പറയും ഷുഗർ ഉണ്ട്, എനിക്ക് പ്രഷറും പ്രമേഹവും ഉണ്ട്. അതെ, അതൊരു പ്രൗഡിയുടെ ചെരുപ്പ് ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഓർമ്മയില് വാറ് വാങ്ങിക്കാൻ കിട്ടും. അതെ, 10 രൂപയോ 15 രൂപ, അന്നെനിക്ക് തോന്നുന്നു 10 രൂപയാണെന്ന്. പക്ഷെ ഭക്ഷണം നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നവരാണ് ലാലേട്ടൻ, സ്റ്റീഫൻ ദേവസ്യ, പിന്നെ MG ശ്രീകുമാർ, പിന്നെ മനോജ് KJ. നമ്മുടെ യൂസ്വലിക്കായ്ക്കും നമ്മളുണ്ടാക്കുന്ന ഭക്ഷണം ഇഷ്ടം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു 6 വർഷത്തെ വ്ളോഗിങ്ങിൻ്റെ ജീവിതത്തിനിടയിൽ ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏകദേശം എല്ലാവിടെയും കവർ ചെയ്തു. പിന്നെ തമിഴ്നാട്, ഇപ്പോൾ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ UAE, ബഹ്റൈൻ, മലേഷ്യ, തായ്ലൻഡ്, ഇവിടെയൊക്കെ പോയി കുറേ ഫുഡുകളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ അതിനിടയ്ക്ക് കുറേ ആളുകളെ കണ്ട് നമ്മളിങ്ങനെ സംസാരിക്കും. അപ്പോൾ എന്നോടിങ്ങനെ അവരുടെ ഓരോ ജീവിതമായിട്ടുള്ള ബന്ധപ്പെട്ടതും ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് സ്വാഭാവികമായിട്ട്. അപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മളെ അറിയുന്നവർക്ക് കൂടി അറിയിപ്പിച്ചു കൊടുക്കുക എന്നുള്ള അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സത്യത്തിൽ ഈ പോഡ്കാസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് കേരളത്തിലെ ആദ്യത്തെ ഫീമെയിൽ ഷെഫ് ലത മേഡമാണ്. പേഴ്സണലി ഞങ്ങൾ കുറേ വർഷമായിട്ട് അല്ലേ, ഒരു 3-4 വർഷമായിട്ടുള്ള നമ്മൾ അതെ അങ്ങനെ പരിചയമുള്ള ഒരാളാണ്. വീഡിയോ കാണുന്ന കുറേ ആളുകൾക്ക് മേഡത്തിനെ അറിയുകയും ചെയ്യാം. പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ? നന്നായിട്ട് പോകുന്നു, സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ ലാസ്റ്റ് എപ്പോഴാണ് കണ്ടത്? ഈ കഴിഞ്ഞ നോമ്പിന് ഇഫ്താറായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലേ? ഈ ശരിക്കും റൊട്ടീന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് 4:30 മണിക്ക് 4. അതെ, ഞാനൊരു എൻ്റെ ഓർമ്മയിൽ തന്നെ ഞാൻ ഈ ജോലിക്ക് കയറിയപ്പോൾ തൊട്ട് എൻ്റെ ശീലം ഇതാണ്. ഹോട്ടലിലെ ജീവിതം അറിയാലോ, ഹോട്ടൽ ജീവിതം എന്ന് പറയുന്നത് മറ്റൊരു ജീവിതമാണ്. കാണുന്നവർക്ക് ഭയങ്കര രസമുള്ളതാണ്. നമ്മൾ ലൈവായിട്ട് കുക്ക് ചെയ്യുന്നതും നമ്മുടെ വെള്ള വസ്ത്രങ്ങളിട്ട് നമ്മൾ നടക്കുന്നതും, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനത്തിൻ്റെയും ഒരുപാട് സഹനത്തിൻ്റെയും ഒരുപാട് ക്ഷമയുടെയും ഒക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പം മാത്രമല്ല അത് ശരിയാവുന്നത്, അത് കഴിക്കുമ്പോൾ മാത്രമാണ് അത് നന്നാവുന്നത് അല്ലേ? അത് കഴിച്ച് ആ ആള് അതിനോട് അത് കഴിച്ചു കഴിഞ്ഞ ആൾക്കുണ്ടാവുന്ന സംതൃപ്തിയാണ് ആ ഭക്ഷണത്തിൻ്റെ രുചി എന്ന് പറയുന്നത്. അപ്പം അതൊരു സ്നേഹത്തിൽ നമ്മൾ തുടങ്ങി, ആ സ്നേഹത്തിൽ തന്നെ നമ്മൾ അത് അവസാനിപ്പിക്കണം. ആ കഴിക്കുന്നവനപ്പം മാത്രമാണ് അതിനോട് പിന്നീട് ഓർക്കാൻ, നമ്മളെപ്പോഴും നമുക്ക് എന്ത് ഭൂമിയിലില്ലെങ്കിലും നമുക്ക് ജീവിക്കാം. വായും വെള്ളവും ഭക്ഷണവും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് വലിയ കാറില്ലെങ്കിലും വലിയ ഫ്ലാറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. നമ്മൾ അങ്ങനെ ജീവിച്ചിട്ടൊരു കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ ജീവിച്ചു. പക്ഷെ ഭക്ഷണം ഇല്ലാണ്ട് നമുക്ക് അധിക സമയം അതില്ലെങ്കിൽ അധിക ദിവസവും ജീവിക്കാൻ പറ്റില്ല. ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലെ വലിയ വാറുകളൊക്കെ ഉണ്ടായതല്ലേ? വിശപ്പിന് വലിയ വലിയ യുദ്ധങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പൊ ഈ ഭക്ഷണം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അടിസ്ഥാന ഘടകമാണ്. അത് രുചികരമായിട്ട് വേണം, ആരോഗ്യകരമായിട്ട് വേണം, കഴിക്കുന്നവന് സംതൃപ്തി ഉണ്ടാവണം. കൊടുക്കുമ്പോ ആ ശരിക്കും ആളുടെ കണ്ണുകളിൽ കാണാന്നുള്ളതാണ് അല്ലേ? അതെ, ശരിക്കും ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ പറയും വായ കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. എങ്കിൽ മാത്രമേ മനസ്സിലുണ്ടാവുള്ളൂ. നമ്മളെ കയ്യിൽ നിന്ന് ഒരു ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം എൻ്റെ അടുത്ത് വരണമെങ്കിൽ അവിടെ ചെന്ന ആ ഭക്ഷണം കിട്ടും. അല്ലെങ്കിൽ അവിടെ ചെന്ന കഞ്ഞിയാണെങ്കിലും അതിലൊരു സ്നേഹമുണ്ട് നമ്മുടെ. അപ്പൊ ഞാൻ പലരിൽ നിന്ന് നേരിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് രുചി? പലരും ചോദിക്കാറുണ്ട്, എന്താ രുചി? നിങ്ങൾക്കറിയാം എന്താ രുചി? എന്താണ് രുചി? രുചി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി മാത്രമാണോ? നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന രുചി എന്ന് പറയുന്ന ഒരു വികാരം നമുക്ക് ഫീൽ ചെയ്യുന്ന, നിങ്ങൾ ഭയങ്കര ടെൻഷനിലാണ്, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരികയാണ്,
അപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണത്തിന് രുചി അനുഭവപ്പെടുമോ? തീർച്ചയായിട്ടും ഇല്ല. ഇല്ല. നിങ്ങൾ ഭയങ്കര സങ്കടത്തിലിരിക്കാ. നിങ്ങൾക്ക് ഏറ്റവും വലിയൊരാൾ ലോസായി. ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരുവാണ്. നിങ്ങൾക്കപ്പം വിശപ്പ് എന്ന് പറയുന്ന വികാരമല്ല മുന്നിൽ അല്ല. അല്ലേ? സങ്കടം എന്ന് പറയുന്ന വികാരാണ്. അപ്പോൾ രുചി എന്ന് പറയുന്നത് അതാത് സാഹചര്യത്തിൽ ആ സമയത്ത് നമ്മൾക്ക് എന്ത് കിട്ടുന്നുണ്ടോ അതാണ് ആ ഭക്ഷണത്തിൻ്റെ രുചി. അല്ലേ? ശരിക്കും അതല്ലേ? ശരിക്കും അതാ ഏ? ഡെഫിനിഷൻ. അതെ. അതായത് നിങ്ങളിപ്പോൾ നന്നായിട്ട് വിശന്നിരിക്കുമ്പം നിങ്ങൾ ഞാനൊരു കട്ടൻ കാപ്പിയാണ് തരുന്നത് വെച്ചാൽ ആ ലോകത്തിലെ ഏറ്റവും രുചിയുള്ള ഭക്ഷണം ആ കട്ടൻ കാപ്പിയായിരിക്കും. യെസ്. അല്ലാണ്ട് രുചിക്ക് വേറെ ഒരു ഇത് പറയാനില്ല. ശരിക്കും. അതെ, അതെ. വേറെ ഒന്നും പറയാനില്ല രുചിക്ക്. അതേപോലെ തന്നെയാണ് സ്നേഹവും. സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മയിൽ നിന്ന് അനുഭവിച്ച സ്നേഹമല്ല നമ്മളെ കുട്ടികളിൽ നിന്ന് അനുഭവിക്കുന്നത് അല്ലേ? രുചിയും സ്നേഹവുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇതും പരസ്പര ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ സ്നേഹവും രുചിയും. നമ്മുടെ രുചി പോലെ തന്നെയാണ് സ്നേഹവും. ഓരോരുത്തരിലും നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളും ഓരോരുത്തരും കിട്ടുന്ന ഓരോന്നും വ്യത്യസ്തമാണല്ലേ? അതെ, അതെ. നിങ്ങൾ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ ഒന്ന് ഹഗ് ചെയ്താൽ അവിടെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്നേഹത്തിൻ്റെ വാല്യൂ അല്ലേ? അതെ, അതെ. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് മറ്റൊരു രീതിയിൽ ഇതായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലവ് അതാണ് അപ്പോഴും നിങ്ങളുടെ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത്. ആ ഒരു അപ്പോഴത്തെ വികാരമാണ് ഏറ്റവും വലിയ സ്നേഹം. അല്ലെ അതാണ് ലോകത്തിലെ ഏറ്റവും വലുതെന്ന് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അതേപോലെ തന്നെയാണ് ഭക്ഷണത്തിൻ്റെ രുചിയും. ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഭക്ഷണത്തിൻ്റെ ആ രുചി. നിങ്ങൾ ഏറ്റവും വിശന്നിരിക്കുമ്പോൾ ഭക്ഷണത്തിന് മറ്റൊരു രുചിയാണ്. അതെ, അതെ. നിങ്ങൾ വയറ് നിറഞ്ഞ് ഫുള്ളായിട്ടിരിക്കുമ്പോൾ ഞാൻ തരുന്ന ഭക്ഷണത്തിന് നിങ്ങൾക്ക് രുചി ഉണ്ടാവില്ല. നമുക്കൊരു ഫീല് തോന്നില്ല. ഫീല് തോന്നില്ല. അതേപോലെ തന്നെ നിങ്ങൾ ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ തന്ന ഭക്ഷണത്തിന് രുചി ഉണ്ടാവില്ല. അപ്പം അപ്പോൾ ഭക്ഷണം വിശപ്പ് ടോട്ടലി പറഞ്ഞാൽ വിശപ്പാണ് രുചി ശരിക്കും. ശരിക്കും വിശപ്പ് തന്നെയാണ് രുചി. അത് തന്നെയാണ് രുചി. ഇപ്പോൾ എനിക്ക് വേറെ സംശയം തോന്നിയെന്ന് വെച്ചാൽ ഈ കുക്കും ഷെഫും തമ്മിൽ എന്താ വ്യത്യാസം? ആക്ച്വലി കുക്കും ഷെഫും ഒന്ന് തന്നെയാണ്. ഒരാൾ പ്രൊഫഷണലി പഠിച്ച് വന്ന് അതിൻ്റേതായ രീതിയിൽ പാചകം ചെയ്യുമ്പോൾ മാത്രമാണ് ആൾ ഷെഫാവുന്നത്. ഇപ്പം നമ്മൾ പറയും, ഞാൻ എപ്പോഴും കാണാറുണ്ട് യൂട്യൂബിൽ ഓരോ ഇത് ചെയ്യുമ്പോൾ ആൾ സെലിബ്രിറ്റി ഷെഫാണ്. ഒരിക്കലും ഞാൻ പറയുന്നു അവരെ ഒരു ഷെഫായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അവരൊരു പാചകത്തിൽ പ്രാവീണ്യം നൈപുണ്യമുള്ള ആള്. നൈപുണ്യമുള്ള ആള് അല്ലെങ്കിൽ കൈപ്പുണ്യമുള്ള ആള്. മറ്റാള് പാചക കലയിൽ പ്രൊഫഷണലി പഠിച്ച് അതിൻ്റെ ഓരോ തലങ്ങളും മനസ്സിലാക്കി വന്ന ആളാണ്. അപ്പോൾ ആൾക്ക് എനിക്കിപ്പോൾ ഒരു ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ ആ ചിക്കൻ്റെ ഒരു 1.5 കിലോ ഉള്ള ഓൾ ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ എത്ര ഗ്രാം ഉണ്ടെന്നും എത്ര അതിൻ്റെ ബോൺ വെയിറ്റ് എത്രയാണെന്നും അതിൻ്റെ കുക്കിംഗ് ടെമ്പറേച്ചർ എത്രയാണോ അതിൻ്റെ കുക്കിംഗ് ടൈം എത്രയാണെന്നും അതിലെത്ര ക്വാണ്ടിറ്റി സാധനങ്ങൾ എങ്ങനെയൊക്കെ ആഡ് ചെയ്യണം എന്നുള്ള വ്യക്തമായൊരു ധാരണ നല്ലൊരു പാചക വിദഗ്ധയായിട്ടുള്ള അല്ലെങ്കിൽ വിദഗ്ധനായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവും. ഒരു കുക്കിന് ഒരു പക്ഷേ അതുണ്ടാവണം എന്നില്ല. അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ ഒരു പാചകം ചെയ്യുന്ന ഒരാൾക്കൊരു പക്ഷേ അതുണ്ടാവണം എന്നില്ല. പക്ഷെ എല്ലാവരും പാചകം ചെയ്യുന്നവർ തന്നെയാണ്. എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ അവരെ ഒരു ഷെഫെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇത്രയും ആളുകൾ നമ്മുടെ ഹോട്ടലിലൊക്കെ എന്ന് പറഞ്ഞാൽ 5000 10,000 ആളുകളുടെ ഫംഗ്ഷനാണ് ഓരോ സമയത്ത് നടക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇത് ചെയ്യുന്ന ഒരാളുടെ കൈ കൊടുത്താൽ ആൾക്കത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല ആൾക്ക്. ആൾക്കൊരു പക്ഷേ അതിൻ്റെ കണക്കറിയില്ല. ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ ഞങ്ങളൊരു ടാസ്ക്കാണ് ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ 5000 പേരുടെ പരിപാടിക്ക് ചിലപ്പം 5500 പേര് വരും. അവിടെ നമുക്ക് ഈ 500 പേർക്ക് ഭക്ഷണം കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? തീർച്ചയായും കൊടുക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെടുക്കുന്ന എഫേർട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹോട്ടലിൽ 800 പേര് അല്ലെങ്കിൽ ഞങ്ങളുടെ ഹോട്ടലിനെ സംബന്ധിച്ച് ഒരു ടൈമിൽ ഒരു പക്ഷേ രാവിലെ തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു 600-700 പേരുണ്ടാവും. ചിലപ്പോൾ 500 പേരുണ്ടാവും. ചിലപ്പോൾ 300 പേരുണ്ടാവും. ഈ 300 പേരും 300 ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ട് വരുന്നവരാണ്. ഡിഫറെൻറ്റ് കൾച്ചറുള്ളവരാണ്. ഭക്ഷണ സംസ്കാരം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ നമ്മൾ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് അവിടെയാണ് ഷെഫ് ആസ് എ മജീഷ്യൻ. അപ്പോഴാണ് ഷെഫ് മാജിക് അറിയുന്ന ഒരാളായി മാറുന്നത്. അതേപോലെ സാഹചര്യത്തിനനുസരിച്ച് ആൾക്ക് ആ ഒരു ഭക്ഷണം. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ കുട്ടികളുടെ ഒരു പരിപാടിക്ക് പോയി. അപ്പോൾ എനിക്കൊരു 7ാം ക്ലാസ്സുകാരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഒരു ടാസ്ക്കാണ് കൊടുത്തിരുന്നത്. കുട്ടികൾക്ക് 2-3 ഇൻഗ്രീഡിയൻറ്റ് കൊടുത്തിട്ട് അവരത് 40 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കുക. എല്ലാം ചെയ്ത് തീർക്കണം. അപ്പം ഞാൻ ഇവളെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇവളെ തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇവളെ കയ്യിൽ നിന്ന് ചിക്കൻ കരിഞ്ഞുപോയി. അപ്പം തന്നെ ഇവളെന്ത് ചെയ്തെന്ന് പറയാം, കരിഞ്ഞ ഭാഗങ്ങളൊക്കെ നുള്ളിക്കളഞ്ഞ് അതിനെ ചോപ്പ് ചെയ്തെടുത്തിട്ട് ടൊമാറ്റോ കെച്ചപ്പും
വേറെയുള്ള കുറച്ച് സാധനങ്ങളും കൂടി ചേർത്തിട്ട് അവളൊരു ഡിഷാക്കി മാറ്റി. ആ, ആ. അവളൊരു ഡിഷാക്കി മാറ്റി. ഉം. അപ്പൊ ഞാൻ ചോദിച്ചു, "നിനക്ക് എന്താ തോന്നിയത്?" "ഇതിന്റെ പേരെന്താണ്?" "സ്മോക്കി ചിക്കൻ സലാഡ്." ഒരു പേര് കിട്ടും. അപ്പൊ അതേപോലെയാണ് ഓരോ ഷെഫ്. അപ്പൊ ആ കുട്ടിയിൽ അതൊരുണ്ട്. ഇൻബോൺ ആയിട്ട് ആ കുട്ടിക്ക് അകത്ത് അതുണ്ട്. അപ്പൊ ഇപ്പൊ ഈ പുതിയ കുട്ടികളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പോലെ. നന്നായിട്ട് ചെയ്യുന്നത്. കാരണം നേരത്തെ അതിന് കാലം നല്ല സോഷ്യൽ മീഡിയ നല്ലൊരു അതെ, അതെ. ഇതുണ്ട്. കുറേ യൂട്യൂബേഴ്സും അവരും ആ. ഇവരും ഒക്കെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഉം, ഉം. അതൊക്കെ പലതും നല്ല കാര്യങ്ങളാണ്. ചിലത് ഉം. പൊട്ട കാര്യങ്ങളും അതെ, ഉണ്ട്. അതെ. നല്ലത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്താൽ മതിയല്ലോ. അതെ, അതെ, അതെ. ചീത്തനെ നമ്മൾ എന്തിനാ അത് എടുക്കുന്നത്? പുതിയ കുട്ടികളൊക്കെ നിറയെ ഇപ്പൊ നല്ല ഓരോ നല്ല ഡിഷ്. ആ, പേസ്ട്രി ആ, ഒക്കെ എന്തൊക്കെ സാധനങ്ങൾ ഈ ആ. ഈ കോവിഡ് വന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഉം. കോവിഡില് നമ്മുടെ ഉള്ളിലെ കഴിവുകളെയൊക്കെ കുറേ ശരിക്കും, ആൾക്കാർ ശരിക്കും. അതെ, ഈവൻ യൂട്യൂബേഴ്സ് തന്നെ അതെ. ഇറങ്ങിയത് കോവിഡിന് ശേഷം അല്ലേ? യാത്ര ചെയ്യാത്ത ഒരുപാട് ആളുകൾ യാത്ര തുടങ്ങി. യാത്ര തുടങ്ങി. സ്നേഹിക്കാൻ അറിയാത്തവര് സ്നേഹിച്ചു അതെ, തുടങ്ങി. അതെ. പക്ഷെ ഇനി ഒരു കോവിഡും കൂടെ വരണമെന്നാ ഞാൻ പറയുന്നത്. ഒന്നുകൂടി എങ്കിൽ പഠിക്കാനുണ്ട് മാത്രമേ അല്ലേ? മനുഷ്യര് ഒന്നും കൂടി നന്നാവൂ. ഒന്നുകൂടി പഠിക്കാനുണ്ട് യുദ്ധം ആൾക്കാര്. വന്നാലും പഠിക്കില്ല നമ്മൾ. എന്ത് വന്നാലും പഠിക്കില്ല. അല്ല, ഈ എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ട്. അത് അതെ. കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ ആകണം അതെ. ആളുകള്. കോവിഡ് പോലെയുള്ള കാരണം നമുക്ക് അവിടെ പോകാൻ പറ്റില്ല, ഇവിടെ പോകാൻ പറ്റില്ല, ഉം. ആളെ കാണാൻ പറ്റില്ല. ഇങ്ങനെയൊരു ഉം. അനുഭവം ഉണ്ടായപ്പോൾ ഒരുപാട് മനുഷ്യർ ഉം. ഒരുപാട് കാര്യങ്ങൾ പഠിച്ച്. ഈ അടച്ചിട്ടിട്ട് തുറന്നപ്പോഴേ ആളുകൾ ശരിക്കും പറന്നു. അത് നമുക്ക് എഫക്ട് ചെയ്തത് നമ്മുടെ ഹോട്ടലിലൊക്കെയാ. ആ. നമ്മുടെ ഹോട്ടലൊക്കെ ഒരു ആവറേജ് അങ്ങനെ ഉം. പോയിക്കൊണ്ടിരുന്ന. ഉം. കോവിഡിന് ശേഷം നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഉം. ഉം. അത്രയും തിരക്കാ. കോവിഡ് 2 തരത്തിൽ ബാധിച്ചിട്ടുണ്ട്. ബാധിച്ച കുറെ ആളുകളും ഉണ്ട്. പിന്നെ നമുക്ക് നേരിട്ട് പല അറിയാം. നമ്മൾ ഒരുപാട് യാത്ര എനിക്കും അറിയാം. ചെയ്യുന്നോണ്ട്. ഒരുപാട് നല്ല ബിസിനസ്സൊക്കെ ചെയ്തിരുന്ന അതെ, അതെ. ആൾക്കാരൊക്കെ വല്ലാണ്ട് പക്ഷെ രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. തകർന്നുപോയി. ഉം. വല്ലാണ്ട് തകർന്നുപോയി. അത് നമ്മളുടെ ഒരു വീഴ്ച തന്നെ അതെ, ആയിരുന്നു. എങ്കിൽ പോലും കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പഠിക്കാൻ ഒരു പറ്റും. പച്ചമുളക് കുഴിച്ചിട്ട് അതിന് ചെടി നനച്ച് അതിന്ന് 2 പച്ചമുളക് പറിക്കാൻ പെണ്ണുങ്ങൾ പഠിച്ചു. അതെ, അതെ. ഏ? ഉം. ഇല്ലേ? ഈ ടിവിയുടെ മുന്നിലും സീരിയലിന്റെ മുന്നിലും ഇരുന്നിട്ട് അവർക്കൊരു ഇത് കണ്ട് കണ്ട് മടുത്തു. വേറെ പണിയൊന്നുമില്ലല്ലോ. ജോലിക്ക് പോണ്ട, സ്കൂളിൽ പോണ്ട. അപ്പൊ നമുക്കൊരു മടുപ്പ് വരും. ചില കാര്യങ്ങളും നമുക്ക് കുറേ കഴിയുമ്പോൾ ഒരു മടുപ്പ് വരും. നമുക്ക് മടുക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് മടുക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറയും സ്നേഹം മാത്രം അല്ലേ? ഉം. 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 ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ മതിയെന്ന് പറയും. ഉം. മടുപ്പാണ് നമുക്ക്. അതെ. നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ? അമ്മയുടെ സ്നേഹം വേണ്ട, ഉം. അല്ലെ അമ്മയുടെ സ്നേഹം മതിയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ഒരിക്കലും അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇടയ്ക്ക് നന്നായി സംസാരിക്കണ്ടേ. എങ്ങനെയായിരുന്നു ഒരു ലൈഫിന്റെ യാത്ര എങ്ങനെയായിരുന്നു? ഈ ഷെഫിലേക്കുള്ള അല്ലെങ്കിൽ കുക്കിലേക്ക്, പാചകത്തിലേക്കുള്ള യാത്ര? പാചകത്തിലേക്ക് യാത്ര എന്ന് പറയാൻ ഞാൻ ചെറുപ്പത്തിലേ എനിക്ക് പാചകത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളൊരു സാധാരണ കുടുംബമാണ്. ആ. കുറേ കൃഷിയൊക്കെ ഉള്ള കോഴിക്കോട്. അമ്മയുടെ വീട്ടിൽ കോഴിക്കോട് കൃഷിയൊക്കെ ഉള്ള ആൾക്കാരാണ്. വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. വളരെ പച്ചയായ മനുഷ്യരാണ്. ഇപ്പോഴും മാഡത്തിന് ഒരു പച്ചയായിട്ടുള്ള ഒരാളായിട്ടാണ് തോന്നുന്നത്. ഇപ്പോഴും മാറ്റം ഷെഫ് അവിടെ പുറകിലുണ്ടെന്നുള്ളൂ. ഗ്രാൻഡ് ഹയാത്തിന്റെ ഇത്രയും വലിയൊരു ഹെഡ് ഷെഫ്. ഗ്രാൻഡ് ഹയാത്ത് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ അതെ, പോപ്പുലർ അതെ, ആയിട്ടുള്ള അതെ, ഒരു അതെ, അതെ. സ്റ്റാർ ഹോട്ടൽ യൂസുഫ് അതിന്റെ ഖാന്റെ. അതിൽ ഹെഡായിട്ട് ഇരിക്കുമ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴും പച്ചയായിട്ട് തന്നെ തോന്നുന്നത്. തുടർന്നോളൂ. അതൊരു പച്ചയായ ഒരു മനുഷ്യരുള്ള ഒരു ഗ്രാമമാണ് എൻ്റെ നാട്. കൃഷിയും അങ്ങനെയൊക്കെ ആയിട്ട് ജീവിക്കുന്ന എനിക്ക് എൻ്റെ ഗ്രാമം എന്നും എനിക്കൊരു ഉം, വികാരമാണ്. അതെൻ്റെ എങ്ങനെയാ പറയുക ഉം. അറിയില്ല ഉം. എനിക്കതൊരു ഏത് തലത്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ അത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ അമ്മയുടെ തറവാട് പൊളിഞ്ഞു കിടക്കുന്ന ഒരു തറവാടുണ്ട്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് ശരിക്കും തിരിച്ചു പോകാറുണ്ട് അവിടെ ഉം. ചെല്ലുമ്പം. അവിടെ ഓടിക്കളിച്ചതും പശുവിൻ്റെ പിറകെ ഓടിയതും ഇതെല്ലാം എന്നെ വല്ലാണ്ട് സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ അമ്മ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. ഉം. അച്ഛൻ്റെ അമ്മയും നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. ഉം. അമ്മയുടെ അമ്മയും നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. വീട്ടിലാരും നല്ല ഭക്ഷണം ഉണ്ടാക്കാത്തവരല്ല. ഉം. വളരെ നല്ലോണം ഭക്ഷണം ഉണ്ടാക്കും. അതിൽ ഉണ്ടാക്കും. ഓരോരുത്തരും ഓരോ പ്രത്യേകതയാണ്. ഉം. അച്ഛൻ്റെ വീടാണെങ്കിൽ പച്ചക്കറീൻ്റെ. അച്ഛമ്മയൊക്കെ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ പെങ്ങളും അച്ഛമ്മയൊക്കെ ഈ സാമൂതിരി ആ ഒരു കോവിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ പച്ചക്കറിയാണ്. പ്യൂർ വെജ് ആണ്. അച്ഛമ്മയൊക്കെ നല്ല വെജിറ്റേറിയൻ ഫുഡാണ് ഉണ്ടാക്കുക. അതും അച്ഛമ്മയുടെ കയ്യിൽ പറമ്പിലൊരു പച്ചില കിട്ടിയാലും ഞാൻ പറയും പ്ലാവില കിട്ടിയാലും അച്ഛമ്മ കറി വെക്കും. തോരൻ വെക്കും. ഭയങ്കര ടേസ്റ്റാ. ഉം. ഉം. ഞാൻ അച്ഛമ്മയുടെ അടുത്ത് നിന്നാ കണ്ട ഈ ചെറിയ മാങ്ങയില്ലേ ഉം. പൊഴിഞ്ഞു വീഴുന്നേ, ഉം. ഉം. നമ്മൾ ആരും എടുക്കൂല മാങ്ങ. ഒരിക്കൽ ഞാനിങ്ങനെ അവിടെ ചെന്ന സമയത്ത് അച്ഛൻ്റെ വീട്ടിലിങ്ങനെ പോയപ്പോൾ അച്ഛമ്മ ഈ മാവിൻ്റെ ചുവട്ടിൽ ഈ മാങ്ങ പോയി അച്ഛമ്മയോട് ഞാൻ ചോദിച്ചു, അച്ഛമ്മ എന്തിനാ ഈ മാങ്ങ? അപ്പോൾ അച്ഛമ്മ പറഞ്ഞൊരു കാര്യം, ഇതൊരു സാധനം ഉണ്ടാക്കാനാണ്. ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി മഞ്ഞപ്പൊടി ഉപ്പിട്ട് ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിലിട്ടിട്ട് അത് അച്ഛമ്മ ഒരു തോരൻ പോലെ ഉണ്ടാക്കിയിരിക്കണം. ഉം. ഉം. ഒരു ചെറിയ പുളിയും ശരിക്കും നമ്മൾ പാവയ്ക്കൊക്കെ തോരൻ വെച്ചോണം തോന്നുന്നു. അതുപോലെ. അപ്പം അച്ഛമ്മയുടെ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് നാവിൽ വെള്ളം വരും. ശരിക്കും ഒരു
കുക്കാവും അല്ലെങ്കിൽ ഷെഫാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തില്? ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില ആളുകൾ സ്വപ്നം കണ്ടതൊന്നും അവർ ആ സ്വപ്നത്തിൻ്റെ പുറകെ പിന്നെ പോവാറില്ല. ഉം. ഞാൻ എൻ്റെ സ്വപ്നത്തിൻ്റെ പുറകെ സഞ്ചരിച്ച ആ. ഒരാളാണ്. ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് എന്തും സഹിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതാനുഭവങ്ങളിൽ ഞാൻ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ കണ്ടിന്യൂ ചെയ്യാനേ പോകുന്നില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ പറയുമായിരുന്നു, നിങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. നിങ്ങളന്ന് അത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ വന്നിട്ടും എനിക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അറിയാലോ, ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ അതെ, ഉള്ള എപ്പോഴും ഒരു പൊസിഷനിൽ എത്തിക്കുമ്പോൾ നമ്മൾ ആ ഭയങ്കര യാത്ര ദുരനുഭവം. കുറെ കാരണം ദുർഘടമായിരിക്കുമല്ലോ. ആളുകൾക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഉം, ബുദ്ധിമുട്ട് ഉം, ഇന്നും ഞാൻ പറയും, കേരളത്തിലെ ആളുകൾ ഉം. ഇന്നും ഒരു ഷെഫ് എന്ന നിലയ്ക്ക് നമുക്കത്ര പക്ഷെ മര്യാദകൾ ഇപ്പൊ കുറച്ച് ഷെഫുമാര് ലേഡീസ് അതിന് ശേഷം കുറെ ഫീമെയിൽ കുറേ ലേഡീസ് ആൾക്കാർ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. പക്ഷെ പക്ഷെ അന്ന് അത്രയും ഒരു ഇതില്ല അല്ലേ? അന്നൊന്നുമില്ല, കാരണം ഒന്നാരുമില്ല. ആണുങ്ങളാണല്ലോ കിച്ചണിൽ അതെ എപ്പോഴും അതെ, അല്ലേ, അവരുടെ അവരുടെ ആക്സസ് ഉള്ള ഒരു കുത്തക. സ്ഥലം. അതെ അതെ, അതെ, അവരുടെ അവിടേക്കാണ് കുത്തകയാണ്. കടന്നു വരുന്നത് അല്ലേ? അവിടേക്ക് ഒരു സ്ത്രീ ഈ കടന്നു വരിക എന്ന് പറയുമ്പോൾ അവർക്ക് അതിനെ ഉം, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഉം, ഉം. ഇന്നത്തെ അല്ലല്ലോ, ഇന്ന് ഉം, സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള ഒരുപാട് ഉം, വിദ്യാസമ്പന്നരാണെന്നുള്ളവർ അവർക്കൊക്കെ എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഹോട്ടലൊക്കെ വരുന്ന ആൾക്കാരെ നമ്മൾ നന്നായിട്ടാണ് കെയർ ചെയ്യുന്നത്. ഉം, പെൺകുട്ടികളെയൊക്കെ തന്നെ നല്ല രീതിയിലാണ് ഉം, നമ്മൾ കെയർ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയും, സ്ത്രീകൾ ഈ രംഗത്തേക്ക് കൂടുതൽ വരണം എന്നാണ് പറയുക. കാരണം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ തിളങ്ങാൻ പറ്റുന്ന ഒരു ഒരു മേഖലയാണ് മേഖല. ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ അമ്മയുടെ ഈ പാചകം കണ്ടാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലമൊക്കെ അച്ഛൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലുമായിട്ട് കഴിയുന്ന കാലത്ത് അമ്മയുടെ പാചകം, അമ്മയുടെ വീട്ടിൽ ഒരുപാട് പാചകം ചെയ്യണം. ഉം. കാരണം എന്നും പണിക്കാരുണ്ടാവും, ആ, ഈ ആ, പറമ്പിലെ പണിക്കാർ. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടി ചക്കയൊക്കെ ഒരു 3-4 ചക്കയൊക്കെ വെട്ടിയിട്ട് പുഴുങ്ങി അങ്ങനെ ആ, കഞ്ഞി. പിന്നെ ആ. അവർക്ക് നല്ല കൃഷിയുള്ളതുകൊണ്ട് കഞ്ഞി, ഉം, പയറ് ഉം, നടും ഉം, പറമ്പിൽ, കപ്പ, ഉം. അങ്ങനെ എല്ലാ സാധനങ്ങളും അതില് കൂടെ. ഒരു കാര്യം കൂടി കോട്ട് ചെയ്യാനുണ്ട്. കാരണം അന്നത്തെ ഈ ഫുഡ് സ്റ്റൈല് ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു അല്ലേ? അതെ ഇന്ന് അതെ കുറെ അതിന്നൊരു മാറ്റം വന്നിട്ടില്ലേ? അതെ, നമ്മൾ ഇന്നിപ്പം കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ പിസ്സ, ബർഗർ, പിന്നെ മന്തി, ഉം, ഇതൊക്കെയല്ലേ ഉം, നമ്മുടെ ഉം, ജീവിതത്തിന്റെ ഉം, ഭാഗമായി മാറി. പക്ഷെ അന്ന് ഒരു വീട്ടിലെ ഒരു ചക്ക കാലാണെങ്കിൽ ചക്കക്കുരുവിൻ്റെയും ചക്കയുടെ വിഭവം ഇല്ലാത്ത ഉം, ദിവസം ഉണ്ടാവില്ല. ഉം, അത് ശരിക്കും നമ്മുടെ സംസ്കാരം അങ്ങനെയാണ്. ഓരോ ക്ലൈമറ്റിലും വേണ്ട ഭക്ഷണമാണ് പ്രകൃതി നമുക്ക് ഉം, തന്നിരിക്കുന്നത്. ഉം, നമ്മളതിനെ അവോയ്ഡ് ചെയ്ത് എന്ന് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയോ, ഉം, അന്ന് തൊട്ട് നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റലുകൾ ഒരുപാട് ഉണ്ടാവാൻ തുടങ്ങി, ഉം, അല്ലേ? ഉം. സത്യമല്ലേ? അതെ അതെ. അന്ന് ഇത്രയും ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നോ? ഇല്ലല്ല. ഒരു 40-45 വർഷത്തിൽ പിറകോട്ട് ഞാൻ സഞ്ചരിക്കുകയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും ഒരു ക്ലിനിക്ക് ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഒരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് കാര്യമായിട്ടുള്ളത്. പിന്നെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, മാങ്കാവ് ആശുപത്രി എന്ന് ഉം, പറയും. ഉം. അവിടുത്തെ സാധാരണക്കാർ ഒരു പനിയൊക്കെ വരുമ്പോൾ, പിന്നെ അന്നൊരു പനിക്കുള്ളൊരു വെള്ളം പോലത്തെ ഒരു മരുന്ന്, ഇന്നും ആ, എൻ്റെ അതെ അതെ. മനസ്സിൽ ആ മരുന്ന് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഒരു പനി എന്ന് പറഞ്ഞ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് ആൻറ്റിബയോട്ടിക്, ഉം. അല്ലേ? അതില്ലാതെ ഒരു ആൻറ്റിബയോട്ടിക് എന്ന് പരിപാടിയില്ല. കേൾക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു അതെ അതെ. 10-30 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അസുഖങ്ങളൊന്നും ചെറിയ രീതിയിൽ, പക്ഷെ ഇതുപോലെ ഇല്ല. ഉം. ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഇതുപോലെ ഇല്ല. കുടവയർ, പഴയ കല്യാണ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. കുടവയറില്ല, ഇല്ല. ആർക്കും കുടവയറില്ല. പല്ലിന് അധികം ഉം. കേടില്ല. കണ്ണട കുറച്ചുകൂടി വെക്കുന്ന ആയുസ്സും ഉണ്ടായിരുന്നു ആളുകൾക്ക്. കണ്ണട വെക്കുന്നത് ഒരു ഇപ്പൊ ഈ അടുത്ത കുറവായിരുന്നു. കാലത്തായിട്ട് മരണസംഖ്യ കൂടുതലാണ്. അതും കാരണം ഒരു ചെറുപ്പക്കാരുടെ ഇടയിൽ 45 ഹാർട്ട് ആ ഒരു അറ്റാക്ക്. റേഞ്ചിലുള്ള ആള്. ഹാർട്ട് അറ്റാക്ക് ഒക്കെ കേൾക്കുന്നത് വളരെ അപൂർവമായിരുന്നു. ആ. അന്ന് ഈ അപൂർവ രോഗമാണ് ഈ ഇന്ന് ഷുഗർ, വളരെ അല്ലേ? അതെ. അന്ന് പണക്കാരന്റെ രോഗം. യെസ്, ഞാൻ പറയാൻ വരികയാണ്. അത് ചില ആൾക്കാർ ഇങ്ങനെ പ്രൗഢിയിൽ പറയും, അതെ എനിക്ക് അതെ. ഷുഗർ ഉണ്ട്, എനിക്ക് എനിക്ക് പ്രഷർ ഉണ്ട്. പ്രഷറും പ്രമേഹവും ഉണ്ട് ആ എന്ന് അത് പറയാന്ന്. അതെ 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 അതെ, അതൊരു പ്രൗഢിയുടെ അതെ, കാരണം ഭാഗമായിരുന്നു. അതെന്റെ ഒരു കാരണം വെച്ചാലേ അന്ന് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ അവർക്കേ പറ്റൂ. അതെ. സാധാരണക്കാർക്ക് ഭക്ഷണത്തിന് വലിയ പ്രയാസമുള്ളൊരു കാലമല്ലേ. അപ്പൊ പിന്നെ അന്ന് ഭക്ഷണം കഴിക്കുന്നവർക്കാണ് ഈ അസുഖം. ഇന്നിപ്പോ അതല്ല, ഇന്നൊരു കോമൺ ആയി. ഇന്നിപ്പോ ഭക്ഷണം കഴിക്കുന്നത്, അതുപോലെ വസ്ത്രത്തിലൊന്നും നമുക്ക് ആളുകളെ അന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇല്ല ഇല്ല, അന്ന് ഒരു വസ്ത്രം, ഒരു യൂണിഫോം ഉം. വാങ്ങിയാൽ തന്നെ നമ്മൾ 3 വർഷം 4 അതെ വർഷം മിനിമം. അതെ. ബട്ടൺസ് പൊട്ടിയാ ഉം. തയ്ച്ചു തരും, കീറിയാ അതെ. തയ്ച്ചു തരും. ഇന്ന് കീറി തയ്ച്ച് ആരിടുന്നേ? ഇന്നതൊക്കെ മാറി. ഇന്നിപ്പോ എന്തെങ്കിലും ഒരു ആഘോഷം വന്നാല്, അല്ലെങ്കിൽ എപ്പോഴും വസ്ത്രം എടുത്ത് പുതിയ കാരണം ഹോട്ടലുകള്, ഇതുപോലെ ക്ലിനിക്ക്, ഡ്രസ്സ് കട, ഇതെല്ലാം ഇഷ്ടം പോലെയാണ്. ഇഷ്ടംപോലെ. അന്നൊരു ചെരുപ്പ് ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഓർമ്മയിൽ വാറ് വാങ്ങിക്കാൻ കിട്ടും. വാർ ചെരുപ്പ്. വാറ് നമ്മള് പൊട്ടിയ വാങ്ങിക്കും. VKC, ഹവായി, അതെ അതെ, 10 പാരഗൺ, രൂപയോ അങ്ങനെ കുറെ 15 ചെരുപ്പുണ്ട്. രൂപയോ, അന്ന് എനിക്ക് തോന്നുന്നു 10 രൂപയാണെന്ന്. ചെരുപ്പിനാകെ 20 രൂപയും കണ്ടേ ഉള്ളൂ. ഹവാക്കറ, ആ. ഹവാക്കർ, പക്ഷെ അത് ആ ഒരു കാലമായിട്ട് പാരഗൺ, നമുക്ക് ഇനി മുന്നോട്ട് പാരഗൺ പോകാൻ അങ്ങനെ പറ്റില്ല. എന്തോ. കാരണം ആ സാഹചര്യം മാറിയില്ലേ. ഇല്ല, ആളുകള് നമുക്ക് ഒരിക്കലും അങ്ങനെ നമുക്ക് ഒരു അതിന് തിരിച്ചുപോക്കില്ല. ഇല്ല. പക്ഷെ നമ്മുടെ മാനസികാവസ്ഥ ആ. നമുക്ക് തിരിച്ചു അതെ കൊണ്ടുവരാൻ അതെ അതെ. സാധിക്കും. നമ്മുടെ മാനസികാവസ്ഥയാണ് ഏറ്റവും വലിയ മോശമായിട്ട് ഇപ്പം വരുന്നത്, അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഭക്ഷണത്തിന് എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്ന് തുടങ്ങിയിട്ട്, ഭക്ഷണം എന്തിന് കഴിക്കണം എന്നുള്ള ആ ഒരു കാലഘട്ടത്തിലേ ആ ഒരു
ലൈഫ് സ്റ്റൈലില് ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമായി. എന്നാൽ കഴിക്കുന്നതിനേക്കാൾ ഉപരി കാണിക്കുക എന്നുള്ള ഒരു രീതി അതെ, അതെ. ഉണ്ട് ഇപ്പം ചെറുതായിട്ട്. ബുഫേലൊക്കെ കണ്ടില്ലേ? അതെ. ബുഫേലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ നമ്മൾക്ക് ഈ ഇടയ്ക്ക് നമ്മളവിടെ ബുഫേ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി വന്നു. ഫാമിലി വന്ന് ആ ടേബിളിൽ മുഴുവനും അവർ ഉം, ഭക്ഷണം ഉം, നിരത്തി വെച്ചു. അവർ ഫോട്ടോ എടുത്തു ഉം, ഭക്ഷണം ഉം, കഴിക്കുന്നതിൻ്റെ. ഉം, പക്ഷെ അവർ ഭക്ഷണം അവർക്ക് എന്നിട്ട് അത് അവർ വീഡിയോ എടുക്കുന്നു. വീഡിയോ ഉം, ഇട്ട് ഇങ്ങനെ ആരെയൊക്കെയോ അറിയിക്കുന്നു. ഉം, അപ്പം എനിക്കിത് കണ്ട് സഹിക്കാൻ പറ്റാതെയായപ്പം ആ സ്ത്രീയുടെ അടുത്ത് ചെന്ന് ഞാൻ അപ്പോഴൊന്നും മിണ്ടിയില്ല. ഇവരെത്ര കഴിക്കുംന്നറിയണം. ഉം, അല്ലാണ്ട് നമ്മൾ പറയുന്നത് ഉം, ശരിയല്ലല്ലോ. ഉം, ഇവര് കുറച്ച് കഴിച്ചു. ഒരു ഉം, ചെറുക്കപ്പക്കാരനും ഉം, ഒരു പെണ്ണും കൂടിയാ. ഉം, ഉം, കുറച്ച് കഴിച്ചു. ബാക്കിയുള്ളത് നട്ട്സും അങ്ങനെയുള്ള പല സാധനങ്ങളും ഫ്രൂട്ട്സും ഉം. ഒക്കെ ഇവരുടെ ടേബിൾ, ഈ 2 പേരുടെ ടേബിളിൽ 2 ടേബിൾ കൂട്ടിയിട്ട് അതിനകത്ത് നിറച്ചു സാധനങ്ങൾ. ഉം. സംഗതി അവര് പേ ചെയ്തിട്ടാണെങ്കിലും ഒരു ഭക്ഷണമാണല്ലോ വേസ്റ്റ് ആക്കണല്ലേ? പിന്നെ നമ്മൾ പേ ഉം, ചെയ്യുന്നതാണെങ്കിലും ഉം, ഒരു ഭക്ഷണത്തിന്റെ മൂല്യം എന്ന് ഉം, പറയുന്നത് ഉം, നിങ്ങൾ പേ ചെയ്തതായിരിക്കാം. ഉം. ഈ പേ ചെയ്യുമെന്ന് പറയുന്നത് നിങ്ങൾ പാഴാക്കുന്ന ഉം, ഭക്ഷണത്തിന്റെ ഉം. ടാക്സും കൂടി നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതെ, അതെ. ഏതോ പാടത്ത് ഉം, ഉം. ഏതോ ഒരു കർഷകൻ അയാളുടെ കഠിനമായ അധ്വാനത്തിലൂടെ ഉണ്ടാക്കിയതാണ് ഓരോ അരിമണിയും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവാത്ത എന്താ അറിയോ? ശരിക്കും നമ്മൾ അതിനെക്കുറിച്ച് പട്ടിണി കിടക്കാത്തതുകൊണ്ട്. നല്ലൊരു അവബോധം ഉണ്ടാക്കേണ്ടതാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ഞങ്ങളുടെ ഹോട്ടലിൽ നമ്മുടെ അബുദാബിയിലുള്ള ഹോട്ടലിലൊക്കെ റെസ്റ്റോറൻറ്റിൽ എൻ്റെ മാനേജറോടൊക്കെ ഉം, പറയാറുണ്ട്, നിങ്ങളിങ്ങനെ പറയണം ഉം, ഉം. വേസ്റ്റ് ആക്കി. അവിടെ പിന്നെ വേസ്റ്റ് ഒന്നും അതെ, വരാറില്ല കേട്ടോ. അബുദാബിയിൽ നല്ല ഫുഡാട്ടോ. ഉം. ഞാൻ അവിടെ വന്നിട്ടുണ്ടല്ലോ. അവര് ഞാൻ വേസ്റ്റ് വീഡിയോ ഒക്കെ ആക്കാം. എടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല വേസ്റ്റ് നല്ല ഭക്ഷണം ഞാൻ അവിടെ. കണ്ടിട്ടില്ല അങ്ങനെ ആ, അവിടെ ആ. വേസ്റ്റ് ഇല്ലില്ല, പോണത്. അവിടെ അങ്ങനെ അവിടെ വരുന്നില്ല. അങ്ങനെ വേസ്റ്റ് പോകും. കാരണം ഉം, വളരെ കുറച്ച് എമൗണ്ടിലുള്ള സാധനമല്ലേ ആൾക്കാർ വാങ്ങുക. ഉം, 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 അലക്കാട്ടല്ലേ അവിടെ ഉം. ബുഫേയിലില്ല. അതെ, അതെ. ഈ ബുഫേ ആണ് ഉം. ആക്ച്വലി ബുഫേ എന്തിനാ ആ, വെച്ചത്? അതാണ് വരുന്നത്. അതിലേക്കാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശരിക്കും ഒരു ബുഫേ എങ്ങനെയാണ് നമ്മള്? കാരണം ബുഫേ ഇപ്പൊ എന്തിനാ? കല്യാണങ്ങൾക്കും എന്തെങ്കിലും ഹൗസ് വാർമിംഗ് ആണെങ്കിലും എന്ത് ഫംഗ്ഷനും ബുഫേ കൂടുതലായിട്ട് വന്നു. അതെ, അതെ, അതെ. ഏഹ്, ബുഫേ അപ്പൊ ആക്ച്വലി അതെങ്ങനെയാണ് എന്തിനാണ് ശരിക്ക്? വെച്ചത്? എങ്ങനെയാണ് അതിന്റെ ഒരു രീതി? എന്തിനാണ് ബുഫേ വെച്ചത്? നിനക്കിഷ്ടമുള്ള സാധനം ആ, നിനക്കിഷ്ടമുള്ളത് മാത്രം ആ, നിന്റെ ഇഷ്ടമുള്ള രീതിയിൽ ആ, ആവശ്യത്തിന് മാത്രം ആ, എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ബുഫേ സമ്പ്രദായം ആ, ആ, വെച്ചത്. ആ. അത് മിസ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഉം, കേവലം ഒരു മലയാളിയുടെ ഉം, മാത്രമാണെന്ന് തോന്നുന്നു. ഉം, നോർത്ത് ഇന്ത്യൻസും ഉണ്ട്. ഉം, പക്ഷെ എസ്പെഷ്യലി മലയാളിയുടെ ഒരു ദുശ്ശീലമായി മാറി. ഉം, ഒരേ പ്ലേറ്റിൽ ഉം, ചിക്കനും മട്ടനും ഫിഷും വെജിറ്റബിളും സലാഡും ഒന്നിച്ചെടുത്ത് കഴിക്കുക. നേരെ മറിച്ച് ഒരു ഇംഗ്ലീഷുകാരനാണ് ഒരു ബുഫേയിൽ വന്നാൽ അയാൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ആദ്യം ഒരു സൂപ്പ് എടുക്കും. ആ സൂപ്പ് അയാൾക്ക് വേണ്ടെങ്കിൽ അയാൾ സലാഡ് എടുക്കും. ഉം, അതും വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക. ഉം. അയാളുടെ പ്ലേറ്റിൽ ഒന്നും ഉണ്ടാവില്ല. അവർ കൈകൊണ്ട് ഭക്ഷണം കഴിക്കില്ല. നമ്മളാണ് കൈകൊണ്ട് കഴിക്കുന്നത്. നമ്മുടെ ഒരു സാധാരണ മലയാളിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ മടിയാ. ഉം, അപ്പം അതിന് വേണ്ടി ഇവൻ എന്തായിരിക്കും ഒരു പ്ലേറ്റ് നിറച്ച് സാധനങ്ങൾ എടുത്ത് കൊണ്ടയ്ക്കും. ഉം, ഉം. ഇതിൻ്റെ ഏതിൻ്റെയും ഒരു രുചി അവന് ശരിക്കും അറിയോ? ഇല്ല. ഇല്ല. ഏതിൻ്റെയും രുചി അറിയോ? ഇതെല്ലാം കൂടെ മിക്സ് ഇതിനൊരു ചെയ്ത് രീതി കഴിക്കുമ്പോൾ. ഉണ്ടല്ലോ, കഴിക്കേണ്ട രീതി അല്ലേ? അതപ്പം നമ്മളിപ്പോൾ ഒരു മെയിൻ കോഴ്സാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ ഉം, സൂപ്പ് തുടങ്ങുന്നില്ല. നമ്മൾ മെയിൻ കോഴ്സാണ് തുടങ്ങുന്നതെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ചപ്പാത്തി എടുത്തു, ഉം, അതിനൊരു കറി എടുത്തു. ഉം, അത് കഴിച്ച് കഴിയുമ്പോൾ അവിടെ അപ്പാണുള്ളത് വെച്ചാൽ ഉം. ആ 3 അപ്പം എടുക്കുക ഒരാൾ. ആ, ഒരു മനുഷ്യന് ഉം. ഇപ്പം എന്നെപ്പോലെ നിങ്ങളെപ്പോലുള്ള ഒരാൾക്ക് ഒരു ടൈമിൽ ഒരു 500 ഗ്രാം ഭക്ഷണത്തിന് കൂടുതൽ കഴിക്കാൻ പറ്റില്ല. ആ, കാരണം നമ്മൾ 2 ഗ്ലാസ് വെള്ളം കുടിക്കും. ഉം, ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് 200 ml 400 ml വാട്ടർ തന്നെയായില്ലേ. നമ്മുടെ ഈ ചെറിയ ആമാശയത്തിന് എങ്ങനെ അത് താങ്ങും? ഉം, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? കുറേ മീനെടുക്കും, ഉം. ചിക്കൻ റൈസ് എടുക്കും. എടുക്കും. ആ, എന്തൊക്കെയാണ് അവിടെ ഉം, കാണുന്നത്? ഉം. അത് മൊത്തത്തിലെടുത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുമോ? ശരിക്കും അതിലൊരു ആസ്വദിച്ച് കഴിക്കലല്ല സംഭവിക്കണം അല്ലേ? അതൊരു എന്താ പറയാ, ഞാൻ അതിന് പറയുന്നൊരു ഇതെന്താന്ന് വെച്ചാല് അതൊരു അഹങ്കാരമാണ് ഉം. മനുഷ്യന്റെ. അറിവില്ലായ്മ ഉണ്ടാവും. അറിവില്ലായ്മയും അഹങ്കാരവും കൂടി ഉം. ചേർന്നാൽ പിന്നെ പറയണ്ടല്ലോ. അതെ, അതെ. ഭക്ഷണം എപ്പോഴും ദൈവത്തിന് തുല്യാണ്. ഭക്ഷണം നമ്മൾ എപ്പോഴും ബഹുമാനിച്ച് എന്താണ് നമ്മുടെ പൂർവികർ പഠിപ്പിച്ചത്? നിലത്തിരുന്ന് ഭക്ഷണം ഉം, കഴിക്കാനെന്ന്. ഉം, അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉം, അടങ്ങിയിട്ടുണ്ട്. ഉം. നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് കഴിക്കാൻ പറ്റൂ. ആ, ഒന്ന് നമ്മൾ ഭക്ഷണത്തിനെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി, ഉം, അതാ ശാസ്ത്രീയ വശം ഇതാണ്. ഉം, ഉം, നമുക്ക് അത്ര ക്വാണ്ടിറ്റിയെ ഭക്ഷണം ഉം, കഴിക്കാൻ പറ്റൂ. ഉം, മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഭക്ഷണത്തിനെ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഉം, നമ്മൾ കഴിക്കുന്ന ഓരോ അന്നത്തിനോടും നമ്മൾ നന്ദി പറയുന്നുണ്ട്. ഉം, ഉം, അത് ദൈവത്തിനോടും അതുണ്ടാക്കിയ ആളോടും ഉം. ആ ഭക്ഷണം രുചികരമായി നമ്മുടെ മുന്നിൽ എത്തിച്ചു തന്ന ഓരോ വ്യക്തിയും അതിൽ കടപ്പെട്ടിട്ടുണ്ട്. ഞാൻ 5000 രൂപ പേ ചെയ്തതാണ്. ഗ്രാൻഡായിട്ടാവുമ്പോൾ പ്രത്യേകിച്ചും ഉം. ഞങ്ങൾ ഇത്രയും പേ ചെയ്തതാണ്. അപ്പം ഞങ്ങൾ എന്താ കഴിച്ചാലെന്താ?
അവിടെ എത്തുമ്പോ അങ്ങനെ. ആറ്റിറ്റ്യൂഡ്. അതെ. അതാണ് ആറ്റിറ്റ്യൂഡ്. ഈ സാധാരണക്കാരെ ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോ ഈ ബുഫേ വെക്കുമ്പോ കുറെ ആളുകൾക്ക് അറിയില്ല ഇതെങ്ങനെ. പിന്നെ അതെ, ഈ അതെ. പറഞ്ഞ ഒരു മടി. കാരണം പ്ലേറ്റ് എടുത്തിട്ട് രണ്ടാമതൊന്ന് പോണ്ടേ എന്നുള്ള ചിന്തയില്. അപ്പൊ അവര് സംഭവിക്കണെന്ന് വെച്ചാല് ആദ്യം സ്റ്റാർട്ടർ എടുക്കും. അതിന്റെ മേലെ ചപ്പാത്തിയും ബ്രെഡും സാധനങ്ങളൊക്കെ ഇടും. പിന്നെ കുറച്ച് റൈസ് ഇടും. പിന്നെ ഈ പറഞ്ഞ പോലെ അപ്പം അതിന്റെ മേലെ സ്റ്റ്യൂ ഒഴിക്കും. പിന്നെ അപ്പുറത്ത് മീൻകറി അതിന്റെ മേലെ ഒഴിക്കും. ഈ പറഞ്ഞ മൊത്തത്തിലൊരു അവിയൽ പരുവാവും. അതെ, അതെ, അതെ. ശരിക്കും ആസ്വദിക്കാം. നമ്മളെ സദ്യ നമ്മളെ സദ്യ കണ്ടുണ്ടോ? ഉം. വിളമ്പുന്ന ഉം. രീതി ഉം. കണ്ടുണ്ടോ? ഉം. എത്ര കുറച്ചാ സദ്യയില് വിളമ്പുക. ഉം. ഏ? അത് ക്രിയേറ്റ് ചെയ്ത ആരാണോ സദ്യ ആ. കണ്ടുപിടിച്ചത്, ആ. ആരാണോ സദ്യ വിളമ്പാൻ ഇതാക്കിയത്, അവർക്കത് കറക്റ്റ് അവർക്ക് കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. അതെ. ന നം ഓരോന്ന് ആ. ഓരോന്ന് രീതിയില്. അതെ. കഴിക്കേണ്ട രീതി ഉണ്ടല്ലോ. അതെ. അല്ലേ? നമ്മളിപ്പോ പറയും നമ്മളെപ്പോഴും പാചകക്കാരെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവന് വെപ്പ് പണിയാ അല്ലെ പാചക പണിയാ. ആക്ച്വലി ഏറ്റവും വലിയ സയന്റിസ്റ്റ് അവരാണ്. ഉം. ഏറ്റവും വലിയ കെമിസ്റ്റ് അവരാണ്. അല്ലേ? അതെ, അതെ. സത്യല്ലേ? ഉം. ഏറ്റവും വലിയ ലാബും അവരെ കയ്യിലാണ് കിച്ചൺ. കാരണം ഓരോന്നിനെ ചേർത്ത് വെച്ചിട്ട് അതിനെ മറ്റൊരു രൂപാക്കി മാറ്റുന്നത്. അതെ, അതെ. അതിനെ ഞാൻ പറയട്ടെ, അരി മാത്രം കൊണ്ട് തന്നാൽ രുചിയില്ല. ബിരിയാണീന്റെ അരിയും വെജിറ്റബിളും അല്ലെങ്കിൽ പച്ചമുളകും ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ അതിന് രുചിയില്ല. അതിന് രുചി വരണമെങ്കിൽ ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട്. ടൈമിംഗ് ഉണ്ട്. ടൈമിംഗ് ഉണ്ട്. അപ്പം കണക്കുണ്ട്. മാത്സ് ഇമ്പോർട്ടന്റ് ആണ്. ഉം. കെമിസ്ട്രി ഉണ്ട്. ഉം. ബയോളജി ഉണ്ട്. ഉം. എല്ലാം അടങ്ങിയിട്ടുണ്ട് ഉം. ഒരു പാചകത്തില്. നമ്മൾ പറയണേ വെപ്പ് പണിയല്ലേ, അത് വളരെ ഈസി ഒന്നുമല്ല. ഉം. മനഃശാസ്ത്രം കൂടി അറിഞ്ഞിരിക്കണം. എന്നിട്ട് അതിന്റെ റിസൾട്ടും ഓക്കെ ആവണ്ടേ? നിങ്ങളുടെ മനഃശാസ്ത്രം എനിക്ക് അറിഞ്ഞിരിക്കണം. അതെ, അതെ. നിങ്ങൾ കഴിക്കാൻ വരുമ്പോ ഉം. ഞാനൊരു മെനു വായിച്ച് നിങ്ങൾ പറയുന്നു മെനു ഒന്നും എനിക്ക് നോക്കാൻ നേരമില്ല, ഉം. നിങ്ങൾ എന്താ ചേട്ടാ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാ, ഇവിടെ നിന്ന് കുഴിമന്തി ഉണ്ട്. ഉം. നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ ഒരിക്കൽ പോലും കഴിച്ചിട്ടില്ലാത്തൊരു സാധനമായിരിക്കും ഈ കുഴിമന്തി. ഉം. നിങ്ങൾ അതിനെപ്പറ്റി അറിയില്ല. ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരണം, ഇതാണത് സാധനം. നിങ്ങൾക്കത് ഇഷ്ടാവുമെന്ന് നിങ്ങൾക്കറിയണം. അപ്പം ഞാൻ നിങ്ങളുടെ മനഃശാസ്ത്രം പഠിച്ചിരിക്കണം. നിങ്ങൾ എവിടുന്ന് വരുന്ന ആളാണ്, നിങ്ങൾ സ്പൈസി ഇഷ്ടമുള്ള ഒരാളാണോ, നിങ്ങൾക്ക് സ്പൈസി ഇഷ്ടമില്ലാത്ത ഒരാളാണോ, നിങ്ങൾ ഏത് ഇതിലാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ നല്ല വിശന്നിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കാനുള്ള സമയം ഇത്ര ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വിശപ്പ് പകുതി കെട്ടും. അപ്പം ഞാൻ പറയും, ഇപ്പം ഇന്നതാണ് ആയത്, നിങ്ങൾക്ക് ഇന്നത് കൊണ്ടുതരട്ടെ, അല്ലെങ്കിൽ ദോശയും സാമ്പാറും ഉണ്ട് ഇവിടെ, നിങ്ങൾക്കത് കൊണ്ടുതരട്ടെ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ അയാൾക്ക് ആ ദോശയും സാമ്പാറും ഇഷ്ടമായിരിക്കാം. അതല്ല, ഒരു അറബി നാട്ടിൽ ഒരുപാട് കാലം നിന്ന് വന്ന ഒരാളാണ്. അയാൾ പറയാണ്, എനിക്ക് ഫുഡ് വേണം, വല്ലാണ്ട് വിശക്കുന്നു, നല്ല മീൻ മുളകിട്ട കറിയും വേറെ എന്തെങ്കിലും ഉണ്ട്, ഞാനത് കൊണ്ടു തരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്കത് കഴിക്കാൻ പറ്റില്ല. അയാൾ എത്രയോ കാലങ്ങളോളമായിട്ട് സ്പൈസി കഴിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ആ ഒരു മാനസികാവസ്ഥയും വലിയ ഇമ്പോർട്ടൻ്റ് ആണ് പാചകത്തിൽ. നിങ്ങളുടെ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ഭക്ഷണം തന്നാൽ ഭക്ഷണത്തിന്റെ രുചി നിങ്ങൾക്കും ആസ്വദിക്കാൻ പറ്റില്ല. അപ്പം കംപ്ലൈന്റ് വരും. അങ്ങനെയാണ് ആ ഒരു കംപ്ലൈന്റ് വരുന്നത്. ഒരാളുടെ ഇഷ്ടം അറിഞ്ഞ് ഇഷ്ടത്തിനൊത്ത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റാതെ വരികയും നിങ്ങൾക്ക് വിളമ്പി തരാൻ പറ്റാതെ വരികയും ചെയ്യുമ്പോഴാണ് ഒരു ഭക്ഷണത്തിന് കംപ്ലൈന്റ് വരുന്നത്. നിങ്ങളുടെ മനസ്സറിഞ്ഞിട്ട് വേണം ഞാൻ വിളമ്പാൻ. ഇതുവരെ പാചകത്തില് എന്താണ് ഏറ്റവും കൂടുതൽ തയ്യാറാക്കാൻ ഇഷ്ടമുള്ള ഒരു സംഭവം? എനിക്ക് സദ്യയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാക്കാൻ. വിവിധ തരം പായസങ്ങള്, വിവിധ തരം സദ്യകള്. അതിപ്പോ 51 101 എനിക്ക് ഒരു പ്രശ്നമില്ല. ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ശരിക്ക്. എന്തുകൊണ്ടായിരിക്കും അതിനോട് ഇത്ര കണക്ട്? ഒന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ചെറുപ്പത്തിലേ കണ്ടത്, ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ മീനും ഇതൊന്നും വാങ്ങി ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങളൊരു ഗ്രാമത്തിലാന്ന് പറഞ്ഞല്ലോ, അവിടെ മത്സ്യം ഒന്നും അങ്ങനെ കിട്ടാത്തൊരു ഇതായിരുന്നു. പിന്നെ അച്ഛൻ്റെ നാട്ടിലാണ്, അച്ഛനാണ് അന്നും അമ്മയുടെ ഞങ്ങളെ വീട്ടിൽ തന്നെ എൻ്റെ അനിയനൊന്നും ചെറുപ്പത്തിൽ മീനേ കൂട്ടില്ലായിരുന്നു. ചില മീൻ അനിയൻ തീരെ മീൻ കൂട്ടില്ലായിരുന്നു. അവനെപ്പോഴും തൈരും ഇതൊക്കെയാ. അപ്പൊ അച്ഛന് മാത്രം വേണ്ടിയിട്ടാണ് മീന് പലപ്പോഴും. ഞങ്ങൾക്കൊക്കെ അങ്ങനെ മീൻ വേണമെന്നൊന്നും ഇല്ലായിരുന്നു ചെറുപ്പത്തില്. പിന്നെ വളർന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ മീനൊക്കെ നമ്മൾ വലിയ മീനൊക്കെ കാണാൻ തുടങ്ങി. അന്ന് വീട്ടിലൊക്കെ വാങ്ങിയ ചെറിയ എന്തെങ്കിലും മീന്, അതിലൊക്കെ നമ്മൾ എന്താ പറയാ, സംതൃപ്തരായിരുന്നു. വലിയ മീനൊക്കെ ഞാൻ കാണുന്നത് സത്യത്തിൽ ഹോട്ടലിൽ വന്നതിൻ്റെ ശേഷം. വലിയ അയക്കോരയും വലിയ ആവോലിയൊക്കെ കാണുന്നത്. നമ്മൾ കാണുന്ന അയല, മത്തി, നെത്തോലി, ചെമ്മീൻ, അങ്ങനത്തെ ചെറിയ മീനുകളൊക്കെ നമ്മൾ കാണാറുള്ളൂ. അപ്പൊ നമ്മൾ ബുഫേന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ എനിക്കൊരു അതിൽ തോന്നിയൊരു കാര്യമാണ്, ഇപ്പോ ഈ സിറ്റികളിലൊക്കെ ഓക്കെ, കുറച്ചുകൂടി ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോഴേ ആളുകൾ ഈ നമ്മൾ ഭക്ഷണം
കഴിച്ചത് കൊണ്ട് രണ്ടാമത് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അങ്ങനെ ചെയ്യാറില്ല ആൾക്കാര്. അതെ, അതെ. ശരിക്ക് ആക്ച്വലി ഇല്ലേ ബുഫേല് നമ്മള് പ്ലേറ്റുകൾ വെക്കും, ടിഷ്യൂ വെക്കും. ആക്ച്വലി ബുഫേയൊക്കെ എല്ലാവരും സ്പൂൺ കൊണ്ട് കഴിക്കുന്നവരാണ്. ആ. നമ്മള് നാട്ടുകാരാണല്ലോ കൈകൊണ്ട് അതെ. കഴിക്കുന്നത്. അപ്പൊ അവർക്ക് ഈ ഒരു കൈ കൊണ്ട് പിന്നെയും പോയി എടുക്കണ്ട. പക്ഷെ ഇപ്പൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താ നമ്മള് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത പ്ലേറ്റ് ആ പ്ലേറ്റിൽ ഒരിക്കലും വേസ്റ്റ് ഉണ്ടാവരുത്. നമ്മള് എടുത്ത പ്ലേറ്റിൽ വേസ്റ്റ് നമുക്ക് ഒരു ചപ്പാത്തി മതി. ഉം. എന്നാൽ ഒരു ചപ്പാത്തി എടുക്കാനേ പാടുള്ളൂ. നമുക്ക് വീണ്ടും വേണോ? വീണ്ടും നമുക്ക് എടുക്കാം. പക്ഷെ ഈ ഒരു ചപ്പാത്തി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല ചിലപ്പോൾ. അപ്പൊ അത് അതിൽ ബാലൻസ് ഇട്ടിട്ട് നമ്മൾ അടുത്ത പ്ലേറ്റ് എടുക്കും. അപ്പൊ നമ്മൾ ഇരിക്കുന്ന ടേബിൾ മൊത്തം മെസ്സിയായി. ഉള്ള എല്ലാ ഭക്ഷണങ്ങളും ആ ടേബിളിലായി. അപ്പൊ നമുക്കറിയാം നമ്മുടെ വയറ് എനിക്ക് നിങ്ങളുടെ വയറ് എനിക്കറിയുന്നതിനേക്കാളും നിങ്ങൾക്കാണ് അറിയാം നിങ്ങളുടെ കപ്പാസിറ്റി അല്ലേ? അവനവനാണ്. ഞാൻ പറയും നമ്മള് ലോകത്തിൽ നമുക്ക് ഏറ്റവും ഇപ്പൊ എനിക്ക് അവനെ ചെറുപ്പത്തിലേ അറിയാം, അവനെ അറിയാത്തതില്ല എന്നുള്ളത് ചില ആൾക്കാർ പറയും. അപ്പൊ ഞാൻ പറയും നിനക്ക് നിന്നെ അറിയുന്നത് പോലെ ലോകത്ത് വേറെ ആരാൾക്കും അറിയില്ല. നിന്റെ ഓരോ മൂഡ് ചേഞ്ചും നിനക്കാണ് അറിയാം. അതുപോലെ തന്നെയാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. നിനക്ക് എന്ത് ഭക്ഷണം വേണമെന്ന് നിനക്കറിയാം, എത്ര കഴിക്കണം എന്ന് നിനക്കറിയാം, എപ്പം കഴിക്കണം എന്നുള്ളത് നിനക്കറിയാം, എന്തിന് കഴിക്കണം എന്നുള്ളതും നിനക്കറിയാം. അപ്പോഴെന്തിനാണ് നമ്മൾ ഈ ഒരു രീതി തുടരണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ഭക്ഷണം വേസ്റ്റ് ആക്കുന്നത്. ഞങ്ങളോട് എപ്പോഴും ഗസ്റ്റ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ഫുഡൊക്കെ എന്താ ചെയ്യാൻ? നമ്മൾ ഔട്ട് ചെയ്യുക. നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും മണിക്കൂറുകളോളം ആളുകളുടെ അടുത്ത് വെച്ച ഭക്ഷണം നമ്മൾ റീയൂസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആണത്. ഇപ്പൊ ഇത്രയും വലിയ ഹോട്ടലുകളിൽ ഈ ഒരു ദിവസം രാത്രി 12 മണി വരെയൊക്കെ ആണല്ലോ റെസ്റ്റോറന്റ് പ്രവർത്തിക്കുക. ഈ 12 മണി വരെ ചൂടോടുകൂടി ഫുഡ് നിലനിർത്തണം. 12 മണിക്ക് ക്ലോസ് ചെയ്യുമ്പോൾ ഈ ബാലൻസ് വന്ന ഫുഡൊക്കെ എല്ലാം ഔട്ട് ചെയ്യും. അതാണ് അതിന്റെ സിസ്റ്റം. അതന്നെയാണ് അതിന്റെ സിസ്റ്റം. കാരണം നമ്മളെ ഇന്ത്യൻ ഫുഡ്, സൗത്ത് ഇന്ത്യൻ ഫുഡ് ആണെങ്കിൽ അത് 3 hours നമ്മൾ പറയും. 3.5 hours കഴിഞ്ഞാൽ ആ ഭക്ഷണം സ്പോയിൽ ആവാൻ മാത്രമല്ല, ഒരു പക്ഷേ ആ ടെമ്പറേച്ചറിൽ ഇരിക്കുന്നതുകൊണ്ട് അത് സ്പോയിൽ ആവില്ല, പക്ഷെ അതിന്റെ ക്വാളിറ്റി നഷ്ടമാവും. അപ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ച സാധനം 70-75 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മുടെ ഫുഡ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ മാത്രമേ നമുക്ക് സെർവ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. 35 ഡിഗ്രി സെൽഷ്യസിന് താഴേക്ക് വരുമ്പോൾ ഫുഡ് കണ്ടാമിനേഷനായി, ഫുഡ് പിന്നെ സെർവ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഈ 70, 72, 75 ഡിഗ്രിയിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഈ ഒരു ഭക്ഷണത്തിന്, ആ ചൂട് കൺട്രോൾ ചെയ്തിട്ട്. അപ്പം ഈ ഒരു സാധനം 3.5 മണിക്കൂർ 4 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വന്നു, ഓവർ ബോയിലായി, ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നിന്ന് മാറിയത്. അപ്പോൾ ആളുകൾ കംപ്ലൈൻറ്റ് പറയാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞങ്ങളുടെ പോലെയുള്ള ഹോട്ടലുകൾ എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരു 3 പോർഷൻ ഇടാൻ പറ്റിയ പാത്രമാണ് ഞങ്ങളത്. 3-4 പോർഷനേ ആ പാത്രത്തിൽ കൊള്ളുള്ളൂ. ആകെ എനിക്ക് തോന്നുന്നു 1 കിലോൻ്റെ എങ്ങാണ്ട് പാത്രമാണത്. അതിലൊരു 3 പോർഷൻ 4 പോർഷൻ. അപ്പൊ അത് ആൾക്കാർ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത പോർഷൻ അതിലിടുള്ളൂ. അതിന്റെ ആ ടേസ്റ്റും ചൂടും ഒക്കെ. അതെ. പിന്നെ നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ അതാണ് ചിലപ്പോൾ നിങ്ങൾ ബുഫേ എംറ്റി ആയിരുന്നു. പലപ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്നൊരിത് എംറ്റി ആയിരുന്നു. ഞങ്ങൾ മെഡാലിയയിലൊക്കെ കണ്ടിട്ട് ബുഫേ എംറ്റി ആയിരുന്നു. ഈ എംറ്റി ആയിരുന്നു എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ബുഫേ എംറ്റി അങ്ങനെ ആവുമല്ല. ബുഫേ നമ്മൾ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുള്ള സമയം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നമ്മളെ റോബോട്ടുകളൊന്നും അല്ല നമ്മൾ അവിടെ റീഫിൽ ചെയ്യുന്നത്, മനുഷ്യരാണ്. അവർ ഈ പാത്രം ഇവിടുന്ന് എടുത്തു കൊണ്ടുപോയി വേറൊരു പാത്രത്തിൽ എടുത്തു വെച്ച സാധനം റീഹീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന ചൂടില് നിങ്ങൾ കഴിക്കാൻ പാകത്തിന് ഞങ്ങൾ അവിടെ ഇടണം. അതിനുള്ള ടൈമാണ്. അതിന് ചില ആളുകൾ ഫോട്ടോ എടുത്ത് മെഡാലിയകൾ, ഞങ്ങൾ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോയി 4000 രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്, പക്ഷേ ബുഫേയിലൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ കിട്ടുന്ന കമൻ്റാണത്, ബുഫേയിലൊന്നും ഇല്ലായിരുന്നു. ആക്ച്വലി ബുഫേയിൽ ഇല്ലാണ്ട് നിങ്ങൾ 100 പേര് ഒന്നിച്ച് വരുമ്പം 100 പേരും 100 ഗ്രാം വീതം എല്ലാ ഫുഡും എടുക്കുമ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് ആകെ ഒരു 500 ഗ്രാം ഫുഡാ. ഈ 500 ഗ്രാം ഫുഡ് 5 പേര് എടുക്കുമ്പോഴേക്കും തീരും. പിന്നെ നമുക്ക് റീഫിൽ ചെയ്യാനുള്ള സമയം വേണ്ടേ? പിന്നെ ഒരുപാട് ഐറ്റംസ് കൂടുതലും എന്തോ ഒരു ഐറ്റം ഇടുന്നതാണ് നമ്മൾ. എത്രയോ അവിടം തൊട്ട് ഇവിടം വരെ നമ്മൾ ഏകദേശം ഒരു ദിവസം 45. ശരിക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആളുകൾക്ക്. എന്താണ് സംഭവിക്കുന്നത്? അത് ചിലപ്പോൾ ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾക്ക് പോലും ഇല്ല. ഞങ്ങളടുത്തൊക്കെ വന്നിട്ട് ചില ആളുകൾ പറയും റൊട്ടി ഓർഡർ ചെയ്യും. തന്തൂരി അടുപ്പില് അകത്ത് റൊട്ടി വേവണമെങ്കിൽ ചുരുങ്ങിയതൊരു 8-10 മിനിറ്റ് വേണം. ആ ഡോ നമ്മളെടുത്ത്, നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന സാധനമല്ല, ഡോ നമ്മളെടുത്ത് പരത്തി ക്ലേ പോട്ടിൽ അടിച്ച് അത് ചൂടായി അത് വെന്ത് അത്
വീർത്ത് വന്നാൽ മാത്രമേ വെന്തെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ല പച്ച നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴും ഞങ്ങൾക്ക് ലേറ്റായി, അപ്പം ലേറ്റായി, ദോശ ലേറ്റായി. നമ്മളെ വീട്ടില് ഞാൻ പറയും, ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഒരിക്കൽ പോലും അവരുടെ അടുക്കളയിൽ കയറിയിട്ടുണ്ടാവില്ല. ഒരിക്കൽ പോലും അവരുടെ ഭാര്യ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ല. ചെന്നിരിക്കുമ്പോഴേക്ക് ചായ എന്ന് പറയുമ്പോഴേ ചായ കിട്ടണം. ഇതൊക്കെ ഞങ്ങൾ ഫേസ് ചെയ്യുന്നതാണ്. ഇവിടെ വേറൊരു എനിക്ക് തോന്നിയിരിക്കണേ, വിശന്നാലാണ് ആളുകൾ പെട്ടെന്ന് റെസ്റ്റോറൻറ്റിലേക്ക് ഓടിക്കയറുന്നത്. അതെ അപ്പോൾ ആ വിശപ്പ് നിലനിൽക്കുകയാണ്. അതെ അപ്പൊ പെട്ടെന്ന് കിട്ടണം. അതെ അപ്പോൾ ക്വാളിറ്റി കുറയും അല്ലേ? അങ്ങനെ പിന്നെ സ്വാഭാവികം നമ്മൾ സംഭവിക്കണം. സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾക്കൊന്നും ഈ ഒരു ഭക്ഷണം ഒന്നും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ റീഹീറ്റ് ചെയ്ത് കൊടുക്കുന്ന. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ മെനുവിലുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ രാവിലെ നമുക്കിപ്പോൾ നമ്മുടെ മെനുവിൽ ചിക്കൻ കറി ഉണ്ടാവാം, ഫിഷ് കറി ഉണ്ടാവാം, പിന്നെ റൈസ് ഉണ്ടാവാം, പിന്നെ വേറെ എന്തെങ്കിലും തോരൻ, അവിയൽ. അപ്പം നമ്മളിതൊരു പെർട്ടിക്കുലർ ഐറ്റം, പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കി വെക്കും. അതിനാണ് ഇത്ര മണി തൊട്ടിട്ട് ഇത്ര മണി വരെ, ലഞ്ച് ഇത്ര മണി തൊട്ടിട്ട് ഇത്ര മണി. ആ സാധനം ഉണ്ടാക്കി വെച്ചിട്ട് ആ സാധനം ഈ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവർക്ക് എന്നാലും അവരുടെ ടേബിളിൽ പ്ലേറ്റ് ഇടണം. കുറേ പ്രൊസീജിയർ ഇല്ലേ? പ്ലേറ്റ് ഇടണം, ഗ്ലാസ് വെക്കണം, വെള്ളം വെക്കണം. എന്നതിന് ശേഷം ഈ ഫുഡ് നമ്മൾ വിളമ്പി അവരുടെ മുന്നിൽ എത്തിക്കാൻ പറ്റൂ. അപ്പൊ ചുരുങ്ങിയത് നമുക്കൊരു 20 മിനിറ്റ് വേണം. ശരിക്കും അതിന്റെ ഒരു ആസ്വദിച്ച ആ ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഇത് കിട്ടുക. എന്ന് വെച്ച് നമ്മൾ ഒരിക്കലും ഒരുപാട് ചൂടുള്ള ഒരു ഭക്ഷണവും നമ്മൾ കഴിക്കാൻ പാടില്ല. നമ്മുടെ ബോഡീൻ്റെ ഹീറ്റിനേക്കാൾ കുറച്ചൊരു കൂടുതലുള്ളത് മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ എന്നാണ് ശരിക്കും പറയുന്നത്. നല്ല ചൂടുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മളെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ നശിച്ചു പോകും. ഭയങ്കര ചൂട്, ഭയങ്കര തണുപ്പ് കഴിക്കുമ്പോഴും നമ്മൾ ഐസ്ക്രീമൊക്കെ നുണഞ്ഞ് കഴിക്കാനാണ് പറയുന്നത്. കാരണം നമ്മുടെ ബോഡി ഹീറ്റിനുമായിട്ട് അത് ഇതാകുമ്പോൾ ടാലി ആവുന്ന സമയത്താണ് നമ്മൾ ഇറക്കാൻ പാടുള്ളൂ എന്നാ. നല്ല തണുപ്പോട് കൂടി നമ്മൾ ഇറക്കാൻ പാടില്ല. ചില ആൾക്കാർക്ക് തൊണ്ടയ്ക്ക് അപ്പം പ്രശ്നവും വരും. അപ്പം ഈ എന്ത് സാധനവും കഴിക്കേണ്ട ഒരു രീതിയുണ്ട്, കഴിക്കേണ്ട സമയമുണ്ട്. ഞാൻ പറയും, ഈ അർദ്ധരാത്രിക്ക് ആളുകൾ മോരും ചോറും കഴിക്കും. മോരെന്ന് പറയുന്നത് പ്രോബയോട്ടിക് നല്ലതാണ്, തൈര് പ്രോബയോട്ടിക് ആണ്. പക്ഷെ രാത്രി മോരും ചോറും കഴിച്ചു, അതിൻ്റെ കൂട്ടത്തിൽ ചിക്കനോ ഫിഷോ അല്ലെങ്കിൽ പ്രോൺസോ കഴിച്ചു, രാത്രിയാകുമ്പം നമ്മൾ പറയും ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് വയറുവേദന, അസ്വസ്ഥത, ഗ്യാസ്ട്രൈറ്റിസ്, ഒരുപാട് പ്രശ്നം വരും. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, പണ്ടുള്ള ആൾക്കാർ പറയുന്നത് മോര് രാത്രി കഴിക്കരുതെന്നല്ലേ. അതിനൊക്കെ സയൻറ്റിഫിക് ആയിട്ട് ഒരുപാട് വശങ്ങളുണ്ട്. നമ്മുടെ ശരീരം ഏറ്റവും കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരിക്കുന്ന സമയമാണ് നമ്മൾ ഉറങ്ങുന്ന സമയം. നമ്മുടെ ആമാശയമൊക്കെ ഒന്ന് ജോലി നിർത്തി ഒന്ന് പതുക്കെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഹെവി ആയിട്ടുള്ളൊരു ഫുഡ് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പം ഈ പുളിരസം, മസാലകൾ, ഇതൊക്കെ അധികം ചെല്ലുന്ന സമയത്ത് ഈ ഡൈജഷൻ ഭയങ്കര ബുദ്ധിമുട്ടിലാവും. ഈ ഡൈജഷൻ ഭയങ്കര ബുദ്ധിമുട്ടിലാവുന്ന സമയത്ത് ദഹിക്കാത്ത ഭക്ഷണം നമ്മുടെ കുടലിലേക്ക് വരും. കുടലിലേക്ക് വന്നിട്ട് അവിടെ നമുക്ക് ഗ്യാസ് ഫോം ചെയ്യും. അപ്പോഴും നമുക്ക് ഇത് ദഹിക്കൂല. ഈ മോര് കൂട്ടി കഴിച്ച സാധനം ചോറ് പോലെ ഉണ്ടാവും. കുറേ ടൈം പിടിക്കും പുളിയോട് ചേർന്ന് ഭക്ഷണം ദഹിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, എവിടെ പോയാലും ചോറും മീൻകറിയും അല്ലെങ്കിൽ ചോറും പരിപ്പ് കറിയും അല്ലെങ്കിൽ ചോറ് സാമ്പാറും കിട്ടണം. അതായത് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഒരു യാത്ര പോയി അസാമിലേക്കോ അല്ലെങ്കിൽ കശ്മീരോ അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോയാലും ആളുകൾ ഇപ്പൊ അവരുടെ ഭക്ഷണം കഴിക്കുക. അതെ. പിന്നെ വീണ്ടും അതെന്താ ഒരു നമ്മുടെ മലയാളികൾക്ക് മാത്രം പ്രത്യേകത? നമ്മളെ മലയാളിന്റെ മാത്രം പ്രത്യേകതയല്ല. ഇപ്പൊ നോർത്ത് ഇന്ത്യൻ ആണെങ്കിൽ അവൻ ഒരു ദിവസമേ നമ്മുടെ ഭക്ഷണം കഴിക്കും. പിന്നെ അവർ കഴിക്കുന്ന അവരുടെ ദാലും വൈറ്റ് റൈസും, അവരുടെ റൊട്ടി, നാനും, ബട്ടർ ചിക്കൻ അല്ലെങ്കിൽ പനീർ ബട്ടർ മസാലയോ, ദാല്. ഒരു സാധാരണ രീതിയിലുള്ള ആൾക്കാരാണ് അവർ. ദാലാണ് അവരുടെ ഇഷ്ടപ്പെട്ട ആഹാരം, ദാലു റൊട്ടി. നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് ശീലിച്ചതാണ് ചോറെന്ന് പറയുന്ന സാധനം. പക്ഷെ ഇപ്പൊ കുറെയൊക്കെ ആളുകൾ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. അന്നും വിചാരിച്ചിട്ട് നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഇല്ലാണ്ട് നമ്മുടെ മെറ്റബോളിസം നടക്കില്ല. നമ്മുടെ ദഹന പ്രക്രിയകളൊക്കെ റെഡി ആവണമെങ്കിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആവശ്യം. ചെറുപ്പം മുതൽ ശീലിച്ചതുകൊണ്ട് ശീലിച്ചത് കൊണ്ട് നമുക്കത് വേണം. അപ്പൊ അവരുടേതായ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നു. അവരുടെ ക്ലൈമറ്റ് അങ്ങനെയാണ്, നമ്മുടെ ക്ലൈമറ്റ് ഡിഫറെന്റ് ആണ്. അമേരിക്കയിലുള്ള ഒരാൾക്ക് നമ്മൾ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കൊടുത്താൽ അവർ കഴിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ആസ്വാദനം കൂടെ. ഒരു തലത്തിൽ അത് വിശപ്പ് അടക്കുക എന്നുള്ളത്, രണ്ടാമത്തെ തലത്തിൽ ഒരു ആസ്വാദനമാണ്.
അപ്പോൾ നമ്മളിപ്പോൾ ഒരു യാത്ര പോയി ഇടുക്കിയോ മൂന്നാറൊക്കെ ആ ഒരു ചെരുവിൽ നിന്ന് ഒരു കട്ടൻ ചായയൊക്കെ കുടിക്കുമ്പോൾ കിട്ടുന്ന അത് ശരിക്കും ഒരു ആസ്വാദനമല്ലേ നമ്മള് നമുക്ക്? അത് ഓരോ വ്യക്തികളുടെ ഉള്ളിലും ഭക്ഷണത്തിനെ കുറിച്ച് കുറേ ധാരണകളുണ്ട്. ഇപ്പൊ സങ്കല്പങ്ങൾ. സങ്കല്പങ്ങളുണ്ട്. ഇപ്പം നമ്മള് പറയും നമ്മള് ഇപ്പം ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് നല്ല ചൂട് കട്ടൻ കാപ്പിയും അല്ലെങ്കില് നല്ല കപ്പ ചെണ്ട മുഴുങ്ങിയതും കാന്താരി മുളകും അതൊരു ഒരു വികാരാണ്. അതെ. നമ്മുടെ യഥാർത്ഥ ഒരു മലയാളിയുടെ അല്ലെങ്കിൽ അവരുടെ ഒരു പൊറോട്ടയും വികാരാണത്. പൊറോട്ടയും ബീഫും അല്ലെങ്കിൽ തട്ടുകടയിലോ അല്ലെ ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ പഴംപൊരി, അതെ. അതല്ലേ പരിപ്പ് വട. പരിപ്പ്. അതെ. ഇതൊക്കെ ഒരു വികാരമാണ്. അവരുടെ മനസ്സിൽ തറഞ്ഞു പോയ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സാൻഡ്വിച്ചും ബർഗറും കഴിക്കാൻ തോന്നില്ല. ഇല്ല. അതെ. നമ്മുടെ അത് വികാരമാണ്. ആസ്വാദനം എന്നുള്ള ഗണത്തിൽ അതെ പെടുത്താം അല്ലേ? അതെ നമ്മൾ ആ ഒരു എന്താണ് ചില വികാരങ്ങളോട് നമ്മളങ്ങ് അടിമപ്പെട്ടു നമ്മുടെ പോവാണ്. ജോൺസൺ മാഷ് പറഞ്ഞ പോലെ മഴ. മഴ. എന്റെയൊക്കെ എനിക്ക് മഴ കൊള്ളാൻ ഭയങ്കര ഇഷ്ടാ. മഴയത്ത് ഞാൻ എല്ലാ വർഷത്തെയും മഴ ഞാൻ കൊള്ളും. എന്താ അറിയില്ല ഞാൻ കുട്ടിക്കാലത്തേക്ക് പോകുന്ന പോലെയോ. ഞാൻ മിക്കവാറും ഇങ്ങോട്ട് വരുമ്പോൾ റെയിൻകോട്ട് ഇടൂല. ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മാത്രമേ റെയിൻകോട്ട് ഇടുള്ളൂ. ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ റെയിൻകോട്ട് ഇടൂല. പിന്നെ മഴ കൊള്ളുകയാണെങ്കിൽ എനിക്കത് ഭയങ്കര ആസ്വാദനം. മഴയെ എന്നും സ്നേഹിക്കുന്ന ഒരാളാണ്. മഴയും പുഴയും വയലും ഒക്കെ എൻ്റെ വല്ലാത്ത ഒരു എന്താ പറയാ അതിന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അങ്ങ് പതിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഈ യാത്രക്കിടയിൽ ഇപ്പൊ എത്ര വർഷമായി ശരിക്കും? 40 വർഷം. 40 വർഷമായി ഈ മേഖലയിൽ. ഇതില് ഞാൻ ഓൾറെഡി റിട്ടയർമെന്റ് ആണ്. പക്ഷെ അത് നമുക്ക് ഇതിന് ശരിക്കും റിട്ടയർമെന്റ് ഇല്ലല്ലോ. ഇല്ല റിട്ടയർമെന്റ്. ഇത് ഡോക്ടറെ പോലെയാണ്. ഈ പണ്ടത്തെ വൈദ്യന്മാരില്ലേ മൂത്ത് ആഴുമ്പോഴാണ് അവരുടെ പവർ കൂടുക. അതെ. നല്ല ആരോഗ്യം വേണം. അതെ. ശരിക്കും സക്സസ് ആയി എന്ന് പറയാം. അങ്ങനെ ഒരു തോന്നലേ? ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ 57 വയസ്സ് കഴിഞ്ഞു. ഞാൻ എൻ്റെ ഒരു 7 വയസ്സ് വരെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ലെങ്കിലും കുറച്ച് ഓർമ്മകളേ ഉള്ളൂ. കുട്ടിക്കാലവും ഒക്കെ അപ്പോഴൊക്കെ ഭക്ഷണത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ഓർമ്മകളാണ് എനിക്ക്. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള കല്യാണം, മുസ്ലിം കല്യാണങ്ങൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇവർ ദമ്മ് പൊട്ടിക്കുന്നത് കാണണം, ബിരിയാണി ദം ചെയ്യുന്നത് കാണണം. അന്നിപ്പോൾ സാധാരണക്കാരുടെ വീട്ടിലാണെങ്കിൽ സാദാ ചോറും ചിക്കൻ കറി. നമ്മളെ ഹിന്ദുസിൻ്റെ വീട്ടിലൊന്നും ഇത് ഉണ്ടാക്കൂല. കല്യാണത്തിനൊക്കെ സദ്യ തന്നെയാവും. ഒരാഴ്ച കല്യാണം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പച്ചക്കറി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ മുസ്ലിം വീടുകളിൽ നമ്മളെ വീടിൻ്റെ ചുറ്റും മുസ്ലിംസ് ആയിരുന്നു. അപ്പം ഇനി അവൾ ഇങ്ങോട്ട് പോരില്ല എന്ന് പറയും അമ്മ. അവിടെ ചുറ്റിപ്പറ്റി നിൽക്കും ഞാൻ. ഇവർ കറിക്ക് അരിയുന്നതും ഉള്ളി പൊളിക്കുന്നതും ഒക്കെ നോക്കിയിട്ട്. സാധാരണക്കാരാണെങ്കിൽ ചോറും ചിക്കൻ കറി ഉണ്ടാവും. അല്ല ഇച്ചിരി കൂടെ മെച്ചപ്പെട്ട ആൾക്കാരാണെങ്കിൽ നെയ്ച്ചോറും. അന്ന് ഈ ലഗോൺ കോഴി ഇല്ല, ഈ ബ്രോയിലർ കോഴിയൊന്നും വരാൻ തുടങ്ങിയില്ല. ബിരിയാണിയൊക്കെ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഒരു 30 വർഷമായിട്ടൊക്കെ ഉണ്ടാവുള്ളൂ ഞങ്ങളുടെ നാട്ടിൽ. ബിരിയാണി വന്നത് എവിടെന്നാണ് ശരിക്കും? അത് നമ്മുടെ അറബി പേർഷ്യനാണ്. ബിരിയൻ എന്ന് പറയുന്ന ഒരു പേർഷ്യൻ വേർഡിൽ നിന്നാണ് ബിരിയാണി എന്ന് പറയുന്നതിൻ്റെ തുടക്കം. അപ്പം അത് ശരിക്കും ആ ബിരിയാണി എന്ന് പറയുന്ന ഒരു ഈസി ഫുഡ് എന്നാണ് അതിൻ്റെ. കാരണം ഒരു ഈസി കോൺസെപ്റ്റാണ്. ചിക്കനും വെജിറ്റബിളും കൂടി ഇട്ട് വേവിക്കുന്ന ഒരു സാധനം, ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം, ഉണ്ടാക്കാൻ എളുപ്പം, പെട്ടെന്നാവുന്ന സാധനം. ഭയങ്കര ഇഷ്ടമുള്ള അതിന്റെ ഒരു ഫ്ലേവർ ആണല്ലോ എല്ലാവരും പിടിച്ച്. അതെ. ബിരിയാണി തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ബിരിയാണി ആയിപ്പോ അല്ലേ? മലബാറിലെത്തുമ്പം അറബികളുടെ കടന്നുകയറ്റം ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് മലബാർ മേഖലയിലായിരുന്നു. അപ്പം മലബാർ ബിരിയാണി, തലശ്ശേരി ദം ബിരിയാണി, ഫ്രൈഡ് ബിരിയാണി, തലപ്പക്കട്ടി ബിരിയാണി, മാഞ്ഞാലി. അപ്പൊ ഓരോരുത്തർ പേര് ആയപ്പോ ബിരിയാണി എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വന്നു. അപ്പൊ എനിക്ക് ബിരിയാണിനേക്കാൾ ഇഷ്ടം എനിക്ക് ഗീ റൈസും ചിക്കൻ സ്റ്റ്യൂ ആണ്. എനിക്ക് ബിരിയാണി അത്ര എന്നെ സ്വാധീനിച്ചിട്ടൊന്നുമില്ല. എനിക്ക് എൻ്റെ നാട്ടിലെ നിങ്ങളുടെ മുസ്ലിം കല്യാണങ്ങളിൽ കൊടുക്കുന്ന ചിക്കൻ സ്റ്റ്യൂ അല്ലെങ്കിൽ മട്ടൻ സ്റ്റ്യൂ, നെയ്ച്ചോറും ഇന്ന് വരെ നമ്മൾ എത്ര ഉണ്ടാക്കിയാലും എനിക്ക് ആ ഒരു ടേസ്റ്റിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഭയങ്കര ടേസ്റ്റാണ്. പറയുമ്പോൾ വലിയ ആർഭാടങ്ങളൊന്നും അതിൽ ചേർക്കുന്നില്ല എങ്കിലും. പക്ഷേ ഇതില് ഈ കൈപുണ്യത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഭക്ഷണത്തിൽ? അതങ്ങനെയൊന്ന് പറയുന്നുണ്ട്. അത് സയന്റിഫിക് ആയിട്ട് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല. എങ്കിൽ പോലും ഞാൻ ഒരു പർട്ടിക്കുലർ ഐറ്റം, ഇപ്പം ഒരു ചമ്മന്തി അരയ്ക്കാൻ മുളക്, ഉള്ളി, പുളി ഒക്കെ നിങ്ങളെ കയ്യിലും തന്നു, എൻ്റെ കയ്യിലും തന്നു, ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ കയ്യിലും കൊടുത്തു. ഈ 4 പേര് അരച്ചാലും 4 ടേസ്റ്റ് ആയിരിക്കും. അത് അതിൻ്റെ ടൈമിങ്, അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി, അതുകൊണ്ട് അരയ്ക്കുന്ന രീതി. ഇപ്പൊ ചിലർ നല്ലോണം അങ്ങോട്ട് അരയ്ക്കും, ചിലരൊന്ന് ചതക്കുകയുള്ളൂ, ചിലർ കുറച്ച് വെള്ളം കൂട്ടും. ആ വേഗതയിലും പിന്നെ മനസ്സും എല്ലാം കൂടിയും ചെയ്യുമ്പോൾ അതുണ്ടോ?
അത് ഈ കൈപ്പുണ്യാണെന്ന് അതിന് പറയാൻ, അത് കൈപ്പുണ്യം എന്ന് അതിന് പേര് കൈപ്പുണ്യമാണെന്ന് പറയാൻ പറ്റില്ല. എന്താണെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല. ഇപ്പം എൻ്റെ കൂടെ തന്നെയുള്ള പിള്ളേർ പറയും, എന്തെങ്കിലും ഒരു സാധനം കേട് വരുമ്പോൾ പിള്ളേർ പറയും, ഷെഫ് ഇതൊന്ന് മിക്സ് ചെയ്യ് ഷെഫേ, ഉം, ഉം, അപ്പോൾ ശരിയാവും. അത് അത് ഒരു വിശ്വാസമാണോ ഉം. എന്താണ്? ഇന്നും ശാസ്ത്രലോകത്തിന് പോലും അത് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നോക്കിയാൽ ആയിരക്കണക്കിന് ചായക്കടകളുണ്ട്. ഉണ്ട് ഉപയോഗിക്കുന്നത് ഒരു ചൂടുവെള്ളം, അതെ പാല്, ചായപ്പൊടി. ചായപ്പൊടി. അത് പക്ഷെ ചിലർ AVT ഉപയോഗിക്കും, ആ, ചിലർ കണ്ണൻദേവൻ അതെ, ഉപയോഗിക്കും. എന്തായാലും ബ്രാൻഡിൽ ചായപ്പൊടി വ്യത്യാസം, ചായപ്പൊടി തന്നെ. ബ്രാൻഡിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും. എന്നാലും ചിലവരിട്ട ചായ ആ കുടിച്ച നമ്മുടെ ഒരു മനസ്സിൽ അത് അതെ, അതെ, കിടക്കൂലേ. അതെ. അതെന്താണ് അതെന്തോ ഒരു കുതിരത്തുണ്ട് അതെ സംഭവം ഉണ്ട്. അല്ലേ? അതെനിക്ക് ഓരോരുത്തർക്കും ഒരു തോന്നുന്നു കഴിവുണ്ട്. ഇതായിരിക്കും. കഴിവുണ്ട്, അതായിരിക്കും അല്ലാതെ കഴിവ് പറ്റില്ല. ഇപ്പൊ തന്നെയാണ്. ഡ്രൈവർമാരുണ്ടല്ലോ, വാഹനം ഓടിക്കുന്ന ചിലവര് വർഷങ്ങളോളം വാഹനം ഓടിച്ച് അപകടം സംഭവിക്കാത്ത എത്രയോ അതെ, 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 ഡ്രൈവർമാരുണ്ട് അല്ലേ. അതെ, അതെ. അതുപോലെ ഒക്കെ ആയിരിക്കാം അല്ലേ? ചിലർ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഉം, ആള് KSRTC റിട്ടയർഡ് ആയ ആളാണ്. ആളുടെ കൂടെ പോകുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കംഫർട്ടായിട്ട് വേറൊരാളുടെ കൂടെ പോയിട്ടില്ല. ഉം. കാരണം ഞാൻ കിടന്നുറങ്ങും ബാക്കിൽ. പുള്ളി ഡ്രൈവ് ചെയ്ത് എന്നെ ഭയങ്കര വീട്ടിലെത്തിക്കും. കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് അങ്ങനെ ഇരിക്കാം. വീട്ടിലെത്തുമ്പോൾ അതാ ഉം, വീട്ടിലെത്തിട്ടോ. ഉം. അത്രേ ഉള്ളൂ. പക്ഷെ എൻ്റെ അനിയൻ നല്ല ഡ്രൈവറാണ്. ഉം. പക്ഷെ അവൻ്റെ കൂടെ എനിക്ക് ഇരുന്നാൽ പോലും അത്ര ഒരു നമുക്കൊരു ഞാനിങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കും. ആ, വേറെ ആരുടെയും കൂടെ വണ്ടിയിലിരിക്കും. ആ, ആ. അയ്യോ ബസ് ഇതിലേ അത് വരുന്നുണ്ടല്ലോ, ബസ് മനസ്സിൽ അതിലേ നമുക്ക് അത്ര വരുന്നുണ്ടല്ലോ. വിശ്വാസം പക്ഷെ അല്ലേ? ഈ കക്ഷി ഉം, ഉം, 57 റിട്ടയർഡ് ആയ ആളാണ്. ഉം, പക്ഷെ ഏത് സ്ഥലത്തു കൂടിയും പുള്ളി വണ്ടി കൊണ്ടു. ഉം. ഇപ്പോ ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരുപാട് സെലിബ്രിറ്റികൾക്ക് പാചകം ചെയ്തു ഒത്തിരി കൊടുത്തിട്ടുണ്ടാവും. പേർക്ക് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ പിന്നെ പേഴ്സണലി അങ്ങനെ ഒരു മനസ്സിൽ തട്ടിയ ആളുകൾ ആയിരിക്കും എന്തെങ്കിലും കൊടുത്തിട്ട് യൂസഫ് അവര് അലിക്കാണ്. യൂസഫ് അലി. യൂസഫ് അലിക്ക. ആ. യൂസഫ് അലിക്കനെ വിട്ടിട്ടൊരു കളിയില്ല. കാരണം അദ്ദേഹം അടുത്ത് വന്നിട്ട് കൈ പിടിച്ചിട്ടാണ് ഈ അടുത്ത് എന്നെ കണ്ടപ്പോഴേ, എന്തൊക്കെയാ ഷെഫേ വിശേഷം? അത് ഞാൻ കൊടുത്ത ഭക്ഷണത്തിൻ്റെതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇന്ന് വരെ പുള്ളി ഞാൻ കൊടുത്തൊരു ഭക്ഷണത്തിനും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ 8 വർഷമായിട്ടും പുള്ളി ഇവിടെ വന്നാൽ ഞാൻ ആ ഭക്ഷണം ഉണ്ടാക്കുക. അതുപോലെ രവി പിള്ള സാറ്, അദ്ദേഹത്തിനും ഞാൻ ഭക്ഷണം കൊടുത്തിട്ട് അദ്ദേഹം ഇന്ന് വരെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. അതേപോലെ നമ്മുടെ MG ശ്രീനിവാസ് സാറ്, ഉം, ഞാൻ ഈ ഇടയ്ക്ക് വന്നപ്പം ഉം, പുള്ളി ലണ്ടൻ യാത്രയൊക്കെ കഴിഞ്ഞ് അങ്ങ് ക്ഷീണിതനായിട്ട് നമ്മുടെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിച്ച് പോകാമെന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു, എന്താ കഴിക്കലതാ സാർ അവിടെ ഇരുന്നോ, ഞാനിപ്പോൾ ഒരു സാധനം തരാം. ഞാൻ ആകെ കൊടുത്തത് കഞ്ഞിയും ഉം, ചെറുപയർ വേവിച്ചതും ഉം, ഇച്ചിരി ചമ്മന്തി ഉം. ഇച്ചിരി അച്ചാറ് ഓ. പപ്പടം. അപ്പം എൻ്റെ അടുത്തിരുന്ന ഭാര്യയും ഭർത്താവും കൂടെ പറയണം, ഓ ഞങ്ങളിത് പ്രതീക്ഷിച്ചിട്ടില്ല ലതാ, ഉം. ഇതൊരു ഒരുപാട് വർഷത്തേക്ക് എന്നെ കൊണ്ടുപോയിന്ന്. അവര് സ്ഥിരമായിട്ടിരിക്കുന്ന സീറ്റ് ഉണ്ട് എന്ന് അതെ പറഞ്ഞല്ലോ അതെ അതെ. അല്ലേ? അവർ ആ സീറ്റിൽ തന്നെ അധികം ഇരിക്കുക. അവിടെ അവിടെ ഇരിക്കുള്ളൂ. 14 അല്ലെങ്കിൽ 17 അത് ഈ ഒരു സീറ്റിൽ ആ ഭാഗത്ത് മാത്രമേ ഇരിക്കുള്ളൂ. അല്ല, അപ്പൊ നമുക്ക് ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരാൾ വന്ന് അവർക്ക് ഇഷ്ടമുള്ളത് നമുക്ക് പാചകം ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? പിന്നെന്താ അവര് നമ്മളുടെ ഹോട്ടലിന് ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, മറ്റൊരു ഹോട്ടലിലും ഇല്ലാത്തൊരു പ്രത്യേകത നമ്മളുടെ ഉണ്ട്. ഉം, ഒന്ന് നമ്മളുടെ ഗസ്റ്റ് റിലേഷൻ. ഉം, നിങ്ങളൊക്കെ വന്നിട്ട് അത് ഉം, അനുഭവിച്ചവരായിരിക്കും. ഉം, ഒന്നുകിൽ ഞാൻ വരും, അതല്ലെങ്കിൽ എൻ്റെ ജൂനിയേഴ്സ് വരും. ഉം, ആ ഗസ്റ്റ് അവിടുന്ന് പോകുന്നവരെ 2ഓ 3ഓ പ്രാവശ്യം നിങ്ങൾ ആരാന്ന് ഉം, അറിഞ്ഞിട്ടല്ല. ഉം, 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 എനിക്ക് അവിടെ വരുന്ന ആരെയും ഉം, ഐഡന്റിഫൈ ചെയ്യാൻ ഉം, അറിയില്ല. കാരണം ഉം, എന്താ വെച്ചാൽ എനിക്ക് ഒന്ന് മറന്നു പോകും. ഉം, ഉം, ഒരുപാട് മുഖങ്ങൾ കാണുന്നതുകൊണ്ട് എനിക്ക് മറന്നു പോകും. പക്ഷെ ഇവരെൻ്റെ മുഖം ഓർക്കും. ഉം. അപ്പം നമ്മൾ ആ ഒരു ഹോസ്പിറ്റാലിറ്റി, ഞാൻ ജോലി ചെയ്ത ഇത്രയും കാലത്തെ എൻ്റെ ജോലിയിലെ അനുഭവത്തിൽ ഞാൻ നിന്ന എല്ലാ ഹോട്ടലുകളിലും ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ഇതാണത്. ഗസ്റ്റിനോട് നമ്മൾ ഉം. അങ്ങോട്ട് ചെന്ന് എന്താ വേണ്ടത് ചോദിക്കണം. ഉം, ഉം. മെനു നോക്കാൻ നമ്മൾ സമയം കൊടുക്കാറില്ല. ഇല്ല. എന്താ സാർ വേണ്ടതെന്നാണ് ചോദിക്കുക. ഉം. സാർ എന്ത് കഴിക്കാനാണ് ആഗ്രഹിച്ചു വന്നത്? അപ്പോൾ പറയും പുഴുക്ക് കിട്ടോ സാർ, കുറച്ച് വെയിറ്റ് ചെയ്യോ. നമ്മൾ ചക്ക മേടിച്ച് പുഴുക്കുണ്ടാക്കി റൂം കൊടുത്തിട്ടുണ്ട്. ഉം, ഉം. ആ. ആ ചക്കപ്പുഴുക്ക് കഴിക്കാൻ കൊതിയായിട്ട് വയ്യ, ഞങ്ങൾ ഇത്രയും വർഷം അമേരിക്കയിലായിരുന്നു എന്ന് പറഞ്ഞ ആൾക്ക് നമ്മളുടെ ഒരു ഷെഫ് ചക്ക പുറത്തുനിന്ന് എടുപ്പിച്ച് ചക്ക പുഴുങ്ങി ഉം. കൊണ്ടുവന്ന് ചക്കയുടെ കഴിക്കണം എന്ന് പറയുന്ന ആൾക്കാർക്ക് നമ്മൾ ചക്കയുടെ കിട്ടുന്നിടത്ത് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഞങ്ങളത് ശരിയാക്കി കൊടുക്കും. പക്ഷെ അതൊരു സെലിബ്രിറ്റീസ് കിട്ടുന്ന ഒരു പ്രിവിലേജ് അല്ലേ? ഇപ്പൊ നമുക്കൊരു സാധാരണ ഇതിൽ അത് പോസിബിൾ അല്ല. അല്ല അതാണ് നമുക്ക് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അവിടെയാണ് ഇപ്പോ പെട്ടെന്ന് കിട്ടേണ്ട ഒരു കേസ് വരുന്നത്. ഇപ്പൊ ഒരു കടയിൽ പോകുമ്പോൾ വേഗം അവിടെ വിശപ്പാണ്. നമ്മൾ അവിടെ ഉള്ള വികാരം എന്ന് പറയുന്നത് ആളുടെ വിശപ്പ് അടങ്ങാനുള്ളതാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു റെമഡി എന്ന് പറഞ്ഞാൽ നമ്മളടുത്തുള്ള സാധനം നമ്മൾ അപ്പം തന്നെ പറയും. ഞങ്ങളുടെ അടുത്ത് പൊറോട്ടയുള്ളത്, ചോറുണ്ട് സാർ, കഞ്ഞിയുണ്ട്. ചോറിനെ കഞ്ഞിയൊക്കെ ഞങ്ങൾക്ക് ഈസിയാണ്. ചോറുണ്ട്, കഞ്ഞിയുണ്ട്, ചോറും മീൻകറി അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. അപ്പം ഒരു ഒരു ഭക്ഷണത്തിനോടിപ്പം ചോറിനോടും കറിയോടും ഇഷ്ടമുള്ള ആളാണ് പറയും മീൻകറിയും ചോറും മതി. അയാൾ അതിൽ തൃപ്തനാണ്. അതല്ല, അയാൾ ബർഗറോ സാൻഡ്വിച്ചോ കഴിക്കാൻ വന്ന ഒരാളാണെങ്കിൽ അയാൾക്കത് കിട്ടിയാൽ മതിയോ? അതിന് ടൈം വേണം. അയാൾ എത്ര വിശന്നിട്ട് വന്നാണെങ്കിലും നമുക്കത് പിന്നെ എന്താണ് വിഭൂതിയൊന്നും എടുക്കാൻ പറ്റില്ല.
അയാൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. ചില സമയത്ത് നമ്മളോട് സെർവൻറ്റിനോട് പെരുമാറുന്ന പോലെ പെരുമാറുന്ന ഗസ്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് അവരുടെ അറിവില്ലായ്മയാണ്. നമ്മളൊരു ആരുടെയും സെർവൻ്റ് അല്ല എന്നും, നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരാണെന്നും, നമ്മൾ പ്രൊഫഷൻസ് ആണെന്നും അത് ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ലാത്തവരാണ് അങ്ങനെ പെരുമാറുള്ളൂ. അല്ലാത്തവരൊന്നും ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ എന്ന് പറഞ്ഞിരിക്കണേ എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ മമ്മൂക്കാനെ പറ്റി അതാണ് മമ്മൂക്കയാണല്ലോ നമ്മളെ ഗ്ലാമറിന്റെ ഒരു ഇത്. ഇപ്പൊ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ ആരെ മമ്മൂട്ടിയോ എന്ന് ചോദിക്കും. ഒരു നല്ല ഡ്രസ്സ് ഇട്ടാല് അവന്റെ വിചാരം മമ്മൂട്ടിയാണ്. ഇപ്പൊ മമ്മൂക്ക ഫുഡിൽ ഭയങ്കര അതെ പുള്ളി അങ്ങനെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഹോട്ടലിലും വന്നിട്ടും വലിയ ഇതായിട്ടുള്ള ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഒരിക്കൽ വന്ന് ചപ്പാത്തിയും ബട്ടർ ചിക്കൻ അങ്ങനെ എന്തോ അങ്ങനെയൊക്കെ, പിന്നെ ഫ്രൂട്ട്സോ ജ്യൂസോ ഇളനീരിൻ്റെ ജ്യൂസോ. പക്ഷെ ഭക്ഷണം നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നവരാണ് ലാലേട്ടൻ, സ്റ്റീഫൻ ദേവസ്യ, പിന്നെ MG ശ്രീകുമാർ, പിന്നെ മനോജ് കെ ജയൻ. മനോജ് ചേട്ടനൊക്കെ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നാടൻ മീൻകറി. ഇവിടെ വരുന്ന എല്ലാ സെലിബ്രിറ്റികൾക്കും നാടൻ ഭക്ഷണം മതി. നമ്മുടെ യൂസുഫ് അലിക്കായ്ക്കും നമ്മളുണ്ടാക്കുന്ന ഭക്ഷണം ഇഷ്ടം. അവരൊക്കെ പുറത്തൊക്കെ പോകുമ്പോഴേ മറ്റുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നുണ്ടായിരിക്കും. കാരണം ഇങ്ങനെ ഉപ്പും മധുരവും എരിവും ഒന്നും അധികം വേണ്ട. എന്നാലും നമ്മൾക്ക് ഭയങ്കര സന്തോഷമാണ് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ. കാരണം എന്താ, അവരൊരു നമ്മൾ പത്രത്തിൽ കൂടെയൊക്കെ മാത്രം വായിച്ച അറിവുള്ള ഒരാൾക്കാരെ മീഡിയ മാത്രം കണ്ടല്ലേ നമ്മുടെ കുട്ടിക്കാലത്തല്ലേ നമ്മുടെ ഒരു യൗവന ടൈമിലൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞ ഇങ്ങനെ ഒരു ബിസിനസ്സുകാരുണ്ടെന്നും, അല്ലെ രവി പിള്ള പോലെയുള്ള ഒരാളുണ്ടെന്നും, അല്ലെ യൂസുഫ് അലിക്ക പോലൊരു ആൾ. അപ്പം ഇപ്പം അംബാനി പോലെയുള്ള ആൾ, ഇവർക്കൊക്കെ നമ്മൾ അവരുടെ മുന്നിലെത്തി അവർക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കൊടുത്തിട്ട് അവരെ തൃപ്തിയാക്കി അവർ സന്തോഷിക്കുക എന്ന് പറയുമ്പം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡാണത്. തീർച്ചയായിട്ടും. യൂസുഫ് അലിക്കായ്ക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോളേ ഭക്ഷണത്തിന് പരാതി പറയരുതെന്നാണ് ശരി. അതാ നമ്മുടെ ഇതിൽ പറയാൻ, ഞങ്ങളുടെ ഇതിലും അങ്ങനെ തന്നെയാ പറയാം. എന്ത് ഭക്ഷണം കഴിച്ചാലും അത് സന്തോഷത്തോടു കൂടി കഴിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരു ബിസിനസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആ കാര്യം നിങ്ങൾ പണം കൊടുത്ത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള എന്താ പറയാനുള്ള ഒരു ഡിമാൻഡും അതൊക്കെ ഉണ്ട്. നിങ്ങളുടെ അവകാശമാണത്. ശരിക്കും ഒരു റെസ്റ്റോറന്റ് ബോണ് ഷെഫ് തന്നെയല്ലേ? അതെ. ആ റെസ്റ്റോറൻറ്റിൻ്റെ ഹോസ്പിറ്റാലിറ്റി സർവീസും ഭക്ഷണവും ചേരുമ്പോൾ മാത്രമാണ് ഹോട്ടലായി മാറുന്നത്. ഇല്ലെങ്കിൽ അവിടേക്ക് ആള് വരില്ലല്ലോ. നല്ല ഭംഗിയുള്ള ഒരു ഹോട്ടൽ ഉണ്ടാക്കിയിട്ട് ഹോട്ടൽ കാണാൻ ആരെയും വരുമോ? ഇത്രയും വലിയ പൈസ കൊടുത്തിട്ട് നല്ല ആംബിയൻസ് ആണ്. ആംബിയൻസ് ആസ്വദിക്കേണ്ടത് ഒരു പ്രാവശ്യമാണ്. ഭക്ഷണം ആസ്വദിക്കുന്ന ജീവിതകാലം മുഴുവനാണ്. ആംബിയൻസ് നമുക്ക് ഒരു പ്രാവശ്യം ആസ്വദിക്കാൻ. ഞാൻ പറയട്ടെ, കാശ്മീരിൽ നമ്മൾ പോയി, നമ്മൾ 100 പ്രാവശ്യം കാശ്മീർ പോവാ, കാശ്മീരിനെ എത്ര ഇഷ്ടപ്പെട്ടാലും ഇല്ല അല്ലേ? ഒരു തവണ 2 തവണ എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടാലും പിന്നെ നമ്മൾ അടുത്ത ചുവട് നോക്കും. അടുത്ത് സിംലയിൽ പോകണം, അതല്ലെങ്കിൽ താജ്മഹൽ കാണാൻ പോകണം. അപ്പം നമ്മളുടെ ഉള്ളിലെ വികാരങ്ങൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിനോടുള്ളൊരു വികാരം ഉണ്ടല്ലോ, അവർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് മാത്രമേ പോകൂ, ആ ഭക്ഷണം മാത്രമേ കഴിക്കൂ. ലോകത്ത് ഒരുപാട് ഭക്ഷണങ്ങളുണ്ടാവും. നമ്മൾ ആരെങ്കിലും എന്നും ഓരോന്ന് മാറി മാറി കഴിക്കുമോ? എപ്പോഴെങ്കിലും ഒരു ദിവസം അല്ലേ തായ് ഫുഡ്, നമ്മൾ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ തായ് ഫുഡ് അതിനെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടും അതിനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും 1 പ്രാവശ്യം 2 പ്രാവശ്യം. അത് കഴിഞ്ഞ് നേരെ തിരിച്ച് നമ്മൾ നമ്മുടെ ചോറും കറിയിലേക്കും, നമ്മുടെ ഇഡ്ഡലിയിലേക്കും, നമ്മുടെ അപ്പത്തിലേക്കും, നമ്മുടെ കപ്പയിലേക്കും മീൻ കറിയിലേക്കും വരും അല്ലേ? അതാണ് മനുഷ്യൻ. ശരിക്കും നമ്മളെ നാടൻ കേരളീയ ഭക്ഷണം പറഞ്ഞാൽ ശരിക്കും ഏതൊക്കെയാണ്? കേരളത്തിന്റെ തനതായ ഭക്ഷണ സംസ്കാരം കേരളത്തിനില്ല. പൂർവികരുടെ ഇത് വെച്ച് നോക്കുന്ന സമയത്ത് കേരളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഭക്ഷണ സംസ്കാരമില്ല. എല്ലാം കൊളോണിയൻ സംസ്കാരത്തിന്റെ ബാക്കി പാത്രങ്ങളാണ്. കൊളോണിയൻ സംസ്കാരവുമായിട്ട് അത് അടുത്ത ബന്ധമുണ്ട് നമ്മുടെ എല്ലാ ഭക്ഷണത്തിലും. കാരണം നമ്മുടെ മഹാരാഷ്ട്രയുടെ സദ്യ നമ്മുടേതല്ല, മഹാരാഷ്ട്രയിൽ നിന്ന് നമ്മൾ കടമെടുത്ത സാധനമാണ് സദ്യ. അത് കാരണം അന്നത്തെ രാജാവ് ഉണ്ടായിരുന്നു, സാമൂതിരി മഹാരാജാവ്. ഭയങ്കര സൽക്കാരപ്രിയനായിരുന്നു അദ്ദേഹത്തിൻ്റെ അവിടുത്തെ വളർച്ച, നാടിൻ്റെ വളർച്ചയും അവിടുത്തെ കൃഷിയൊക്കെ മെച്ചപ്പെട്ടപ്പം അദ്ദേഹത്തിനൊരാഗ്രഹം, ഒരു അന്യദേശത്തുകാരെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇദ്ദേഹം അന്യദേശത്തുകാരെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ മന്ത്രിയോട് പറയും, നമുക്ക് അന്യദേശക്കാരെ വിളിച്ചിട്ട് നമ്മുടെ ഭക്ഷ്യവിഭവങ്ങളും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തണം. അപ്പം മന്ത്രി ചോദിക്കും, അതിന് നമുക്ക് ഭക്ഷണം എന്ത് ഭക്ഷണമാണ് നമ്മൾ ഉണ്ടാക്കുക എന്ന് ചോദിക്കും. അപ്പം പറയും, നമുക്ക് പലതും ഉണ്ടാക്കണം. അപ്പം പാചക വിദഗ്ധർ ആരുമില്ല. അങ്ങനെ ഈ രാജാവ് വിളംബരം ചെയ്തു, അന്യദേശത്തു നിന്നുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്ന ആളുകളെ കൊണ്ടുവരാൻ. അങ്ങനെ വന്നപ്പോൾ നമുക്ക് പാത്രങ്ങളില്ല.
ഇതൊക്കെ വിളമ്പണമെങ്കിൽ പ്രത്യേക പാത്രങ്ങൾ വേണമല്ലോ. അപ്പം മന്ത്രിയുടെ തലയിൽ ഉദിച്ചതാണ് ഇല. അങ്ങനെയാണ് നമ്മുടെ സദ്യ ഇലയിലായത്. അന്നും ആളുകള് നമ്മളിവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ഉപയോഗിച്ചിരുന്നത് പൂർവികരായിട്ട് നമ്മുടെ നാട്ടിലേക്ക് അരിയൊക്കെ വന്നിട്ട് വളരെ കുറച്ച് വർഷമായിട്ടുള്ളൂ. 800 വർഷങ്ങൾക്ക് നമ്മള് നെല്ലറ എന്ന് പറയാൻ കാരണം നെല്ലൊക്കെ നമുക്ക് പുറത്തുനിന്ന് വന്നതാണ്. പിന്നീടാണ് കൃഷിയിലേക്ക് നമ്മൾ ഇറങ്ങിയത്. നമ്മൾ മില്ലറ്റുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ചോളവും കമ്പവും തിനയും. അരിയൊക്കെ വന്നിട്ട് വളരെ കുറച്ച് വർഷമായിട്ടുള്ളൂ നമ്മൾ അരിയൊക്കെ കൃഷി ചെയ്യാനും അത് നമ്മൾ ഉപയോഗപ്പെടുത്താനും തുടങ്ങിയിട്ട് വളരെ വളരെ കുറച്ച് വർഷമായിട്ടുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് പുറത്തുനിന്ന് വന്നതാണ്. നമ്മുടേതായ കുറച്ച് വിഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. രാവിലെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഭയങ്കര വർണ്ണിക്കണ പുട്ടും കടല. പുട്ട് പോർച്ചുഗീസിന്റെയാണ്. പോർച്ചുഗീസിന്റെ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് അന്ന് അവർക്ക് ഏറ്റവും കൊണ്ടുപോകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പോർച്ചുഗീസ് പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ആദിവാസികളെ കൊണ്ട്, അത് ഞാനൊരു പുസ്തകത്തിന്റെ എൻ്റെ വായനയിൽ നിന്ന് കിട്ടിയതാണ്. അറിവ് സത്യമാണോന്ന് അറിയില്ല, എങ്കിലും വളരെ വിദഗ്ധരായിട്ട് എഴുത്തുകാരുടെ ഒരു പുസ്തകമായിരുന്നു അത്. ചരിത്ര പുസ്തകം. അവരവിടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ പൗഡറുകൾ നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങി. ഗ്ലോസി ബ്ലാക്കിൽ എന്ന് പറയുന്ന ഒരാളാണ് ആദ്യമായിട്ട് നമ്മുടെ നാട്ടിലേക്ക്, ഒരു ആംഗ്ലോ ഇന്ത്യൻ സഞ്ചാരിയാണ് ഇത്ര നമ്മുടെ നാട്ടിലേക്ക് ഈ ഒരു പൗഡറുകൾ കൊണ്ടുവന്നത്. നമുക്ക് ബ്ലെൻഡ് ചെയ്യുന്ന ശീലങ്ങളില്ലായിരുന്നു. നമ്മൾ അങ്ങനെ ഇടുകയും അരച്ചും പൊടിച്ചും നമ്മൾ തന്നെ ബ്ലെൻഡ് ചെയ്യാൻ അറിയില്ല നമുക്ക്. ഇപ്പം ഗരം മസാലകൾ, നമ്മളിപ്പം ഗരം മസാല പട്ടയും ഗ്രാമ്പും ഏലക്കായും കൂടെ മിക്സ് ചെയ്തൊരു പൗഡർ, മല്ലിയും ജീരകവും ഇതൊക്കെ കൂടെ മിക്സ് ചെയ്ത വേറൊരു പൗഡർ. ഈ ബ്ലെൻഡിങ് ഒക്കെ പഠിച്ചത് പുറത്തു നിന്നാണ്. പിന്നെ ആംഗ്ലോ ഇന്ത്യൻ ആളുകളുടെ കടന്നുകയറ്റത്തോടു കൂടി നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെയുള്ള കുറേ ഭക്ഷ്യ വിഭവങ്ങളും വന്നു. സ്റ്റ്യൂ ഒന്നും ആക്ച്വലി നമ്മുടെതല്ലല്ലോ, ഇംഗ്ലീഷുകാരുടെ വെസ്റ്റേൺ. അതെ അതെ അതെ, അത് പോർച്ചുഗീസിലാണ് ഏറ്റവും കൂടുതൽ. പോർച്ചുഗീസുകാര്, ഇംഗ്ലീഷ് കച്ചവടക്കാര് എല്ലാവരും തമ്പടിച്ചിരുന്ന സ്ഥലവും ഗോവയും കൊച്ചിയായിരുന്നു. അങ്ങനെ തന്നെ ഇവിടെ അങ്ങനെ കുറച്ച് ആളുകളെ കല്യാണം കഴിക്കുകയും ഇവിടെ തന്നെ ഷിപ്പിൽ വന്നിട്ട് അങ്ങനെയുള്ള ഒരു സംസ്കാരം നമ്മളിലേക്ക് വന്നു. ഇപ്പോ കുറെ സ്ഥലത്ത് മതാടിസ്ഥാനത്തുള്ള ഭക്ഷണങ്ങളുണ്ട്, ഉണ്ട്. മതാടിസ്ഥാനത്തുള്ള ഭക്ഷണം, സിറിയൻ, ക്രിസ്ത്യൻ, കത്തോലിക്കിന് ഒരു ഇത്, പിന്നെ നമ്മുടെ അതേപോലെ മുസ്ലിംസിന് വേറൊരു ഭക്ഷണം, ഹിന്ദുവില് ബ്രാഹ്മിൺസിന് വേറൊരു ഭക്ഷണം. അത് ഓരോ ഫംഗ്ഷനുകൾക്കും ഓരോ സംസ്കാരത്തിനും ഓരോ ഭക്ഷണം. എന്നോട് പറയുമ്പോൾ നിങ്ങളെ പത്തിരി ബീഫും ഭയങ്കര ടേസ്റ്റ് ആണ്, നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ കോട്ടയത്ത് ഉണ്ടാക്കുന്ന ഈ പിടിയും നമ്മൾ ഉണ്ടാക്കിയ ശരിയാവുന്നില്ല. അതെന്താണ് കൊടമ്പുളിയിട്ട മീൻകറി ആ കോട്ടയത്തുകാരുണ്ടാക്കും. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു നോർത്ത് ഇന്ത്യനെ നമ്മുടെ നാട്ടിലെ മീൻകറി അടിക്കാൻ കൊടുത്താൽ കഴിഞ്ഞാൽ അവൻ എന്തായാലും അതിന് അവൻ്റെതായ കുറച്ച് ഇൻഗ്രീഡിയന്റ് ആഡ് ആവും. അവരുണ്ടാക്കുന്ന ഒരു ഫുഡ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞാലും നമ്മളും ഏറെക്കുറെ അങ്ങനെയൊക്കെയാണ് ചെയ്യുക. നമ്മുടേതായ ഒരു ശൈലിയിലൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുക. നമ്മളവിടെ ഉണ്ടല്ലോ, ഓരോ സംസ്കാരത്തിനും ഓരോ ഭക്ഷണ രീതിയാണ്. ഓരോ ഫെസ്റ്റിവലിനും ഓരോ ഭക്ഷണമാണ്. പണ്ട് റാത്തീബില് അല്ലേ, പള്ളി പെരുന്നാളിന് നമ്മുടെ പള്ളിയിലെ ഒരു പ്രത്യേക അതെ അതെ അതെ. പിന്നെ അതുപോലെ തന്നെ ക്വാണ്ടിറ്റി കൂടുതൽ വെക്കുന്നത് കൊണ്ടും അതൊരു സൗഹാർദ്ദത്തിന്റെ ഭക്ഷണമല്ലേ. അതിന് നമ്മുടെ ഉള്ളില് നമ്മളെ ഉള്ളിൽ ഇപ്പൊ ഹോട്ടലിൽ പോകുമ്പോൾ ഇന്നതായിരിക്കണം എന്നൊരു ചിന്ത ഉണ്ട് നമ്മളെ ഉള്ളിൽ. ഇതൊക്കെ മനസ്സിന്റെ പ്രശ്നമാണ്. ഹോട്ടലിൽ ചെന്നിരിക്കുമ്പോൾ ഇത് തന്നെ കിട്ടണം, എനിക്ക് അങ്ങനെ കിട്ടണം, എൻ്റെ കോടി നിർത്തിപ്പൊരിച്ച് കിട്ടണം. നമ്മളൊരു അമ്പലത്തിലോ പള്ളിയിലോ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത്തരം ഒരു ചിന്തയേ ഇല്ല, ആ രുചിയെക്കുറിച്ചുള്ള ഒരു ചിന്തയേ ഇല്ല. അതെ, അതാണ് അതിന്റെ രുചി. അതുകൊണ്ടാണ് അതത്ര രുചികരമാവുന്നത്. അപ്പൊ നമ്മുടെ മനസ്സ് വളരെ ശുദ്ധമായി നിൽക്കുന്ന സമയത്തായതുകൊണ്ടായിരിക്കും നമ്മുടെ ഉള്ളില് ആ ഭക്ഷണം കഴിച്ചിട്ട് ആ പ്രസാദം കഴിച്ചിട്ട് പോവാന്നാ ഞങ്ങള് പറയാ. അതിന് പ്രസാദം കഴിക്കാന്നാ നമ്മള് പറയാ. ഇപ്പൊ മുത്തപ്പൻകാവില് എക്സാമ്പിള്, നിങ്ങൾ ആര് ചെന്നാലും ഭക്ഷണം കിട്ടും അവിടെ, ഹിന്ദു മുസ്ലിം. അതെ, അത് വെറുതെ ഉപ്പിട്ടുണ്ടാക്കിയ പയറല്ലേ, അതിനൊരു പ്രത്യേക ടേസ്റ്റ്. ലക്ഷം ആൾക്കാർ ഇന്നും പൂർവ്വ രീതിയിൽ തന്നെയാണ് അവിടെ നടക്കുന്നത്. അവിടെ പല പൂജകളും ഒക്കെ ഉണ്ട്. ഒക്കത്തിന് 1 രൂപ, 50 പൈസ, 2 രൂപയൊക്കെ എപ്പോഴും. പിന്നെ അന്ന് കുറച്ചുകൂടി സൗഹാർദ്ദം ഉണ്ടായിരുന്നു ആളുകൾ തമ്മിലല്ലേ. ഇന്നാണ് എനിക്ക് തോന്നുന്നു, ഇന്ന് മനുഷ്യൻ ഹൈടെക് ഒരു ഇതിലാണ് ജീവിക്കുന്നത് അല്ലേ. വളരെ എന്താ പറയാ, കമ്പ്യൂട്ടർ യുഗത്തിൽ നമ്മൾ ജീവിച്ചപ്പോഴും മനുഷ്യന്റെ ഉള്ളിൽ കുറേ മൂല്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഇല്ലാണ്ടായിപ്പോയി.
അല്ലെ? വളരെ മനോഹരമായ മൂല്യങ്ങൾ സൂക്ഷിച്ചവര് നമ്മള്. രാമനും ഉം. മുഹമ്മദും ഉം. പിന്നെ ഔസോപ്പും ഉം. ഒക്കെ ഒന്നിച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്, അല്ലെ? ഉം. ഔസോപ്പിന്റെ വീട്ടിൽ വെക്കുന്ന ഉം. മീൻകറിയും ചോറും ഉം. മുഹമ്മദിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. ഉം. മുഹമ്മദിന്റെ വീട്ടിലുണ്ടാക്കുന്ന ചോറും കറിയും രാമന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെ? പക്ഷെ അന്നൊന്നും ഈ മതത്തിനെയോ ജാതിയോ പറ്റി പറയുന്നൊന്നും എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ കുട്ടിക്കാലത്ത് അവരെ അങ്ങനെയൊന്നും കേട്ടിട്ടേ ഇല്ല. ഞങ്ങള് പെരുന്നാളും റാത്തീബും ഒക്കെ ഒരുപോലെ ആഘോഷിക്കുന്നവരാ. കാരണം എൻ്റെ വീടിൻ്റെ അടുത്തൊരു പള്ളിയാ, മറ്റേ യത്തീംഖാന. അവിടെ അധിക ദിവസം ഞങ്ങളെ വീടിൻ്റെ അടുത്താണ് ഒരു മുല്ലാക്ക താമസിക്കുന്നത്. അവിടെ എന്നും റാത്തീബ് ഉണ്ടാവും. ഈ മുല്ലാക്കയ്ക്ക് ഒരു 10-12 മക്കളുണ്ട്. ഇതിന്റെ കൂടെ ഞങ്ങളും പോവും. എൻ്റെ മകളും നന്നായിട്ട് ഫാത്തി ഓതും, അസ്സലായിട്ട് ഫാത്തി ഓതും. അവള് മുസ്ലിം സ്കൂളിലാണ് പഠിച്ചത്, കാലിക്കറ്റ് ഗേൾസിൽ. ഇന്നാണെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായി. അവള് നന്നായിട്ട് ഫാത്തി ഓതും. ഇന്നത്തെ കാലത്താണെങ്കിൽ അത് പ്രശ്നമാണ്. അതെ 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 അതെ. കാരണം ആ ഒരു രീതിയിലേക്ക് പോണ എനിക്കൊരു ഈ ദാരിദ്ര്യം മാറിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ദാരിദ്ര്യം മാറിയപ്പോൾ എന്ത് വന്നറിയാം? മനുഷ്യന് അത്യാഗ്രഹം ഉണ്ടായി. ദാരിദ്ര്യം നമ്മളെ പിടിച്ചു വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾ കരകയറിയപ്പം നമുക്ക് അത്യാഗ്രഹത്തിനുള്ള, അന്ന് ആഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദാരിദ്ര്യം ഉണ്ടായിരുന്നപ്പോ ആഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്യ എന്ന് പറയുന്നത് ഇല്ലായിരുന്നു. അത് രണ്ടും രണ്ടാണ്. ആഗ്രഹവും അത്യാഗ്രഹവും ഡിഫറെന്റ് ആണ്. ആഗ്രഹം എന്ന് പറയുന്നത് നിനക്ക് ഇഷ്ടമുള്ളതിനെ സ്വന്തമാക്കാനുള്ള ഒരു, എന്താ പറയാ, ആ ഒരു വികാരം മാത്രമാണ് അവിടെ ഉള്ളത്. നിനക്ക് ഇഷ്ടമുള്ളതിനെ സ്വന്തമാക്കാനുള്ളത്. മറ്റത് നിനക്ക് ഇഷ്ടമുള്ളതിനും അടുത്തവനും ഇഷ്ടമുള്ളതിനും സ്വന്തമാക്കാനുള്ള ആഗ്രഹമായി മാറി. നമ്മുടെ സ്വപ്നമാണ് ആഗ്രഹം. അത് അത്യാഗ്രഹമായി മാറി. അത്യാഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അത്യാഗ്രഹി എപ്പോഴും അടുത്തുള്ളവനെ കണ്ടിട്ടാണ് ജീവിക്കുക. അത്യാഗ്രഹി എപ്പോഴും അടുത്തുള്ളവനെ കണ്ടിട്ടാണ് ജീവിക്കുക. ആഗ്രഹി ഒരിക്കലും അടുത്തുള്ളവനെ കാണില്ല. ആഗ്രഹിക്ക് എപ്പോഴും അവന്റെ ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. അവനൊരു ചെറിയ വീട് വെക്കണം, അവന്റെ ഭാര്യയും കുട്ടികളെയും അവിടെ നോക്കണം, അവന്റെ അമ്മയെ സ്നേഹിക്കണം. അവൻ അത്യാഗ്രഹം. അടുത്തുള്ളവൻ, അവൻ ഇന്നലെ വാങ്ങിയത് BMW, ഇന്ന് ഞാൻ പോർഷോ എന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടിടണം. അവിടെ അത്യാഗ്രഹം വർക്കൗട്ട് ചെയ്ത് അവന് ഉറങ്ങാൻ പറ്റുന്നില്ല. അവന്റെ ചിന്തകളിൽ മുഴുവനും എങ്ങനെ അത് അത്യാകും. അവനെ പോയി വലിയ EMI കാറ് വാങ്ങി അവന്റെ വീടിന്റെ മുറ്റത്തിടും. അടുത്തുള്ളവൻ അസൂയപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അവനൊന്ന് കണ്ടുപഠിക്കട്ടെ, കണ്ടോ എന്റെ വീട്ടില് പോർഷോ വന്നു. അപ്പൊ ഈ ഒരു അത്യാഗ്രഹ മനോഭാവത്തിലേക്ക് നമ്മളെ എന്ന് നയിച്ചോ, അപ്പൊ നമ്മുടെ നാട് നശിച്ചു എന്നാ ഞാൻ പറഞ്ഞു. അതാണ് കോവിഡ് കാരണം പറഞ്ഞല്ലേ? അല്ല, അന്ന് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ. പിന്നെ കോവിഡ് വന്നപ്പോ പിന്നെ രാമന്റെ വീട്ടിലെ പച്ചക്കറി ബാലൻസ് ഉള്ളത് അപ്പുറത്തേക്ക് കൊടുക്കുമായിരുന്നു. അവർക്ക് അരി കിട്ടിയോ നമ്മൾ അന്വേഷിക്കുന്നു. ഇന്നും ഈ കുറച്ച് ഗ്രാമങ്ങളിലൊക്കെ അത് ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ട് ഒരു പരിധി വരെ. കുറച്ചുകൂടി ഇപ്പൊ ഈ ചിന്തകൾ മാറി മാറി പറഞ്ഞില്ലേ. ഇപ്പൊ എന്താ സംഭവിച്ചാൽ ഇൻസ്റ്റാഗ്രാം റീൽസില് ഓരോ സ്കിപ്പിങ്ങിലെ ഓരോ ചിന്തയാണ്. അതൊരു സാഡ് ഒരു സംഭവം കണ്ടാൽ നമ്മുടെ മനസ്സ് അതിലേക്ക് പോയി. ഒന്ന് സ്ക്രോൾ ചെയ്താൽ പിന്നെ അടുത്തത് വരുന്നത് കോമഡിയാ. അപ്പോൾ അവന്റെ മനസ്സ് സന്തോഷിച്ചു. പിന്നെ അടുത്തത് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ലക്ഷ്യം സാധിച്ചത്. ഞാൻ എപ്പോഴും പറയും, ഈ ഫോണ്, ഈ ഒരു നമ്മുടെ മൊബൈൽ ഫോണിന്റെ വരവ് നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് വിടവുണ്ടാക്കി ഭയങ്കരമായിട്ട്. പണ്ട് ഞാൻ ട്രെയിൻ യാത്രയിൽ, ഞാൻ ഇവിടെ എറണാകുളത്ത് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അധിക ദിവസങ്ങളിലും എനിക്ക് ട്രാവൽ ചെയ്യണമായിരുന്നു. അധികം 2 ദിവസം കൂടുമ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകും. കാരണം 2 ദിവസം അടുപ്പിച്ച് ഡ്യൂട്ടി ചെയ്താൽ പിന്നെ 2 ദിവസം ആ 16 മണിക്കൂർ 18 മണിക്കൂർ നമ്മളൊരു ദിവസം തന്നെ ചെയ്താൽ 2 ആൾക്കാരുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്താൽ പിറ്റേ ദിവസം. അപ്പം നമ്മൾ അങ്കമാലി ടു കോഴിക്കോട്. അപ്പം നമുക്ക് പല ചേച്ചിമാരിങ്ങനെ കയറും. ചിലരുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടാവും, ചിലരുടെ കയ്യിൽ വെളുത്തുള്ളി ഉണ്ടാവും. നമ്മൾ കഥകളൊക്കെ പറഞ്ഞ് ഈ വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് കവറിനകത്ത് ഇട്ട് രാവിലത്തേക്കുള്ളതാണ്. രാവിലെ സ്കൂളിൽ പോകണം. ഒരു 25-30 വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ന് ഒരു കമ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും ഈ ഇരിപ്പാ, ഫോണിൽ നോക്കിയിരിപ്പാ, തല പൊന്തിക്കുന്നത് സ്റ്റേഷൻ എത്തുമ്പോ, അല്ലെ? അവിടെ എന്ത് നടന്നാലും മറ്റവരറിയുന്നില്ല. അടുത്ത വീട്ടിൽ എന്ത് നടന്നാലും, പണ്ട് നമ്മൾ അടുത്ത വീട്ടില് പഴയ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഒക്കെ ഓർമ്മയിൽ എന്ന് പറഞ്ഞാല് ചിലപ്പോഴൊക്കെ ഈ എല്ലാവരും അധികം ആൾക്കാരും മദ്യപിക്കുന്നവരായിരിക്കും. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചെറിയ ഒച്ച കേട്ടാൽ അടുത്തുള്ളവർ ഓടി വരും അവിടെ എന്താണെന്നുള്ളത്. അല്ലെ അടുത്ത വീട്ടിൽ എന്തേ ഒച്ച കേട്ടാൽ നമ്മുടെ വീട്ടിലെ അച്ഛന്മാർക്ക് പോയിട്ട് അവരെ ശിക്ഷിക്കാനോ അവരെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്ത് ദാസേട്ടൻ ഉണ്ടായിരുന്നു. ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ ആര് കുരുത്തക്കേട് കളിച്ചാലും, ഞങ്ങൾ ആ ഏരിയയിലെ കുട്ടികളൊക്കെ കുരുത്തക്കേട് കളിച്ചാലും വിളിക്കും. ദാസനെപ്പം വിളിക്കേ, ദാസേട്ടൻ അടിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു അന്ന്. പക്ഷെ ഇന്ന് ദാസേട്ടൻ അടിച്ചു കഴിഞ്ഞൊക്കെയാണെങ്കിൽ
അതെ, അതെ, പുലിവാലായില്ലേ? അതെ. അത് ഇന്ന് അത് ദാസേട്ടന് ഭയങ്കര ഒരു ഇതന്നെയാണ്. അന്ന് ഒരു കുട്ടി നടന്നു പോയാല് ആ കുട്ടി ഏത് വീട്ടിലെയാണ്, ആരാണ് അച്ഛന്, അമ്മ എന്നെല്ലാം അവിടെയുള്ളവർക്ക് അറിയുമായിരുന്നു. ആ ഒരു ചുറ്റുഭാഗമുള്ളവർക്ക് ഒരു അതൊരു 5 മണിക്ക് ശേഷം 6 മണിയായി കഴിഞ്ഞാൽ ചോദിക്കുക, "എന്താ മോളെ വൈകിയെന്ന്?" ചോദിക്കും. ഇന്ന് അതെ. ചോദിച്ചാൽ സദാചാരമായി, പ്രശ്നമായി. അതേപോലെ അന്നൊരു പെട്ടിക്കട ഉണ്ടെങ്കിൽ അതില് അവിടുത്തെ നേതാക്കന്മാരും ഉണ്ടാവുമായിരുന്നു. അവിടുത്തെ നാട്ടുപ്രമാണികളും ഉം. ഉണ്ടായിരുന്നു. എല്ലാവരും ഉം, ഉണ്ടായിരുന്നു. ഉം. അവര് പത്രങ്ങൾ ഒരാള് വായിക്കുന്നു, മറ്റാളത് കേട്ടിരിക്കുന്നു. അങ്ങനെയൊരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ ആ കാലത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഒരു പക്ഷേ ഇപ്പത്തെ കുട്ടികളെക്കാട്ടിയും ഇതായിരിക്കും ചിലപ്പോൾ അടുത്ത തലമുറ. അതിനും നാശമായിരിക്കും. ആ. മോശമായിട്ടായിരിക്കും വരുന്നത്. നാശം എന്ന് പറഞ്ഞാല് കാലത്തിനനുസരിച്ച് ഇത് ആര് ചെയ്യുന്നതല്ല സത്യത്തിൽ ഇതൊന്നും. അല്ല. ഇത് ഇംപ്ലിമെന്റ് സ്വാഭാവികമായി വന്നു പോണം. ഓട്ടോമാറ്റിക്കലി അതിന്റെ ഒരു വരുന്നതാണ്. കുഴപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ കുട്ടികള് ഇപ്പം പറയല്ലോ, കുട്ടികള് പലരും ഇപ്പൊ പറയാറുണ്ട്, ഞാൻ എത്ര സ്നേഹിച്ചു വളർത്തിയ എൻ്റെ മക്കളെ അവരെന്നെ നോക്കുന്നില്ല. അമ്മ ഉം, സ്നേഹിച്ചു ഉം, വളർത്തിയതാണോ മക്കളെ? ഉം, അതുകൊണ്ടാണോ അവരങ്ങനെ ചെയ്യുന്നത്? വൃദ്ധസ്ഥാനത്ത് കൊണ്ടിട്ട് അമ്മ സ്നേഹിച്ചു നോക്കിയതല്ല, ഉം, അമ്മ സ്നേഹം കൊടുത്തിട്ടില്ല എന്ന് ഞാൻ ഉം, പറയാ. ഉം. ഞാൻ അമ്മ മകനെ, ഇപ്പം അമ്മ കൂലിപ്പണി എടുത്തിട്ട് അതിന്റെ വാല്യൂ അറിയാതെ മകന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ ആ കുട്ടി നന്നാവും തോന്നുന്നുണ്ടോ? ആ കുട്ടി നന്നാവില്ല. അവൻ ആ കഷ്ടപ്പാടിന്റെ വാല്യൂ അറിഞ്ഞാൽ മാത്രമേ അവൻ നന്നാവൂ. അതെ. നന്നാവണമെന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ വിചാരിക്കണം. അല്ലാണ്ട് അധ്യാപകൻ വിചാരിച്ചിട്ടോ നാട്ടുകാർ വിചാരിച്ചാലും ഒരാളും നന്നാവില്ല. ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചൊരു നല്ല ക്രിയേറ്റീവ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ അല്ലേ? കുട്ടികൾ ബുദ്ധിയിലൊക്കെ അവർ നല്ല മുൻപന്തിയിലാണ്. അല്ലേ? പെട്ടെന്ന് ക്രിയേറ്റീവ് ആണ് അവര്. വളരെ ആക്ഷൻ എടുക്കാൻ പറ്റുന്ന കഴിവുള്ള പിള്ളേരാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അവർക്ക് അറിയാം. പക്ഷെ പണ്ടുള്ള കുട്ടികൾക്ക് ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അവർക്ക് മടിയായിരുന്നു. ഇപ്പൊ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ എന്തെങ്കിലും സംശയം അപ്പൊ ഗൂഗിൾ ചെയ്യാനുള്ള വളരെ ബോൾഡാണ് ആയിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾ. പക്ഷെ സ്നേഹത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇവർക്ക് വൈകാരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഒരുപാട് പിരിമുറുക്കങ്ങളുള്ളവരാണ്. രക്ഷിതാക്കളുടെ കാണും 100 ഇരട്ടി പിരിമുറുക്കാണ് ഓരോ കുട്ടി അനുഭവിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഒന്നും എനിക്ക് തോന്നുന്നു, കുട്ടികളുടെ ലൈഫ് ഭയങ്കര. എന്നോടൊന്നും എൻ്റെ അമ്മയും അച്ഛനും ഒരിക്കലും പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് നമ്മൾ ഞാൻ പറഞ്ഞല്ലേ, അത്യാഗ്രഹമാണ് നമുക്ക്. നമ്മുടെ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത വിഷയം പഠിപ്പിക്കാനുള്ള അത്യാഗ്രഹം. അടുത്തുള്ള കുട്ടി MBBS ചേർന്നാൽ എൻ്റെ കുട്ടി MBBS ചേരണം എന്നുള്ള ചിന്താഗതിയിലേക്ക് രക്ഷിതാക്കൾ മാറി. ഒരു മത്സരം കുട്ടിയെ നിർബന്ധിത ബുദ്ധിക്ക് ഇരയാക്കുകയാണ്. അവന്റെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ്. അവന്റെ ഇഷ്ടങ്ങളെ മാനിക്കുന്നില്ല. പിന്നെ അപ്പോഴെങ്ങനെയാണ് അച്ഛനും അമ്മയും സ്നേഹമുള്ളവരാവുന്നത്? അപ്പോഴാണോ അച്ഛനും അമ്മയും സ്നേഹമുള്ളവർ? അവന്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവനെ മോൾഡ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഒരു രക്ഷിതാവുന്നുള്ളൂ. ചില രക്ഷിതാക്കൾ പറയാറുണ്ട്, എൻ്റെ മോളെ ഞാനേ വലിയ കോടീശ്വരന്മാർക്കാ കല്യാണം കഴിച്ചു കൊടുത്തത്. എനിക്കൊന്നും പ്രശ്നമില്ല, അവന് 4 കാറുണ്ട്, 5 ബിൽഡിംഗ് ഉണ്ട്. അതാണോ ശരിക്ക് സമ്പന്നത എന്ന് പറയുന്നത്? ഒരു സമ്പന്നമുള്ള ഇതിലേക്കാണോ നമ്മൾ കുട്ടികളെ വിടേണ്ടത്? നമ്മളുടെ കുട്ടികൾ പോകുന്ന വീട് എല്ലാം കൊണ്ടും സമ്പന്നമായിരിക്കണം. അവർ മാനസികമായിട്ട് സമ്പന്നരായിരിക്കണം, ശാരീരികമായിട്ട് അവർ സമ്പന്നരായിരിക്കണം, വൈകാരികമായിട്ട് അവർ സമ്പന്നരായിരിക്കണം. എങ്കിൽ മാത്രമേ അവനെ സമ്പന്നൻ എന്ന് പറയാൻ പാടുള്ളൂ. ഒരു കോടാനുകോടി പൈസ ഉള്ളവനെ സമ്പന്നൻ എന്ന് പറയാൻ പറ്റുമോ? അവരല്ല സമ്പന്നര്. അത് ഞാൻ പറഞ്ഞെ, നമ്മുടെ യൂസഫ് അലിക്ക വലിയ സമ്പന്നനാണ്. അദ്ദേഹത്തിനെ സമ്പന്നമാക്കുന്നത് എന്താണ്? അദ്ദേഹം ചെയ്യുന്ന കർമ്മാണ്. അദ്ദേഹം ഓരോ സമയത്തും ഓരോരുത്തർക്കും വേണ്ടി, ഇപ്പം ഞാൻ എൻ്റെ മകളുടെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഓർത്ത് എന്നാണ് കല്യാണം എന്നുള്ളത് അറിയിക്കണേ അദ്ദേഹം ഓർത്ത് പറയാണ്. അവിടെയാണ് അദ്ദേഹത്തിന്റെ സമ്പന്നത. അദ്ദേഹത്തിന് അത് പറയാനുള്ള ആ ഒരു സമ്പന്നതയുണ്ട് ആ മനസ്സിന്. അതാണ് സമ്പന്നൻ. അങ്ങനെയുള്ളവരാണ് സമ്പന്നൻ. സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. സ്റ്റാഫുകളുണ്ട്. അതിൽ നിന്നൊക്കെ നേരത്തെ വേറെ ആളും പറഞ്ഞ ഒരു അനുഭവം എനിക്ക്. അതെ, അദ്ദേഹത്തിന് അത് ഓർമ്മ വെച്ച് അദ്ദേഹം ആ ടൈം പറയണേ എന്ന് പറയാണ്, ഓർത്ത് പറയാണ് അദ്ദേഹം. അപ്പോഴാണ് അവരുടെ സമ്പന്നത നമ്മൾ കാണുന്നത്. അവിടെയാണ് അവരുടെ സമ്പന്നത. ഒരു കോടീശ്വരൻ. യൂസഫ് അലിക്കാക്ക് കുറെ ഷോപ്പുകളുണ്ട്, അല്ലെങ്കിൽ മറ്റതൊന്നുമല്ല. ഇതാണ് അദ്ദേഹത്തിന്റെ സമ്പന്നത. അദ്ദേഹത്തിന്റെ സമ്പന്നത എന്ന് പറയുന്നത്, ഒരാള് സമ്പന്നനാവുന്നത് അവിടെയാണ്. പണം കൊണ്ട് മാത്രമല്ല അയാൾ സമ്പന്നനാവുന്നത്. പണമുള്ള അദ്ദേഹവും പണമില്ലാത്ത ഞാനും ഖബറിലേക്ക് പോകുന്ന ഒരേ പോലെയാണ്. അവിടെ ആര് തുണിയിട്ടുണ്ടോന്ന് അറിയുന്നില്ല. എനിക്ക് റെസ്റ്റ് ആൻഡ് പീസ് കിട്ടുന്നത് ഒരേ സെയിം ആണ് അല്ലേ? അവിടെ എനിക്ക് ഇവിടുത്തെ അംബാനിക്കാണ് അദ്ദേഹത്തിന് വേറൊരു മണ്ണിൽ വേറൊരു സ്ഥലം.
നീ ഇപ്പം സ്വർണത്തിന്റെ പെട്ടിയിൽ അദ്ദേഹത്തെ അടക്കിയാലും 4-മത്തെ ദിവസം പുഴുവരിക്കും. ഉം. ഇതൊന്നല്ലാതെ റോഡിന്റെ സൈഡിൽ ഞാൻ കിടന്ന് മരിച്ചാലും എന്നെയും പുഴുവരിക്കും. അതെ സെയിം. ഇത് മനുഷ്യന് മനസ്സിലാക്കാനുള്ള ചെറിയൊരിതുണ്ടെങ്കിൽ ഉം. ഈ ലോകത്ത് എല്ലാവരും മാനസികമായിട്ട് സമ്പന്നരാണ്, അല്ലേ? പണത്തേക്കാൾ കൂടുതൽ പണം ഉണ്ടായിട്ട് സമ്പന്നരാവുന്നതിനേക്കാളും ഉം. മാനസികമായിട്ട് ആര് സമ്പന്നനാവണോ അവനാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനും ഏറ്റവും സമ്പന്നനും. Yes. അതാണ്. ഈ പുതിയ തലമുറ എന്ന് പറഞ്ഞപ്പോ ഈ കുട്ടികളൊക്കെ ഈ മേഖലയ്ക്ക് വരുന്നുണ്ടോ എന്നറിയാം, ഈ കുക്കിങ്ങും കാര്യങ്ങളിലേക്ക് വരുന്നുണ്ടോ? ഇപ്പം പെൺകുട്ടികള് ഞാൻ പറഞ്ഞില്ലേ, പെൺകുട്ടികളൊക്കെ വരുന്നുണ്ട്. ഉം. അവിടെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാല്, ഈ കുട്ടികളൊരു പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവില് ഒരു ഫാന്റസി വേൾഡ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഹോട്ടൽ ഇൻഡസ്ട്രിക്ക് വരുന്നത്. 100 കുട്ടികൾ ട്രെയിനിങ് ചെയ്താൽ 10 കുട്ടികൾ പോലും ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നില്ല. അതിൻ്റെ ഒരു കാരണം ഇൻഡസ്ട്രി തന്നെയാണ്. ഉം. ഒന്ന്, നടത്തുന്ന കോളേജുകാർ ഈ കുട്ടിയെ ട്രെയിനിങ്ങിന് വിടുമ്പം ഒരിക്കൽ പോലും അവിടെ വന്ന് അന്വേഷിക്കാറില്ല ഉം. ഈ കുട്ടിക്ക് യഥാർത്ഥത്തിലുള്ള ട്രെയിനിങ് ആണോ കിട്ടുന്നത്, ആ, ആ, ആ. അതല്ലേ ഈ നമ്മുടെ ഒരു ഹോട്ടലിലേക്ക് വിടുന്ന ആളുകൾ ചിന്തിക്കുന്ന എന്താ അറിയാം, ഉം. ഇവനും 6 മാസം ഉള്ളത്, ഉം. ഒരിക്കലും ഹോട്ടൽ മാനേജ്മെന്റോ അല്ലെ അവരോ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മുതലാളി അറിഞ്ഞിട്ടുണ്ടാവില്ല. ഉം. ഈ കുട്ടിയെ സീനിയേഴ്സ് ചെയ്യിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ആ കുട്ടീനെ കഠിനമായിട്ടുള്ള പ്രവൃത്തിയിലേക്ക് വിടുകയാണ്. ഉം. അവനൊരിക്കലും അവിടെ ട്രെയിനിങ് അല്ല അല്ല. കിട്ടുന്നത്. ആ. അവന് പാത്രം തുടയ്ക്കുന്നു, ഉം. അവൻ പാത്രം കഴുകുന്നു, അല്ലെങ്കിൽ അവൻ ടേബിൾ തുടയ്ക്കുന്നു, ഉം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അവന് യഥാർത്ഥത്തിലുള്ള ഒരു ഇല്ല. ട്രെയിനിങ് എവിടുന്നും കിട്ടുന്നില്ല. അതോടുകൂടി അവൻ ഡെസ്പാവും. അവൻ അതോടുകൂടി അയ്യോ രാവിലെ ഞാൻ വന്നതാണ്, ഉം. ഹവേഴ്സ്. ഉം. എപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഒരു ഇതുണ്ട്, അവർ സ്കൂളിൽ തന്നെ കണ്ടില്ലേ, ഒരു പീരീഡ് കഴിഞ്ഞാൽ അത് അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കളി പീരീഡ് ഉം. അങ്ങനെയൊക്കെ ഉം. കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇപ്പം 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ അത് ഫോളോ ചെയ്യുന്നുണ്ട്, ഉം. ഉം. മിക്കവാറും ഫോളോ ചെയ്യുന്നുണ്ട്, ഉം. നമ്മുടെ ഹോട്ടലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും അതും ഒരു കൂടുതലാണെന്ന് ഞാൻ പറയാം. ഉം. ഒരിക്കലും ട്രെയിനിങ്ങിന് വരുന്ന കുട്ടികൾക്ക് 12-14 മണിക്കൂർ ഡ്യൂട്ടി കൊടുക്കാൻ പാടില്ല. ഉം. ഒരു 6-7 മണിക്കൂർ അവരെ ട്രെയിൻ ചെയ്തിട്ട് ഒരു ദിവസം 2 മണിക്കൂർ അവർക്ക് ക്ലാസ് ആയിട്ട് തന്നെ കൊടുക്കുക. ഉം. മക്കളെ ഇന്നതിൻ്റെ കുക്കിംഗ് ഇങ്ങനെയാണ്, മറ്റത് ഇങ്ങനെയാണ്, ഇതിനിത് ഇങ്ങനെ. ഈ ഒരു കുട്ടി ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു കുട്ടിയോട് കടുക് ഏതാ റാഗി ഏതാന്ന് ചോദിച്ചാൽ അറിയില്ല. അറിയില്ല. അവനറിയില്ല, അവൻ അങ്ങനത്തെ ട്രെയിനിങ് കിട്ടുന്നില്ല. പിന്നെ എങ്ങനെയാ ഹോട്ടൽ മാനേജ്മെന്റിൽ പഠിക്കാൻ കുട്ടികൾ വരിക? ഉം. പിന്നെ എങ്ങനെയാണ് അവനത് നിലനിർത്തി കൊണ്ടുപോവുക? അവന് കിട്ടുന്ന കഠിനമായ ട്രെയിനിങ് ആണ് ഇവിടെ. തുടക്കത്തിലെ അവന് മോശം അവനെ ഇതല്ലേ നല്ല ഉണ്ടാവുന്നത്. രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് പിന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഉം. ജോലി ലോകത്ത് വേറെ ഇല്ല. ഉം. ഉം. നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം ഉം. നമുക്ക് ഭക്ഷണം വേണം, അല്ലേ? ഉം. ഉം. ഒരു ദിവസം പോലും ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞവർ വെറുതെ ഇരിക്കണ്ട. ഉം. ഉം. സ്റ്റാർട്ടിങ് തന്നെ 10-22,000 രൂപ സാലറി ഉണ്ട്. ഉം. ഇവിടെ എവിടെയാണുള്ളത്? തുണിഷാപ്പിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നാൽ 15,000 റുപ്യ 12,000 റുപ്യല്ലേ കിട്ടുക? ഉം. പണ്ട് ഹോട്ടലിൽ ഇങ്ങനെ കുത്തക്കാലിൽ ആ, നിൽക്കേണ്ടിയിരുന്നു. ആ. ഇപ്പം ഇരിക്കാനുള്ള സൗകര്യം, കിടക്കാനുള്ള സൗകര്യം ഒക്കെ കുറച്ചും കൂടി നല്ല ഹോട്ടലുകൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? ഒരുപാട് മാറ്റങ്ങൾ. ഉം. പക്ഷെ ഇതിനൊരു മാറ്റം വന്നിട്ടില്ല. ഉം. ഉം. ഈ ഒരു ട്രെയിനിങ് സമ്പ്രദായത്തിൽ ഒരുപാട് മാറ്റം ഉം. വരുത്തേണ്ടിയിരിക്കുന്നു. ഉം. അത് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല കുട്ടികളെ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് കിട്ടും, ഉണ്ട്. ഉം. നല്ല ഡയമണ്ടുകൾ കിട്ടുന്ന ഞാൻ ഉം. പറയുന്നത്. ഉം. അത്രയും ടാലന്റ് ഉള്ള കുട്ടികളുണ്ട് ഇവിടെ. ഉം. ഉം. എന്തുകൊണ്ട് അവര് നാട്ടിൽ നിൽക്കുന്നില്ല, എല്ലാരും പുറത്തേക്ക് പോകുന്നു? പുറത്തു പോവാണല്ലോ അല്ലേ? അത് പുറത്ത് ഇവിടുത്തെ അതിനുള്ള വാല്യൂ ഉണ്ട് അവർക്ക്. ഉണ്ട്. ഉം. 3-4 മണിക്കൂർ പണിയെടുത്ത് അതിനുള്ള പൈസ കിട്ടുന്നുണ്ട്. ഉം. ഉം. ഇവിടെ ട്രെയിനിങ് എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അവനെ പണിയെടുപ്പിച്ച് അവന് ഈ ജോലിയോടെ മടുപ്പായി. വെറുപ്പായിട്ട് അവന് പിന്നെ ആ അവൻ ഭാഗത്തേക്ക് ഓടി വരില്ല. രക്ഷപ്പെടുക. ആ. അവൻ നിർത്തിപ്പോവുകയാണ് അവൻ. വീട്ടുകാരെ 10-12 ലക്ഷം റുപ്യ, 10-12 ലക്ഷം രൂപയാണ് ശരിക്കുള്ള നല്ലൊരു ഹോട്ടൽ മാനേജ്മെന്റ്, BSc ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുമ്പോഴേക്കും ആ കുട്ടി പഠിച്ചു കഴിയുമ്പോഴേക്കും ആവുന്നത്. ഉം. 5 ലക്ഷത്തിന് അങ്ങോട്ടാണ്. മുകളിലോട്ട്. ആ 1 ലക്ഷത്തിന് ഡിപ്ലോമയ്ക്ക് തന്നെ ഒരു 1.5 ലക്ഷം വേണം പ്രൈവറ്റില്. ഗവൺമെന്റിലാണെങ്കിൽ 10,000 റുപ്യൊക്കെ മതി. ഉം. ഉം. പക്ഷെ കുട്ടി ചെന്നെത്തുന്നത് ഇങ്ങനെയുള്ള ഇതിന് സ്ഥലത്തല്ലേ. അത് മനസ്സിലാക്കിയതാണോ ആളുകൾ ഇതിനെ പറ്റി? മനസ്സിലാക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ മനഃപൂർവ്വം മനസ്സിലാക്കുന്നത് അവര് എന്താ പറയാ, അതൊരു യൂട്ടിലൈസ് ചെയ്യാവാം, എന്തും ആണെന്ന് എനിക്ക് ഇപ്പൊ പറയാൻ അറിയില്ല. കാരണം അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പലരുടെയും എന്താണ്, പലർക്കും പല ഹോട്ടലുകൾക്കും അത് മാനസിക വിഷമം ഉണ്ടാക്കും. അതല്ല എൻ്റെ ഒരു മാനസികമായിട്ട് ഞാൻ പറഞ്ഞത്, കുട്ടികൾ ഏത് ഹോട്ടലിലേക്കാണോ വന്നത് അവിടെ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, അവരെ മോണിറ്റർ ചെയ്യുക. അവര് നമ്മളെ അടുത്ത തലമുറയാണ്. അടുത്തൊരു ഹോട്ടലിന് അത് ചിന്തിക്കുന്നില്ല അവര്. അടുത്തൊരു ഹോട്ടലിന് ആളെ വേണം, അല്ലെ? ഹോട്ടൽ പണി അറിഞ്ഞോൻ തന്നെ വേണം, അല്ലെങ്കിൽ പ്രൊഫഷനായിട്ട് പഠിച്ചോനെ തന്നെ വേണം അടുത്ത ഹോട്ടലിലേക്ക്. ഇനി അങ്ങോട്ട് കൂടുകയുള്ളൂ. ഒരു ദിവസം 2 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി. അതെ. അപ്പൊ അവർക്ക് അതിനുള്ള ട്രെയിനിങ്, അതിനുള്ള ക്ലാസ്സുകൾ ഇവരെ ക്ലാസ്സിലിരുത്തി പഠിപ്പിക്കും. ഞാൻ മുമ്പ് ജോലി ചെയ്തെടുത്ത ട്രെയിനിങ് പിള്ളേർക്ക് 1 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും.
അല്ലെങ്കിൽ അരമണിക്കൂർ ക്ലാസ്. അപ്പോൾ അവരിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഗസ്റ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെയാണ് നിങ്ങൾ ടവൽ മടക്കുക, എങ്ങനെയാണ് നിങ്ങൾ ഗസ്റ്റ് വരുമ്പോൾ അവരോട് ബിഹേവ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം, നിങ്ങൾ എങ്ങനെയായിരിക്കണം സംസാരിക്കേണ്ടത്, കണ്ണിൽ നോക്കി സംസാരിക്കണം, നിങ്ങൾ ഇത്ര അടി ഇങ്ങനെ നിൽക്കണം, ഇന്ന് അതൊന്നും പഠിപ്പിക്കുന്നില്ല. ഇന്ന് നേരെ കിച്ചണിലാണ്, കിച്ചണിൽ ഹൗസ് കീപ്പിംഗ് ആണ്, ഹൗസ് കീപ്പിംഗ്. ഇവൻ പണിയെടുക്കൽ തിരക്കുള്ള ഹോട്ടലാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. കോഴ്സിന്റെ ടൈമിൽ പഠിപ്പിക്കുന്നതാണോ അതൊന്ന്? ഇപ്പം എനിക്ക് തോന്നുന്നു കുട്ടികൾ നമുക്ക് ട്രെയിനിങ്ങിന് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാലോ. അതെ, ട്രെയിനിങ്ങിന് കുട്ടികൾ വരുമ്പോൾ തന്നെ കുട്ടികൾ ഒന്നും പഠിക്കാതെ വരുന്നത്. കാരണം വേറൊരു കാര്യം കൂടി ഉണ്ട്, ചില കുട്ടികൾ ആ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടോ അല്ലെങ്കിൽ ഒരു കോഴ്സ് എന്നുള്ള അതെ നിലയ്ക്ക് അതെ അതെ ഇത് ഉള്ളിന്ന് വരണല്ലോ, എനിക്കൊരു കുക്ക് ആവണം, എനിക്കൊരു അതെ ഷെഫ് അതെ അതെ ആവണം. അവന്റെ അവന്റെ ഈ ആ ജനിക്കുമ്പോഴേ ഉണ്ടാവും അവന്റെ ഉള്ളിൽ. അല്ലെങ്കിൽ കുറച്ചുകൂടി ആകുമ്പോൾ അവന് എന്തെങ്കിലും കണ്ട് ആകർഷണം, ഇപ്പോൾ നിങ്ങളെ കണ്ടിട്ടോ അല്ലെ പിള്ളേനെ കണ്ടിട്ടോ അല്ലെങ്കിൽ വേൾഡിലുള്ള വേറെ ഏതെങ്കിലും ഷെഫുമാരെ കണ്ടിട്ടോ അങ്ങനെയും ആവാലോ, റോൾ അതെ മോഡലായിട്ട് അങ്ങനെ വന്ന്, അല്ലെങ്കിൽ അവനക്കൊരു പക്ഷെ ഇൻട്രസ്റ്റിംഗ് വേണം. എത്ര ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമുക്ക് രണ്ട് മനസ്സാണല്ലോ, ഉം, ബോധ മനസ്സും ഉപബോധ ഉം, മനസ്സും. നമ്മുടെ ഉപബോധ മനസ്സ് എപ്പോഴും നെഗറ്റീവ് ചിന്തിക്കുന്നതാണ്. ഉം, ഏഹ് ഉം, നമ്മളെ ബോധ മനസ്സ് മാത്രമാണ് പോസിറ്റീവിലേക്ക് വരുന്നത്. ഈ ഉപബോധ മനസ്സിൽ നെഗറ്റീവ് ചിന്താഗതികളുമായിട്ടാണ് നമ്മളൊരു സ്ഥലത്തേക്ക് ചെല്ലുന്നത്. ഉം, നമ്മുടെ ബോധ മനസ്സിന് മാത്രമേ ഉള്ളൂ പോസിറ്റീവ്, ഉം. ഉപബോധ മനസ്സ് എപ്പോഴും നെഗറ്റീവാ. Negative. ഉം, 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 നമ്മളിപ്പോ രാത്രി കിടക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്ന കാര്യം, അയ്യോ രാവിലെ എണീക്കോ, ഉം, ഉം, ഇല്ലേ? ഒരു ഉം, ഉം, നിമിഷമെങ്കിൽ നമ്മൾ ഉം, ചിന്തിക്കില്ല, ഉം, രാവിലെ എണീക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ടൈമിന് നമുക്ക് ഇറങ്ങാൻ പറ്റുമോ, ഉം, അല്ലെ അല അടിച്ചില്ലെങ്കിൽ ഉറങ്ങിപ്പോവോ. ഉം, ഇതൊക്കെ നെഗറ്റീവാണ്. മറിച്ച് ഉം, നമ്മുടെ ബോധമനസ്സോ എനിക്ക് ചെയ്യാൻ പറ്റും, ഉം. ഞാൻ ഞാൻ രാവിലെ ഉണരും. എണീക്കും, ഞാൻ ഉം, രാവിലെ ഉണരും. ഉം. പക്ഷെ അപ്പോഴും നമ്മുടെ ഉപബോധ മനസ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അയ്യോ അടിച്ചമർത്തണം. പറ്റൂല പറ്റൂല. നമ്മൾ ഇതിനെ ഓവർകം ചെയ്യാണ്. ഉം, 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 ഈ ഉം, ഉപബോധ മനസ്സിനോട് അവിടെ മാറി നിൽക്കാൻ ഉം, പറഞ്ഞുകൊണ്ട് നമ്മുടെ ബോധ മനസ്സിലെ പോസിറ്റീവിലേക്ക് നമ്മൾ വരികയാണ്. ഉം, ഉം, അതിനെ വരുത്തണം നമ്മൾ. ഉം, ഉം. അതിനെ വരുത്താൻ എന്ത് വേണം, നമുക്ക് മോറൽ സപ്പോർട്ടും ഇമോറൽ സപ്പോർട്ടും വേണം. വേണം. അതെ, ഇതില്ലാണ്ട് വരുമ്പോൾ നമ്മൾ ഡൗൺ ആവും. ഡൗൺ ആവും. ഓരോ വ്യക്തിയും അങ്ങനെ ആവുന്നത് അതാണ്. ഇനി ഭക്ഷണത്തിലേക്ക് വരാം. ഇപ്പോ മയോണൈസ് വലിയൊരു വില്ലനാണല്ലോ. മയോണൈസ് വില്ലനൊന്നും അല്ല. ഉം, മയോണൈസ് മുട്ടയിൽ ഉണ്ടാക്കുന്ന മയോണൈസ് ഇത്ര മണിക്കൂറിൽ കൂടുതൽ നമ്മളുടെ സാധാരണ ടെമ്പറേച്ചറിൽ വെക്കാൻ പാടില്ല. അപ്പം അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ അത് ഉപയോഗിച്ച് തീർക്കണം. ഉം. നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ ഈ ചൂടുള്ള സ്ഥലത്താണ് കൊണ്ടുവയ്ക്കുന്നത്. എപ്പോഴും കണ്ടിട്ടുണ്ടാവും ഷവർമ ഉണ്ടാക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടാവും ഈ മയോണൈസ്. ഉം. അത് ഈ ടെമ്പറേച്ചർ ഈ ചൂടും തട്ടി കുറച്ച് കഴിയുമ്പോൾ ഇതെടുത്ത് അങ്ങോട്ട് വെക്കും. ഉം. എന്നിട്ട് രാത്രി എടുത്തിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കും. ഉം. പിറ്റേന്ന് ഇത് തന്നെ എടുക്കും. ഉം. ഒരിക്കലും മയോണൈസ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി പുറത്ത് വെച്ച സാധനം ഫ്രിഡ്ജിൽ വെക്കാനോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് ഉപയോഗിക്കാനോ പാടില്ല. പിന്നെ നമുക്ക് വെജിറ്റബിൾ മയോണൈസ് ഉണ്ടാക്കാമല്ലോ, എത്ര ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഉം. പൊട്ടറ്റോ കൊണ്ട് നമുക്ക് നല്ല മയോണൈസ് ഉണ്ടാക്കാം, ഉം. കേട് കൊണ്ട് നമുക്ക് നല്ല മയോണൈസ് ഉണ്ടാക്കാം. സെയിം ഇതേ നമുക്ക് അതേ ടേസ്റ്റ് ഉണ്ടാവും. ഉം. പൊട്ടറ്റോ കൊണ്ട് വയ്ക്കും, മുട്ടയൊന്നും വേണമെന്നൊന്നുമില്ല. എന്തുകൊണ്ടാ അത് ഉണ്ടാക്കാത്ത ആളുകളപ്പോ? അത് പൊട്ടറ്റോ ബോയിൽ ചെയ്യണം, ബുദ്ധിമുട്ടല്ലേ. ഓ ആ ബോയിൽ ചെയ്യണം, അത് അരയ്ക്കണം. മുട്ടയാകുമ്പോൾ എടുത്തങ്ങോട്ട് മിക്സിയിലേക്ക് അടിച്ച. പണ്ടൊക്കെ ഇങ്ങനെ ഞങ്ങളൊക്കെ കൈകൊണ്ട് പഠിച്ചതാ. ഉം, ഉം, ഞാനൊക്കെ ഇങ്ങനെ ഒരാളിങ്ങനെ മുട്ട പൊട്ടിച്ചു ഒരാൾ എണ്ണ ഇങ്ങനെ ഉം. ഒരു ഓട്ടയിടും, ഉം. ഓയിലിന്റെ ഇതിനൊരു ഓട്ടയിടും. എന്നിട്ട് കുഞ്ഞായിട്ട് ആ ഓട്ടയിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ 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 അവസാനം നമുക്ക് കയ്യിലൊരു പിടുത്തം എന്തെങ്കിലും ഇങ്ങോട്ടായി പോയി കഴിഞ്ഞാൽ അത് നശിച്ചു, ആ, ആ മൊത്തം കേടായി പോകും, ഓ, ഓ. ഉപയോഗിക്കാൻ പറ്റില്ല. അത് അതിന്റെ ആ ഒരു ഇത് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഉം, ഉം. പിന്നെയാണ് മിക്സിയിലിട്ടുണ്ടാക്കാന്നുള്ള കണ്ടുപിടുത്തങ്ങൾ ഓരോരുത്തരും. അപ്പൊ ശരിക്കും ഈ ഷവർമ്മ ഇതൊക്കെ നമ്മളെ നാട്ടിൽ വന്നിട്ട് എത്രയായി? നമ്മളെ നാട്ടിൽ ഷവർമ്മ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 30-35 വർഷമായിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ കാരണം അതിന്റെ ഒരു പീക്ക് ലെവൽ വന്ന ഒരു 10 വർഷത്തിന്റെ ഉണ്ടാവുന്നു അല്ലേ? 10 വർഷമായിട്ട് ഇപ്പം മലപ്പുറം ഏരിയയിലൊക്കെ മന്തി ഇല്ലാത്ത സ്ഥലമില്ല. ഷവർമ്മ, ആ മന്തി ഉള്ള സ്ഥലത്ത് ഷവർമ്മ ഉണ്ടാവും, അൽഫാം. അൽഫാം. ഇതൊക്കെ സ്മോക്കി ഫുഡുകളാണ്. ഇതൊന്നും സത്യത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ല. ഷവർമ്മ ഞാൻ പറയും ഒരിക്കലും അതൊരു മോശം ഫുഡല്ല, ശരിക്കും ഒരു ഹെൽത്തി ഫുഡാണ്. ഒലിവ് ഉണ്ട് ഇല്ലേ, ഒലിവ് ഉണ്ട്, വെജിറ്റബിൾ ഉണ്ട്, ചിക്കൻ ഉണ്ട്. പിന്നെ ഇങ്ങനെ എല്ലാ കടയിലും ഇല്ലാന്ന് മാത്രം. അതെ, അതൊക്കെ ഉണ്ടെങ്കിൽ അത് ആണെങ്കിൽ അതൊരു ഹെൽത്തി ഫുഡാണ്. ഒരാൾക്ക് ഒരു ദിവസം രാവിലെ ഒരു അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു ഷവർമ്മ കഴിച്ചാൽ ആൾക്ക് വേറെ ഒന്നും കഴിക്കണ്ട. 2-3 മണിക്കൂർ 4 മണിക്കൂറായിട്ട് വിശക്കില്ല. അവിടെയാണ് പ്രശ്നേ. ഇത് 5 മണിക്കൂർ ഷവർമ്മ കഴിച്ച് പിന്നെ രാത്രി വേറെ ഫുഡ് ഉണ്ട്. എന്നിട്ട് പറയും ഷവർമ്മ കഴിച്ചിട്ട് എനിക്ക് മയോണൈസ് വില്ലനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ രീതിയിൽ മയോണൈസ് കഴിച്ചാൽ വില്ലനാണ്. മയോണൈസ് വളരെയേറെ ശ്രദ്ധിക്കേണ്ട. നമ്മുടെ ചോറ് വില്ലനല്ലേ. നമ്മുടെ ചോറൊക്കെ എന്ന് പറഞ്ഞിങ്ങനെ ഏറ്റവും വേഗം പോയിസൺ ആവുന്ന സാധനമാണ്. അതിനെ ശരിക്കും ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ ബോയിൽഡ് എഗ്ഗ് പെട്ടെന്ന് പോയിസൺ ആവുന്ന സാധനം. ഏറ്റവും വേഗത്തിൽ ഫുഡ് പോയിസൺ വരുന്ന സാധനമാണ് ബോയിൽഡ് എഗ്ഗ്,
പിന്നെ നമ്മുടെ റൈസ്, ഉം. പൊട്ടറ്റോ, ഉം. ബോയിൽഡ് പൊട്ടറ്റോ, പിന്നെ ടിൻ ഫുഡുകള്, ഉം. മഷ്റൂം. എനിക്കൊരു അനുഭവം ഉണ്ടായി. കഴിഞ്ഞ തവണ ഞാൻ അബുദാബി പോയില്ലേ, ഞാനന്ന് നമ്മുടെ ഷെഫ് ലത കിച്ചണില് വീഡിയോ എടുക്കേണ്ടതാ, ഉം. എനിക്ക് എടുക്കാൻ പറ്റില്ല. അത് പറഞ്ഞില്ലേ, ആള് ഇല്ലേ? പറഞ്ഞില്ലേ. ഞാന് ഫ്ലൈറ്റിൽ നിന്ന് സാൻഡ്വിച്ച് തന്നു, ഞാനത് കഴിച്ചില്ല. ആ. എനിക്കപ്പോൾ വിശപ്പില്ല, ഞാൻ ലോഞ്ചിൽ നിന്ന് കഴിച്ചു, റൂമിൽ പോയിട്ടാ കഴിച്ച്. ആ. പിറ്റേ അപ്പൊ അവരെ ദിവസം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, പിറ്റേ ദിവസം പണി കിട്ടി. പെട്ടെന്ന് ഫുഡ് ഷിവറിങ് പോയ്സൺ വന്നു, ഇതൊക്കെ ആയി, ഫുഡ് ആകെ പോയ്സൺ ആയി. പ്രശ്നമായി. ഫുഡ് പോയ്സൺ ആയി. ഈ അപ്പൊ ഫുഡ് നമുക്ക് പോയ്സൺ എനിക്ക് മനസ്സിലായില്ല. ഫുഡ് പോയ്സൺ വന്നാൽ എന്താന്നുള്ളത് നമ്മളത് ആദ്യം നമുക്ക് ആദ്യം തന്നെ നമുക്ക് വയറിന് അധികം ഫുഡ് പോയ്സണും കഴിച്ചപ്പോഴൊന്നും വരില്ല. ഉം. ചുരുങ്ങിയത് ഒരു 6 മണിക്കൂർ അതെ അതെ, അത്രയായി. രാത്രി കഴിഞ്ഞിട്ടൊക്കെ കഴിച്ചു ഞാൻ. 6 മണിക്കൂർ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു വയറുവേദന തുടങ്ങും. വൊമിറ്റ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാവും. അത് എന്തിനാണ് നമ്മുടെ ശരീരം അതിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരിതാണ് വൊമിറ്റ് ചെയ്യാൻ വരിക. വൊമിറ്റ് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് നല്ല കഠിനമായ തലവേദന ഉണ്ടാവും, പിന്നെ വയറുവേദന, വയറ്റിളക്കം. ഇതുണ്ട്. പനിയും കൂടെ ഉണ്ടായാൽ നിങ്ങൾ ഉറപ്പിച്ചോളുക ഫുഡ് പോയ്സൺ ആണ്. ഇത് ശരിക്കും ഡേഞ്ചർ അല്ലേ? ശരിക്കും ഭയങ്കര ഡേഞ്ചറാണ് ഫുഡ് പോയ്സൺ. ലോകത്തിൽ എത്രയോ ലക്ഷം ആളുകൾ നമ്മൾ അറിയാതെ അറിയപ്പെടാതെ ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നത് ഫുഡ് പോയ്സണിലൂടെയാന്നാ പറയുന്നത്. മറ്റുള്ളതിലൂടെ ഒന്നും അല്ല എന്നാ പറയുന്നത്. ഫുഡ് പോയ്സൺ രോഗങ്ങൾ വന്ന് മരിക്കുന്നതിനേക്കാൾ ആളുകൾ ഫുഡ് പോയ്സണിൽ മരിക്കുന്നുണ്ട്. സിംറ്റംസ് കാണിക്കും. സിംറ്റംസ് സ്ലോ ആയിട്ട് കാണിക്കുന്ന ടിൻ പോയ്സൺ. നമ്മളിപ്പോൾ മഷ്റൂം, ആ ടിൻ പോയ്സൺ നമ്മളെ സൈലന്റ് കില്ലറാണ്. വളരെ പതുക്കെ നമ്മുടെ ബോഡിയിൽ ഓരോ പാർട്സിനെയും ബാധിക്കുക. ടിൻ ഫുഡുകൾ വരുമല്ലോ നമ്മൾക്ക് ടിൻ ഫുഡ് വന്നാൽ നമ്മൾ എന്താ, ടിന്ന് പൊട്ടിക്കും, കുറച്ചെടുക്കും, നേരെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ഡേഞ്ചറാണ്. അത് അപ്പം തന്നെ മാറ്റണം, അതോടുകൂടി തീർക്കണം, അല്ലെങ്കിൽ മാറ്റണം. ആ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു ബൗളിലോ കണ്ടെയ്നറിലോ ആക്കി നമുക്ക് സൂക്ഷിക്കാം. എന്ന് വിചാരിച്ചാൽ ഒരുപാട് ദിവസം സൂക്ഷിക്കില്ല, സൂക്ഷിക്കാം. പക്ഷെ ടിന്നിൽ സൂക്ഷിക്കാൻ പാടില്ല. ഒരു പ്രാവശ്യം തുറന്നിട്ട് പിന്നെ അത് സൂക്ഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഫ്രീസറിൽ വെക്കുന്ന സാധനങ്ങൾ -20 നമ്മൾ സൂക്ഷിക്കണം. ഫ്രീസ് ചെയ്യുന്ന സാധനങ്ങൾ -20 സൂക്ഷിക്കണം. ഇവിടുത്തെ ഹെൽത്ത് ഒക്കെ എങ്ങനെ? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഞാൻ പറയും വളരെ അപൂർവം ഹെൽത്തിലെ ആൾക്കാരുണ്ടാവും ജെന്യൂനായിട്ട് ചെയ്യുന്നത്. ബാക്കിയൊക്കെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ തട്ടുകടകളൊന്നും പ്രവർത്തിക്കില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, തട്ടുകടയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ പട്ടിണിയാൽ അവർക്കും ജീവിക്കേണ്ടതെന്ന്. കാരണം ഹൈജീൻ അല്ലാതെ ഒരു മനുഷ്യനെ കൊല്ലുന്ന ഒരു നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി വേറൊരാളെ ബലി കൊടുക്കാൻ പാടുണ്ടോ? പൊടി പറക്കുന്ന സ്ഥലത്തായിരിക്കും പലപ്പോഴും തുറന്നു വെച്ചിരിക്കുന്ന പലഹാരങ്ങൾ. ആളുകൾ നടന്നു പോകുമ്പോൾ തുപ്പുന്നുണ്ടാവും, കാറുന്നുണ്ടാവും. ഒരിക്കൽ പോലും അത് അടച്ചു വെച്ച് കണ്ടിട്ടില്ല. ഇതൊക്കെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് നോക്കിയിട്ട് ഇതൊക്കെ പ്രോപ്പറായിട്ട് നല്ലോണം കവർ ചെയ്തിട്ടാണോ വെക്കുന്നത്? ഇവർ മാസ്ക് ഉപയോഗിക്കുന്നുണ്ടോ, ഗ്ലൗ ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിട്ട് പൊറോട്ട ഉണ്ടാക്കുന്ന ഇവരങ്ങനെ തിരികെ വെച്ചിട്ട് അവൻ ആ കൈ കൊണ്ട് പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിത് പുറത്തൊന്നും കാണുന്നില്ല, നമ്മൾ ഇതിനെ വാച്ച് ചെയ്യാൻ ശ്രമിക്കാറുമില്ല. പിന്നെ അവരുപയോഗിക്കുന്ന വെള്ളം എപ്പോഴെങ്കിലും ഏതെങ്കിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ചെന്നിട്ട് ആ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും? ഞാൻ എനിക്ക് വെള്ളം കുടിച്ചിട്ട് പറ്റിയിട്ടുണ്ട്. പോകുന്ന സമയത്ത് നാരങ്ങ വെള്ളം കുടിച്ചു, ലൈം ജ്യൂസ് കുടിച്ചു, എനിക്ക് വയറ്റിളക്കും, ഛർദി. കോഴിക്കോട് തൊട്ടിട്ട് ഞാൻ കയറാത്ത പമ്പുകളില്ല. വയറ്റിളക്കും തുടങ്ങി, ഛർദിയും തുടങ്ങി. ഇപ്പൊ ഞാൻ ട്രാവൽ ചെയ്യുമ്പോ ഒക്കെ വെള്ളം ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം കയ്യിൽ കരുതേ. 2025 പ്രോപ്പർ സിസ്റ്റം ഇപ്പോഴും ഇല്ല. ഇപ്പോഴും ഇല്ലാന്ന് തന്നെ പറയാം. പ്രോപ്പർ സിസ്റ്റം ഒന്നും ഇപ്പോഴും ഇല്ല. അത് പാലിക്കുന്ന ഹോട്ടലുകളുണ്ട്. നമുക്കൊക്കെ ആണെങ്കിൽ ഒരു ഹൈജീൻ മാനേജർ ഉണ്ട്. അവരെ നമുക്ക് പേടിയാണ്. അവർ വന്ന് നമ്മൾ ഡേറ്റ് ടാഗ് ഉണ്ടോ ഡെയിലി അവർ ചെക്ക് ചെയ്യും, അവർ റിപ്പോർട്ട് ചെയ്യും. നമ്മൾ പിന്നെ മീറ്റിങ്ങിൽ പോയിരിക്കണം, തല കുനിക്കണം. പിന്നെ അവർ ഓയിൽ ചെക്ക് ചെയ്യും, എല്ലാം അവർ ചെക്ക് ചെയ്യും. അത് എല്ലാം അതേപോലെയുള്ള ചെറിയ ചെറിയ ഹോട്ടലുകളിലൊന്നും അതില്ലല്ലോ. പക്ഷെ ചില ഹോട്ടലുകളിൽ ഞാൻ പോയി മനസ്സിലാക്കിയതേ, ചില വ്യക്തികൾക്ക് നിർബന്ധമുണ്ട് വൃത്തി വേണമെന്ന്. അതെ, അത് ഈ ഉള്ളിന്ന് അവനവന്റെ ഉള്ളിന്ന് വരണം. ചിലവർ അവർ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്, അവരുടെ ഫാമിലി. അതെ അതെ അതെ. അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ കീപ്പ് ചെയ്യുന്നുണ്ടാവും. നമ്മള് ബിസിനസ് ആയിട്ട് അവൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും, ഹോട്ടലിൽ നിന്ന് ഗസ്റ്റ് ആളുകൾക്ക് അത് മോശമായ, അത് ശരിക്കും ഞാൻ എപ്പോഴും പറയുന്നതാണ്, അത് ശരിക്കും ഒരു ക്രിമിനൽ മെന്റാലിറ്റി അല്ലേ? സത്യത്തിൽ പഴങ്ങളിലൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ചെറിയ കുട്ടികൾക്ക് വരെ നമ്മൾ കൊടുക്കുന്ന സാധനമല്ലേ ഫ്രൂട്ട്സ്. ഇത് കേട് വരാതിരിക്കാൻ വേണ്ടിട്ട് വിഷം ചേർക്കുക. ശരിക്കും അതൊരു കുറ്റകൃത്യമാണ്. ശരിക്കും അതിനൊക്കെ ക്രിമിനൽ കുറ്റപ്പെടുത്തിയിട്ട് പിന്നെ അവർക്ക്
ഒരിക്കലും ഉം. ഒരു കച്ചവടം ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കണം അതിനൊക്കെ ഗൾഫ് ഒരു പരിധി വരെ ഗൾഫ്. ഞാൻ ഭയങ്കര ചോദിക്കണേ, നമുക്കെന്ത് നിയമം ഇവിടെ പാലിക്കാൻ പറ്റുന്നില്ല? അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട് വിദേശ രാജ്യങ്ങൾ നിയമം പാലിക്കുന്നുണ്ടല്ലോ? ഇവിടുന്ന് പോയ മലയാളി ഇൻവെസ്റ്റേഴ്സ് ആണല്ലോ അവിടെ തന്നെ റെസ്റ്റോറന്റ് അതെ, നടത്തുന്നത്. അവരത് പ്രോപ്പറായി. പാലിക്കുന്നുണ്ടല്ലോ. കാരണം അവര് പണി കിട്ടുന്നവർക്ക് അവര് അവരത് അവരുടെ മുടക്കിയ കാശ് ലൈസൻസ് മൊത്തം കട്ടാക്കുക. പോവും. ലൈസൻസ് കട്ടാക്കണ മാത്രം ഉം. വന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെടുത്ത് മറ്റേ ഡീസൽ ഒഴിച്ചളയും. ഉം. ഉം. ആ ഫ്രീസറിലേക്ക് ഡീസൽ ഒഴിച്ചളയും. ഒഴിച്ചാളെ. പിന്നെ ഉടുക്കരുത് അവര് വിചാരിച്ചിട്ട്. മുടക്ക് മുതൽ കംപ്ലീറ്റ് പോകുന്നവർക്ക് ഉറപ്പാണ്. ആ. ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇത് അതിനെ ഉപായം കൊണ്ട് സെറ്റാക്കും. ഓട്ടയടിക്കാന്ന് അറിയില്ല. അതാണ് ഇവിടുത്തെ രീതി. ഇവിടുത്തെ അത് തട്ടുകടകളൊക്കെ മാത്രല്ലേ. ഞാൻ പറയാം, നല്ല തട്ടുകടകൾ വേണം റോഡിന്റെ സൈഡിലൊക്കെ. അതൊരു മനോഹരമാക്കും. നമ്മുടെ നഗരത്തിനെ മനോഹരമാക്കുന്നത് ഇതും കൂടിയാണ്. നമ്മുടെയൊക്കെ നൊസ്റ്റാൾജീനെ അതെ. കൊണ്ടുവരുന്നത് ഇതും കൂടിയാണ്. അപ്പൊ അതിന് പക്ഷെ പ്ലാനൊക്കെ മന്ത്രി റിയാസ് ഒക്കെ അതിന് കൊണ്ടുവരുന്നതൊക്കെ പറഞ്ഞു. അതുപോലെ രീതിയിലുള്ള ഉം. തട്ടുകടകള്, ഉം. അവിടെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ്. ഉം. ഇപ്പൊ നമ്മൾ ഹോട്ടൽ കഴിഞ്ഞ എത്രയോ ആളുകളുണ്ട് ഇവിടെ, ഉം. ഷെഫ്മാരുണ്ട്. ഉം. അവരെ വിളിച്ചിട്ട് ഉം. സർക്കാരിന്റെ ചെലവില് സർക്കാർ എന്തെങ്കിലും അവർക്ക് ഒരു ദിവസത്തെ സാലറി അല്ലെങ്കിൽ ഒരു ദിവസത്തെ കോൺട്രിബ്യൂഷനോ കൊടുത്തും കൊണ്ട് ഉം. ഇവർക്ക് ട്രെയിൻ ചെയ്യും. നടന്നു തന്നെ ടൂർ ചെയ്യോ അതൊന്നും നടപടിയാണെന്ന് തോന്നുന്നില്ല. ഹോട്ടലും ടൂറിസവും ഭയങ്കര കണക്റ്റഡ് അതെ ആണല്ലോ. അതെ, കണക്റ്റഡാ. എന്താ നമ്മുടെ ടൂറിസത്തിന്റെ ഒരു ഇത്? നമ്മൾ ഞാൻ പറയും എപ്പോഴും, ലോകത്തിൽ ഇത്രയും മനോഹരമായ നാട് നമ്മളത് തന്നെയല്ല. നിങ്ങൾ ഒരുപാട് രാജ്യത്ത് ഉം. സഞ്ചരിച്ചിട്ടുണ്ട്, ഉം. ഞാനും പോയിട്ടുണ്ട് ഉം. ഒരുപാട് സ്ഥലത്ത്. ഇവിടെയൊക്കെ കിട്ടുന്നതിനേക്കാളും ഇവിടെയൊക്കെ ഉള്ളതിനേക്കാളും സ്നേഹസമ്പന്നരായിട്ടുള്ള ഒരു സമൂഹമുള്ള നാടാണ് നമ്മളത്, അല്ലേ? ഉം. എല്ലാ മതസ്ഥരും ഒരുപോലെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു നാടാണ് നമ്മൾ. നമ്മളിപ്പോൾ ഗുജറാത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞിരിക്കുകയാണ്, ഭയങ്കര പ്രശ്നങ്ങളുള്ള ഉം. പല സ്ഥലത്തും പ്രശ്നങ്ങളുണ്ട്. ഉം. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. അതുപോലെ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ. പക്ഷെ എന്തൊക്കെയോ എവിടേക്കോ മിസ്റ്റേക്ക് ഉണ്ട്. അത് നമ്മുടെ ഭരണഘടനയുടെ ആണോ ഉം. ഉം. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ ആണോ ഉം. ഉം. നമ്മുടേതാണോ എന്നും അറിയില്ല. ഉം. ഏ ഉം. നമ്മുടെ തലമുറ ഇതാണെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഇത്ര ടൂറിസം ഇത്രയ്ക്കും വളർത്താൻ പറ്റിയ ഒരു നാട് നമ്മുടെ വയനാടൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, പ്രകൃതി ഇത്രയും സുന്ദരിയാണോ എന്ന് തോന്നുന്നു നമുക്ക്. അതുപോലെ ഈ കായലിന്റെ അടുത്ത് കൂടെ പോകുമ്പോൾ ആ. ലോകത്തിലെ ഏറ്റവും സുന്ദരി നമ്മുടെ നാടാണെന്ന്, അല്ലേ? നമ്മൾ യാത്ര ചെയ്തു വന്ന ആ, കണ്ടെയ്നർ അതെ. റോഡ് തന്നെ നമുക്ക് തോന്നും നമ്മളെ ടൂറിസത്തിന്റെ ഏറ്റവും സാധ്യതയുള്ള സ്ഥലം. പിന്നെ ഏ. ടൂറിസം ഇവിടെ ഈ പൊതു റോഡുകളുടെ ആ. സൈഡുകളൊക്കെ മനോഹരമാക്കാൻ നമ്മൾ പറഞ്ഞ നാം- ഈ തട്ടുകടയൊക്കെ അവിടെ കൊണ്ടുപോയിട്ട പാർക്കിങ്ങിനൊക്കെ അതെ, പ്രോപ്പറായിട്ട് കൊണ്ടുവരിക. പാർക്കുകളൊക്കെ നല്ല ഉം. വൃത്തി കൊണ്ടെടുക്കുക. അതെ. നമ്മുടെ ഇവിടുത്തെ പാർക്ക് പോയി നമുക്ക് ഇരിക്കാൻ ഉം. പറ്റുമോ? ഉം. നമുക്ക് ഇരിക്കാൻ പറ്റുമോ പാർക്കിൽ? ഇവിടെ നിന്നിട്ടുണ്ടാവും മൂത്രമൊഴിച്ച് വെച്ചിട്ടുണ്ടാവും ഉം. ആൾക്കാർ. ഇവിടെ മുറുക്കി തുപ്പിണ്ടാവും. ഇവിടെ പാൻപാര. ഇതിനൊക്കെ പിന്നെ കടുത്ത പിഴ കൊടുക്കുക. അതെ അതെ. പിന്നെ കൊട പിടിച്ചിട്ടുള്ള ഒരു സമൂഹം. ആ, പിന്നെ അത് വേറെ. അത് മാത്രോ, കയ്യിലൊരു പേപ്പർ ഉണ്ടെങ്കിൽ ഉം. അത് റോഡിലേക്ക് തന്നെ ഇടണം അവന്. ഉം. ഉം. തുപ്പണമെങ്കിൽ അവന് റോഡിലേക്ക് തന്നെ തുപ്പണം. വേറെ ഏത് നാട്ടിൽ ചെന്നിട്ട് ഇവൻ തുപ്പട്ടെ? ഉം. തുപ്പുവൻ? ഉം. പട്ടിയുള്ളവൻ റോഡിലെ പട്ടിനെ അപ്പിടിക്കൂ. ഉം. ഉം. വിദേശത്ത് ചെന്നിട്ട് ഇവൻ റോഡിൽ അപ്പിടിച്ച 10,000 രൂപ പിഴയാ. ഉം. ഇവന്റെ കയ്യിൽ ഒരു കവറും ഉണ്ടാവും, ഒരു ഗ്ലൗവും ഉണ്ടാവും. എന്നാ പട്ടി വഴിയിൽ അപ്പിട്ടാൽ അത് എടുത്ത് കയ്യിലെടുത്തിട്ട് ഉം. കവറിലാക്കി കൊണ്ടുപോയിട്ട് അവന് ബിന്നിൽ കൊണ്ടിടണം. പണ്ട് നമുക്ക് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് എത്ര കിലോമീറ്റർ യാത്ര ചെയ്ത് ഓറഞ്ച് തൊലി കളയാൻ വേണ്ടിട്ടായിരുന്നു. പക്ഷെ അന്ന് ആളുകൾ ചിരിച്ചു. സത്യാണത്, സത്യാണ്. ഉം. അത് മമ്മൂക്ക പറഞ്ഞത് സത്യാണ്. ഉം. ഉം. ചില നാടുകളിൽ പോയി കഴിഞ്ഞാൽ അതെ, അതെ. നമുക്ക് മനസ്സിലാവുള്ളൂ. ആ നാടൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ക്ലൈമറ്റ് ഉം. എത്ര എപ്പോഴെങ്കിലും എന്താ ഒക്കെ നമ്മളെ ഇടുക്കി, മൂന്നാറ്, വാഗമണ്ണ്, വല്ലപ്പോഴൊക്കെ ഒരു മഴ വയനാട്. വരുമ്പോ ഉം. ഉള്ളൊരു ഉം. ഇത്, അത് ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടാണ് ഉം. ഉം. നമുക്ക് ഇത്രയും പെരുവെള്ളത്തിന് ഉം. സഹിക്കേണ്ടി വരുന്നത്. ഉം. നമ്മൾ തന്നെ നശിപ്പിച്ചു. ചെയ്യാൻ പറ്റാത്തടത്ത് ലാൻഡിന്റെ ഇത് നോക്കാതെ കുറെ ബിൽഡിങ്ങുകളും പണിതിട്ടപ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നു മാത്രം. ഉം. ഉം. അതല്ലാണ്ട് നമ്മളെ നാട് പോലെ മനോഹരമായ നാട് ലോകത്ത് ഒറ്റ എവിടെയുള്ളത്? കാര്യം ചിന്തിച്ചാൽ മതി. നമ്മൾ ഉണ്ടാക്കിയതല്ല അത്. അല്ല, നമ്മുടെ മുൻ തലമുറ നമുക്ക് കുറെ ആകെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടും. കാലമേ ഉള്ളൂ. അതെ, നമുക്ക് അതെ. കുറച്ച് കാലത്തേക്ക് ഇവിടെ ഒന്ന് ജീവിക്കാൻ വേണ്ടി, ഇവിടെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ദൈവം നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന ബോണസാണിത്. ഉം. ഉം. അത് നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഉപയോഗപ്പെടുക. ഉം. ഇത്രയ്ക്കും വിഭവ സമൃദ്ധമായിട്ടുള്ള നാട് എവിടെയുള്ളത്? ഉം. ഉം. നമ്മുടെ ഇളനീര് ഉം. ലോകത്ത് ഏറ്റവും അമ്മയുടെ മുലപ്പാലിന് തുല്യമാണെന്നാ പറയുന്നത് ഉം. ഇളനീര്. ആ തേങ്ങ ഉം. അമ്മയുടെ പാലിനോട് സമമാണെന്ന തേങ്ങ. ഉം. ഉം. അത്രയും വിഭവങ്ങളുണ്ട് നമുക്ക്. ഉം. ഉം. നമ്മുടെ തേനിന്റെ ഗുണമില്ല വേറൊരു നാട്ടിലെ തേനും. ഉം. സ്പൈസസിന് വേണ്ടിട്ടല്ലേ ഇവിടെ നമ്മുടെ വന്നത് തന്നെ ആളുകൾ. സ്പൈസസിന്റെ ഗുണം വേറെ ഉം. എവിടെയില്ല. ഉം. ഉം. ഇതൊക്കെ ഉള്ള
ഇത്രയും മനോഹരമായ നാടിനെ നമ്മൾ തന്നെ നമ്മുടെ ഇച്ഛാശക്തി നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മൾ അതിനെ അങ്ങോട്ട് നമ്മൾ പറയല്ലോ പിന്നെ ഈ സർക്കസിലെ ആളുകളല്ലേ നമ്മൾ അവരേത് രീതിയിലും വളയാനുള്ള രീതിയിലാക്കി മാറ്റില്ലേ, അതേപോലെ നമ്മുടെ പ്രകൃതിനെയും നമ്മുടെ നാടിൻ്റെ എല്ലാത്തിനെയും അങ്ങനെ അങ്ങ് വളച്ചു. ഒരു സർക്കസിലെ ഒരാളെ എങ്ങനെ ആക്കി മാറ്റും ആ ഒരു റേഞ്ചിലേക്ക് പോയി. അതിലേക്ക് പോയി. നമ്മൾ പറയുന്ന ചില കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആർക്കെങ്കിലും മനസ്സിൽ സ്ട്രൈക്ക് ചെയ്താൽ അത് നമ്മുടെ വിജയമാണ്. ഇത് കേൾക്കുന്ന ഏതെങ്കിലും നമ്മുടെ ടൂറിസം മിനിസ്റ്റർക്കോ നമ്മളെപ്പോലുള്ള ആളുകളില്ലേ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഫ്രീ ആയിട്ട് ട്രെയിനിങ് കൊടുക്കാം ഈ തട്ടുകടയിൽ നിൽക്കുന്ന ആൾക്കാർക്ക്. ആഴ്ചയിൽ 1 ഹവർ എനിക്ക് തന്നാൽ ഞാൻ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കാം. എനിക്ക് നിങ്ങളൊന്നും തരണ്ട, ഞാൻ ട്രെയിനിങ് കൊടുക്കാം. നമുക്കൊരു ബാധ്യത ഉണ്ടല്ലോ അല്ലേ? നമ്മൾ ജനിച്ചു വരുമ്പം, ഞാനായാലും നിങ്ങളായാലും ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മോൻ ജനിച്ചത് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അമ്മയ്ക്കും അച്ഛനും താങ്ങായിട്ടാണ് മോൻ ഒരിക്കലും ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ നമ്മളതല്ല പറയേണ്ടത്. അമ്മയ്ക്കും അച്ഛനും മാത്രമല്ല, നമുക്ക് സമൂഹത്തിനോട് കടമയുണ്ട്, നമ്മുടെ നാടിനോട് കടമയുണ്ട്, നമ്മുടെ ഭൂമിയിലെ ഓരോ ജീവജാലങ്ങളോട് നമുക്ക് കടമയുണ്ട്. ഈ കടമ നിറവേറ്റി നിങ്ങൾ പോകുമ്പോൾ മാത്രമാണ് നിങ്ങളൊരു മനുഷ്യനാവുന്നത്. ഈ കടമകളെല്ലാം ഇവിടെ നിന്ന് നിറവേറ്റി നിങ്ങൾ പോകുമ്പോൾ മാത്രമാണ് മനുഷ്യനാവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യനല്ല. ഇപ്പൊ ഞാനിപ്പോ ഒരു സാധാരണ ജീവിതത്തിലൂടെ പോയിരുന്ന ആളാണ് പെട്ടെന്ന് വ്ളോഗിലേക്ക് മാറിയത്. അത് ഒരു നിമിത്തമായിരിക്കാം. അപ്പൊ എനിക്കും അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. കാരണം ഇത് ആളുകളിലേക്കാണല്ലോ എത്തുന്നത്. നിങ്ങളുടെ കർമ്മം എന്ന് പറയുന്നത് നിങ്ങളുടെ കർത്തവ്യം കൂടിയാണ്. കർമ്മം മാത്രമല്ല, അത് നിങ്ങളുടെ കർത്തവ്യം കൂടിയാണ്. ഈ കർത്തവ്യം നിറവേറ്റാൻ നിങ്ങൾ മറ്റുള്ളവരെ ബലിയാടാക്കാതെ നിങ്ങളുടെ കർത്തവ്യം നിങ്ങൾ സത്യസന്ധമായി നിറവേറ്റുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ കർമ്മം പൂർണ്ണമാകുന്നത്. അതെ. ഇപ്പൊ രുചിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ബിരിയാണി നമുക്ക് ഈ കൺസിസ്റ്റൻസി എങ്ങനെ കിട്ടുന്നത്? ഇപ്പൊ ഈ ഒരു മൈൻഡിനനുസരിച്ച് രുചിയിൽ വ്യത്യാസം വരാറുണ്ടോ? അതെന്താണെന്നറിയോ, കണക്കുണ്ടല്ലോ. അപ്പം ചൂട് കൂടിപ്പോയാൽ, ഇപ്പം ബിരിയാണി ദം ചെയ്യുമ്പോൾ അതിന്റെ ദമ്മിന്റെ ടൈം കൂടിപ്പോയാൽ ബിരിയാണി നന്നാവില്ല. അതിൽ ചേർക്കേണ്ട ഓരോന്നിനും അളവുകൾ. അതാ ഞാൻ പറഞ്ഞത്, മാത്തമാറ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ് പാചകത്തിൽ. മാത്തമാറ്റിക്സ് എവിടെ പോയോ പാചകം പോയി. ഇത് പഠിക്കാൻ പറ്റുമോ ശരിക്കും? പാചകം പഠിക്കാന്ന് പറയുമ്പം പൂർണ്ണമായിട്ട് ഒരാൾക്ക് പഠിക്കാൻ പറ്റില്ല. അത് പഠിക്കണമെങ്കിൽ ആള് പൂർണ്ണമായിട്ട് നമ്മൾക്ക് ആർക്കും പഠിക്കാൻ പറ്റില്ല. ഞാനൊരു കാര്യം, നിങ്ങളൊരു സിഗ്നേച്ചർ ഐറ്റം, മാമിന്റെ ഒരു സിഗ്നേച്ചർ ഐറ്റം എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഞാനത് കണ്ടിട്ടോ പറഞ്ഞു തന്നാലോ സെയിം അതെനിക്ക് സെയിം ആയിട്ട് നിങ്ങൾക്ക് പഠിക്കുകയൊക്കെ ശരി, ഒരു 90% ശരിയാവും, 10% ശരിയാവില്ല. അതെന്താണെന്ന് എനിക്ക് ഇന്നും പിടികിട്ടിയിട്ടില്ല. ഈ കൈയളവില് അത് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്നതിന്റെ ചൂടിന്റെ ക്രമീകരണം അതൊക്കെ വരുന്നത്. അതിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു സാധനമല്ല അത്. ഞാൻ ആ ചൂടിനെ നോക്കി, ഞാൻ മണത്തിനെ നോക്കി, ഞാൻ മണത്ത് നോക്കി, ആ ഒരു മണം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനത്തിന്റെ, അല്ലെ ഞാൻ കഴിച്ചൊരു സാധനത്തിന്റെ മണം എൻ്റെ ബ്രെയിനിൽ ഫീഡാണ്. ആ ഫീഡ് ചെയ്ത ബ്രെയിനിലെ സാധനമാണ് ഞാൻ എടുത്ത് പുറത്തേക്ക് ഇടുന്നത്. നിങ്ങളുടെ ബ്രെയിനിലേക്ക് ആ ഫീഡിങ് വന്നിട്ടില്ല. അപ്പൊ എങ്ങനെയാ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന സാധനം അതേ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുക? ഒരിക്കലും പറ്റില്ല. അതാണ് ഓരോരുത്തരുണ്ടാക്കുമ്പോഴും അതിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു വ്യത്യാസം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിൽ ഞാൻ കഴിച്ച ഒരു കറി ഉണ്ടാക്കുകയാണ്. ഞാനത് പാലക്കാട് നിന്ന് എവിടെന്നെങ്കിലും കഴിച്ച കറി ആയിരിക്കാം. ആ ടേസ്റ്റ് എൻ്റെ മനസ്സിലുണ്ട്. അത് പ്രകാരമാണ് ഞാൻ അതവിടെ ഉണ്ടാക്കുന്നത്. ആ രുചി എൻ്റെ നാവിൽ വന്നാൽ മാത്രമേ അതെനിക്ക് അതിന്റെ സംതൃപ്തി കിട്ടുന്നുള്ളൂ. ആ ഫീഡിങ് നിങ്ങളിലേക്ക് വന്നിട്ടില്ല. ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കിയൊരു സാധനം അതേപോലെ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും എൻ്റെ ഉള്ളിലൊരു, ഞാൻ എൻ്റെ ഇൻ മൈൻഡിൽ ഇട്ടിരിക്കുന്ന, അല്ലെ എൻ്റെ ബ്രെയിനിൽ ഇട്ടിരിക്കുന്ന, എൻ്റെ സിസ്റ്റത്തിൽ കയറ്റിയിരിക്കുന്ന ആ സാധനം പുറത്തേക്ക് വരില്ലല്ലോ. ഫോട്ടോഗ്രാഫി പഠിക്കാൻ പറ്റും, പഠിപ്പിക്കാൻ പറ്റില്ല പറഞ്ഞ പോലെ. പാചകം പഠിക്കാം അല്ലേ? പാചകം എല്ലാവർക്കും പഠിക്കാം. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഒരു ടിവിയുടെ മുന്നിലോ അല്ലെങ്കിൽ ഒരു മീഡിയയുടെ മുന്നിലോ ഷോ ചെയ്യാം. ഞാൻ പറഞ്ഞു തരുന്ന സാധനം അതേ രീതിയിൽ നിങ്ങൾ ഷോയ്ക്ക് വേണ്ടി പ്രിപ്പയർഡ് ആവുകയാണ്, മെന്റലി ഫിസിക്കലി. പക്ഷേ ഞാൻ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ഷെഫ്മാർ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമൂഹത്തിൽ ഒരുപാട് പാചകം നമ്മളെ പഴയടം ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഷെഫ്മാരുണ്ട്. അവർ ചെയ്യുന്ന പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഷോ ചെയ്യുന്ന ഒരാൾക്ക് അത്രയും ആളുകളുടെ മുന്നിൽ അത്രയും ടൈമിങ്ങിൽ ഉണ്ടാക്കാൻ പറ്റില്ല.
ആൾക്ക് ഷോ ചെയ്യാനേ പറ്റൂ. പാചകം വാചകം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. പാചകം ഞാൻ പറഞ്ഞല്ലോ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരണം. അതൊരു സ്നേഹത്തിൽ തുടങ്ങണം, ഒരു സ്നേഹത്തിൽ അവസാനിക്കണം. അത് 2 വ്യക്തികൾ അല്ലെങ്കിൽ കഴിക്കുന്ന ആളും ഉണ്ടാക്കുന്ന ആളും തമ്മിലുള്ള ഒരു മാച്ചിങ് ആണ്. ഇപ്പോ ഭക്ഷണം അവിടെ റെസ്റ്റോറന്റിൽ വന്ന് കഴിച്ചിട്ട് വിളിച്ചിട്ടുണ്ടോ? ഒത്തിരി പേര് വിളിക്കുക മാത്രമല്ല, അപ്പൊ തന്നെ വിളിച്ച് സംസാരിക്കുന്നവരുണ്ട്, സ്നേഹത്തോടെ കരഞ്ഞവരുണ്ട്, കഞ്ഞിയും പുഴുക്കും കൊടുത്തിട്ട് കരഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ അയാൾ കരയാണ് അയാള്. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ എന്താണ്, എനിക്ക് തന്നെ ആരെങ്കിലും നോക്കുന്നുണ്ടോ, ഞാൻ എന്തോ പറഞ്ഞിട്ടാണോ ഇയാള് കരയുന്നത്? അപ്പൊ ആള് പറയണ, ആളുടെ അമ്മ, ആൾക്ക് 18 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. ആളുടെ അമ്മ അവസാനമായിട്ട് മരിക്കുന്ന അന്ന് പോകുമ്പോൾ പൊതി കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അത്ര. അതില് ഞാൻ കൊടുത്ത ചമ്മന്തിയും ഞാൻ കൊടുത്ത തോരനും ഉണ്ടായിരുന്നു, ചക്കപ്പുഴുക്കും. അന്ന് ഞാനത് സിദ്ദീഖ് സാറിന്റെ ഹോട്ടലിൽ നിന്നാണ് സംഭവം. സിദ്ദീഖ് സാറ് ഇവിടെ ഒരു മമ്മിയ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സെറ്റിങ്ങിന് പോയതാണ് ഞാൻ അവിടെ ജോലിക്കായിട്ട് പോയതൊന്നുമല്ല. സെറ്റിങ്ങിന് പോയ സമയത്ത് 6 മന്തേ ഞാൻ അവിടെ നിന്നിട്ടുള്ളൂ. ആ സമയത്ത് ഞാനൊരു ചക്കപ്പുഴുക്കും ചമ്മന്തിയും മീൻകറിയും കൊടുത്തപ്പോഴാണ് ആള് കരഞ്ഞത്. ആളെനിക്ക് ഒരു റിങ് എൻ്റെ വിരലിലിട്ട് തന്നു. ആ റിങ് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ശരിക്കും അതല്ലേ ലൈഫിൽ കിട്ടുന്ന ഒരു വളയൊക്കെ തന്നവരുണ്ട്, വളയൊക്കെ കയ്യിലിട്ട് തന്ന ആൾക്കാരുണ്ട്, ഒരുപാട് സമ്മാനങ്ങൾ തന്നവരുണ്ട്. എനിക്ക് യൂസുഫ് അലിക്കായും തന്നിട്ടുണ്ട് സമ്മാനം. എൻ്റെ 9 വയസ്സ് തൊട്ടേ എനിക്ക് പാചകത്തിനോട് ഇഷ്ടമായിരുന്നു. അതൊരു വലിയ ഹിസ്റ്ററിയാണ്. കാരണം നമ്മളുടെ വീട്ടിലൊന്നും പാചകം ചെയ്യാൻ പഠിക്കാൻ പോവാന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ലല്ലോ. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാനങ്ങ് ഇതിൽ ചേർന്നു. എന്നിട്ട് പല സ്ഥലങ്ങളിൽ അലഞ്ഞു. ചെന്നൈയിൽ ട്രെയിനിങ്ങിന് പോയപ്പോൾ അവിടെ നിന്നും ഭയങ്കര വളരെ ദുരന്തമായിരുന്നു എന്ന് തന്നെ പറയാം. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം എൻ്റെ മോട്ടിവേഷനായിരുന്നു. ആ മോട്ടിവേഷനാണ് ഇന്ന് ഈ ഇരിക്കുന്ന ഷെഫ് ലത എന്ന് പറയുന്ന ആ ഒരു തരത്തിലേക്ക് എന്നെ എത്തിച്ചു. ഇനി എനിക്ക് എന്താ പറയാ, ഇനി അങ്ങോട്ട് മുന്നോട്ട് പാചകം ചെയ്യണോ ചെയ്യണ്ടേന്നല്ല, എന്തായാലും ഞാൻ എൻ്റെ റിട്ടയർമെന്റ് ലൈഫ് വരെ എൻ്റെ 50 വയസ്സിൽ ഒരു സെക്കൻഡ് ടൈം പോലും ഞാൻ വേസ്റ്റ് ചെയ്തിട്ടില്ല. 57 വയസ്സ് കഴിഞ്ഞു, 7-8 വയസ്സുള്ളതൊന്നും നമുക്ക് ഓർമ്മയില്ല. ഇപ്പൊ ഒരു 50 വർഷത്തെ ഞാൻ ഒരു നിമിഷം പോലും എൻ്റെത് വേസ്റ്റ് ചെയ്തിട്ടില്ല. പാചകം ചെയ്യാൻ, പാചകം പഠിക്കാൻ, ആളുകളെ കാണാൻ, സംസാരിക്കാൻ, പുസ്തകം എഴുതാൻ, വായിക്കാൻ. എന്റെ നന്നായിട്ട് വായിക്കാം, പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിന്റെ ലതപാചകം എന്ന് പറഞ്ഞിട്ട് ഒരു പാചക പുസ്തകം ഞാൻ എഴുതി, നന്നായിട്ട് വിറ്റൊഴിഞ്ഞ DC ആണത് പബ്ലിഷ് ചെയ്തത്. പിന്നെ ഇപ്പൊ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം കൊളോണിയൽ സംസ്കാരവും കേരള ഭക്ഷണ സംസ്കാരവും, അങ്ങനെ ഒരു പുസ്തകം എഴുതുന്നുണ്ട്. പിന്നെ എൻ്റെ ഹിസ്റ്ററി ഓഫ് മൈ ഹോട്ടൽ ലൈഫ് എഴുതുന്നുണ്ട്. പുതിയ തലമുറകൾക്ക് വായിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ചില ആളുകൾ നമ്മളെ മീഡിയയിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പം ഒരുപാട് പോസിറ്റീവൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇവർക്കൊന്നും നമ്മൾ എങ്ങനെയായിരിക്കും ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക്. അപ്പോൾ അവർ ചോദിക്കും, വേറെ എന്തൊക്കെ പണി എടുക്കാനുണ്ടായിരുന്നു. നമ്മുടെ ഇഷ്ടങ്ങൾ എപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളാണ് അല്ലേ? അതെ, നമ്മുടെ ഇഷ്ടങ്ങൾ എപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളാണ്. അങ്ങനെ ലാലേട്ടനോ മമ്മൂട്ടിക്കായോ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത്രയൊരു നടന്മാരെ നമുക്ക് കിട്ടുമായിരുന്നു. അതേപോലെ ഒരുപാട് പേരുണ്ട്. ഇപ്പം യൂസുഫ് അലിഖാനെ പോലെ ഒരാള്, അദ്ദേഹം അന്ന് വിചാരിക്കണം, ഇതൊക്കെ മതിയെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എത്രയോ ആളുകളുടെ അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ കുറെ ലാൻഡ് വാങ്ങിയിട്ട് ഈ വയസ്സുള്ള ആൾക്കാർക്ക് അങ്ങനെയും ചെയ്യാം, ബിൽഡിങ്ങുകളൊന്നും പണിയാതെ. ഇത്രയോ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ. ഇതൊന്നും വേണ്ട, ലാൻഡ് വാങ്ങിയിട്ട് ആരും നമ്മുടെ ഒന്നും പറയാൻ പോകുന്നില്ല. ഇത്രയും ലാൻഡുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെ. അപ്പൊ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഇതൊന്നും നമ്മൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ തന്നെ മുഖച്ഛായയാണ് മാറിയത് അല്ലേ? പക്ഷെ നെഗറ്റീവ് പറയുന്ന ഒരുപാട് പേരുണ്ടാവും. നെഗറ്റീവ് പറയുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കാനുണ്ട്, ഇവരാരും ഇങ്ങനെയുള്ള ഒരു എഫേർട്ട് എടുത്തിട്ടില്ല. ഒരു സ്ത്രീ, ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടി ഹോട്ടൽ ഇൻഡസ്ട്രി തന്ന് എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഇന്ന് ഈ കാണുന്ന ഷെഫ് ലത എന്ന് പറയുന്ന ഇതിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ഇന്നും നമുക്ക് അർഹതപ്പെട്ടത്രയൊന്നും നമുക്ക് കിട്ടുന്നില്ല, ഇന്നുമില്ല. ഒരു 40 വർഷത്തെ അല്ലെങ്കിൽ 35 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പുരുഷന് കൊടുക്കുന്ന സാലറി പോലും നമുക്ക് തരുന്നില്ല. എങ്കിലും സാലറിക്കാൾ ഉപരിയായിട്ട് ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന ഹോട്ടലിൽ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. അത് യൂസുഫ് അലിഖാൻ്റെ ഹോട്ടൽ ആയതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പം ഞാൻ രവിപിള്ള സാറിൻ്റെ അടുത്ത് നിന്നപ്പോഴും എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷെ ഇവിടെ എന്തോ എൻ്റെ എല്ലാം മനസ്സും എല്ലാം നിറഞ്ഞിരിക്കുകയാണ് അവിടെ.
അത്രയും ഫ്രീഡം ആയിരിക്കും നമുക്ക്. എനിക്ക് പക്ഷെ അതായിരിക്കും. ഒരുപാട് ഫ്രീഡം ഉണ്ട്. ആ. ഇപ്പൊ GM ആയിക്കോട്ടെ, ആരായിക്കോട്ടെ എല്ലാവരും ലത ഷെഫേ ഉം. എന്ന് ചോദിക്കാൻ, അല്ല ഒരു അമ്മയോട് ചോദിക്കാൻ ആ. പോലെ, ഒരു സിസ്റ്ററോട് ആ ഒരു ഒരു കെയറിങ് എനിക്ക് മാനസികമായിട്ട് നമുക്കൊരു അറ്റാച്ച്മെന്റ് വരുമ്പോഴാണല്ലോ ഗ്രാൻഡ് നമുക്ക്. ആയത്തിൽ കിട്ടി. ഇപ്പൊ യൂസുഫ് അലിഖാന്റെ ആൾക്കാർ വന്നാലും, അഷ്റഫ് അലി സാറിന്റെ ആൾക്കാർ വന്നാലും, ലത ഷെഫേ ഷെഫ് ഇവിടെ ഇല്ലേ, ഉം. അങ്ങനെ അവരുടെ ഒരു അംഗമായിട്ടാണ് അവരെന്നെ ഉം. കാണുന്നത്. അത് കിട്ടണമെങ്കിൽ ഒരു ഭാഗ്യം ചെയ്യണം. പരിഗണന കിട്ടുമ്പോ തന്നെ നമുക്ക് നമുക്ക് മാനസികമായിട്ട്. പൈസയല്ല അവിടെ. അതെ അതെ ഉം. അതെ എനിക്ക് അതിനപ്പുറത്തേക്ക്. എനിക്ക് പണത്തിനേക്കാളും വാല്യൂ ഞാൻ അങ്ങനെ അതിന് കാണുന്നുണ്ട്. ഞാൻ എപ്പോഴും മാനസിക വികാരങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരാളാണ്. മറ്റുള്ളവരുടെ മനസ്സിനെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. മറ്റുള്ളവരോട് മോശമായിട്ട് സംസാരിക്കാൻ പാടില്ല. ഞാൻ എന്നെ കാണുന്നത് എപ്പോഴും, നിങ്ങൾ എന്നെ കണ്ടിട്ടുമ്പോഴൊക്കെ ചിരിച്ചും കൊണ്ടേ എന്നെ കാണുള്ളൂ. എനിക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഞാനത് എൻ്റെ മുഖത്ത് പ്രകടിപ്പിക്കാൻ ഫസ്റ്റ് മീറ്റ് ശ്രമിക്കാറില്ല. ചെയ്തിട്ട് 1 hour നിന്ന് സംസാരിച്ചത്. ഞാൻ പ്രകടിപ്പിക്കാറില്ല അത്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് എൻ്റെ ദുഃഖങ്ങളൊക്കെ എൻ്റെത് മാത്രമാണ്. അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമേ ഷെയർ ചെയ്യും. ഷെയർ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഞാൻ എൻ്റെ ദുഃഖങ്ങൾ നിങ്ങളോട് ചിലപ്പോൾ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആളുകളുടെ ഒരു നമ്മളത് പറയുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ ഉണ്ടാവും. അതെ. അത് എനിക്കറിയാം. എനിക്ക് പറ്റിയിരിക്കുന്ന, അല്ലെ എനിക്ക് വന്ന ആ ഒരു വിഷമം ഞാൻ ആരോട് പറഞ്ഞിട്ടും അതൊരിക്കലും റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഞാൻ എന്തിനാ അത് ഷെയർ ചെയ്യുന്നത്? ഒരു കാര്യമില്ല, വെള്ളത്തിൽ വരച്ച വര പോലെയോ. അതുകൊണ്ട് ഒരു നേട്ടവുമില്ല. ആ കേൾക്കുന്നവൻ കേട്ടിട്ട് പോകും ചിലപ്പോൾ, അല്ലെങ്കിൽ അവൻ 10 പേരോട് പറയും അവളുടെ പ്രശ്നം ഇതാണ്. അതിനേക്കാളും നല്ലത് അത് 10 പേരെടുത്ത് എത്തുമ്പോൾ 10 തരത്തിലാണ് എത്തുക. അതെ. അപ്പൊ ഞാൻ എൻ്റെ മക്കളെയും പറഞ്ഞു പഠിപ്പിച്ചതാണ്, നിങ്ങളുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആള്, അതല്ലെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളവരോട് മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക. അല്ലാണ്ട് നിങ്ങൾ ആരോട് ഷെയർ ചെയ്താൽ അത് എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു സങ്കടമായിട്ട് കിടക്കുകയുള്ളൂ. നമ്മുടെ ഏറ്റവും ഞാൻ പറയും എപ്പോഴും നമുക്ക് വരുന്ന ഏറ്റവും നല്ല അനുഭവങ്ങളായാൽ പോലും നമ്മൾ അത്രയും വേണ്ടപ്പെട്ടവരോട് ഷെയർ ചെയ്താൽ മതി എന്നാ പറയാം. ഏറ്റവും ദുഃഖകരമായ അനുഭവം നമ്മൾ അത്രയും വേണ്ടപ്പെട്ടവർ ഷെയർ ചെയ്യും. നമ്മൾ ചില കാര്യങ്ങള് പറയരുതെന്നാ പറയാ. പറയരുത്, നമ്മളെ ലക്ഷ്യങ്ങളെ പറയരുത്. ഞാൻ എപ്പോഴും പറയും, എന്നോട് ചോദിക്കാറുണ്ട് പലരും, അടുത്തത് ആലോചിച്ചിട്ടില്ല. എന്താ ഷെഫ് ഒരു ഹോട്ടലിൽ തുടങ്ങിയില്ലേ, അത് ആരോടും പറഞ്ഞിട്ട്, ഞാൻ ഒരിക്കലും ആരോടും ഷെയർ ചെയ്തിട്ടില്ല. അത് തുടങ്ങിയപ്പോഴാണ് എല്ലാവരും അറിയുന്നത്, ഓ ലതാസ് കിച്ചൺ അബുദാബിയിൽ സ്റ്റാർട്ട് ചെയ്തൂല്ലേ എന്ന്. കുടുംബമൊക്കെ സുഖമായിട്ട് പോകുന്നു. കുട്ടികള് 3 പെൺകുട്ടികള്, അവര് പലരും പല സ്ഥലത്താണ്. എല്ലാവരും സുഖമായിട്ട് പോകുന്നു. ചെറിയ ആളുടെ കല്യാണമാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് സുഖം. കോഴിക്കോടും കൊച്ചിയിലും മാത്രമാണോ നമ്മള് ജോലി ചെയ്തത്? അല്ല, ഞാൻ ദുബായിലാണ്. ദുബായിൽ ജോലി ചെയ്തിട്ടുണ്ട്, റാസൽ ഖൈമയിൽ ജോലി ചെയ്തിട്ടുണ്ട്, UAE ഒരുപാട് സ്ഥലത്തൊക്കെ. ഇന്ത്യയിൽ ഞാൻ ബാംഗ്ലൂർ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ കേരളത്തില് ഇത്രയും സ്ഥലത്ത് മാത്രമേ, ചെന്നൈയിൽ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സ്ഥലത്തിന് കുറെ കാലയളവ് നിൽക്കുന്ന. അതെ അതെ അതെ, അതുകൊണ്ടാണ് ഞാൻ 8 കൊല്ലം ആയി ഇപ്പൊ ഇവിടെ. 8 വർഷമായി. ശരിക്കും ഇവിടെ നിന്ന് പോകുമ്പോ നല്ല ഇനി കോഴിക്കോട് സെറ്റിൽ ആവോ? കോഴിക്കോട് സെറ്റിൽ ആവണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും കോഴിക്കോട് നമ്മുടെ നാടല്ലേ, അവിടെ നമുക്ക് ആരും അമ്മയും അച്ഛനൊന്നും ഇല്ല. എനിക്ക് അമ്മ 2 വർഷം കഴിഞ്ഞു അമ്മ മരിച്ചിട്ട്. അമ്മയായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ അമ്മ തന്നെയാണ്. അമ്മ നമ്മളിവിടെ ഒരു എന്താ പറയാ, അതെല്ലാവർക്കും അങ്ങനെയാണ്. പക്ഷെ ചില ആളുകൾക്ക് അമ്മയോട് കൂടുതൽ അടുപ്പുണ്ടാവും. ഞങ്ങളുടെ അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചുകൊണ്ടും അച്ഛൻ അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് നമുക്ക് അച്ഛനോട് അത്ര അടുപ്പമില്ലായിരുന്നു. അപ്പൊ അമ്മയോടായിരുന്നു കൂടുതൽ അടുപ്പം. അന്ന് ഈ ഷെഫിന്റെ പഠിക്കാൻ പ്രോപ്പറായിട്ട് പഠിക്കാൻ പോയോ? ഹോട്ടൽ മാനേജ്മെന്റ്. അന്ന് സ്റ്റുഡൻസ് ആയിട്ട് നിങ്ങളെ സുഹൃത്തുക്കള് ആരും ഇല്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് വീട്ടുകാരെ എന്തായിരുന്നു? ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചത്. അച്ഛനുണ്ടായിരുന്നു, പക്ഷെ അച്ഛനൊന്നും താല്പര്യമില്ല. ഹോട്ടൽ പണിക്ക് പോകുന്നതായിരുന്നു. അന്ന് അതിനെ കുറിച്ച് ഇത്രത്തോളം അറിയില്ല. ഹോട്ടൽ എന്ന് പറയുമ്പോ അവരുടെ ധാരണ. എന്റെ അമ്മ എല്ലാം കണ്ടു, എന്റെ ഉയർച്ചയും ഇതെല്ലാം എന്റെ അമ്മ കണ്ടു. പക്ഷെ അച്ഛനതൊന്നും കാണാൻ പറ്റിയില്ല. അച്ഛൻ നേരത്തെ മരിച്ചു. അമ്മ എല്ലാം കണ്ടു. അവാർഡുകൾ കിട്ടി ഒരുപാട്. ഈ വർഷം ലാസ്റ്റ് ദേവി അവാർഡ് കിട്ടി.
പിന്നെ ഒത്തിരി അവാർഡുകൾ കിട്ടി. പിന്നെ ഇതിനേക്കാൾ കൂടുതൽ ഒരുപാട് പ്രശസ്തരായ ആളുകള് നമ്മള് ആ കാണാനും ഞാൻ എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന പറയും ആൾക്കാര്. ഷെഫിന് ഇന്ന അവാർഡ് കിട്ടി. ഞാൻ പറഞ്ഞു അതിലൊക്കെ ഉപരി ഉം. എന്നെ അറിയുന്ന ഉം. എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ എന്നെ ഓർക്കുന്നുണ്ടല്ലോ. ഉം. അതിലും വലിയ എന്ത് അവാർഡാ ആ. എനിക്ക് കിട്ടാനുള്ളതെന്ന്. ഇപ്പം സ്റ്റീവൻ ദേവസി എന്നെ അമ്മയെന്നാ വിളിക്കുക. ആള് ഷെഫ് എന്നല്ല വിളിക്കുക, അമ്മ അമ്മ. എന്നാ വിളിക്കുക. ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും എന്നോട് വിളിച്ച് സംസാരിക്കും. അങ്ങനെ ഒത്തിരി അത് ഒത്തിരി ഒരു പേര്. പരിചയമില്ലാത്ത വേറെ എവിടെയൊക്കെ ഉള്ള ആളുകളാണല്ലോ ഈ കണക്റ്റഡ് ആവുന്നത് അല്ലേ? അവർക്കൊക്കെ നമ്മളോട് എന്തോ ഉം. അടങ്ങാത്തൊരു അടുപ്പം. ഉം. ഉം. യുഎയിലൊക്കെ അബുദാബിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മകളുടെ അടുത്തൊന്നും പോകാൻ സമയം കിട്ടൂല. ഉം. ഇങ്ങനെ ഒരുപാട് പേരെ അറിയുന്നവരുള്ളത് കൊണ്ട്. നമ്മൾ ആദ്യം കാണുന്നത് അബുദാബിയിൽ വെച്ചിട്ടാ അതെ, അല്ലേ? അബുദാബി എന്നല്ലേ നമ്മൾ അബുദാബി കാണുന്ന. നമ്മൾ ആദ്യം കാണുന്നത് അവിടെ വെച്ചിട്ട് മോളും എല്ലാരും കൂടി ഉണ്ടായിരുന്നല്ലോ അവിടുന്ന് കാണുന്നത്. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ എപ്പോഴും ഇടയ്ക്ക് മെസ്സേജ് അയക്കും അതെ നമ്മള് അതെ അല്ലേ? അതെ അതെ അപ്പൊ അതാ പറഞ്ഞത്. അത് ഒരു ആളെ ഉയർച്ചയിൽ എത്തുന്നതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരുപാടുണ്ട്. ഇപ്പൊ അന്ന് ഹയാത്തിൽ വന്നു നമുക്ക് അവളെ സംസാരിക്കാൻ നമുക്ക് സമയം തന്നു, നമ്മളോട് സംസാരിച്ചു. അപ്പൊ നമ്മുടെ കൂടെയുള്ളവർക്കൊക്കെ അത് വലിയ ഇതാണ്. കാരണം പൊസിഷൻസിൽ എന്തായാലും വ്യത്യാസം ഉണ്ടല്ലോ. നമ്മള് മനുഷ്യരാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ അതെ പൊസിഷൻസ് അതെ ഉണ്ട്. ഇപ്പൊ യൂസഫ് അലിക്ക് മനുഷ്യനാണ്, മമ്മൂക്കി മനുഷ്യനാണ്, ഇനിയിപ്പോ ലാലേട്ടൻ എല്ലാവരും. പക്ഷെ എല്ലാവരും നിൽക്കുന്ന റേഞ്ച് ഉണ്ട്. അതെ 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 അവര് സാധാരണ ആളുകളോട് ഇടപഴകുമ്പോഴാണ് ഈ പറഞ്ഞ അതെ ആ സമ്പന്നത വേറെ അതെ അതെ തലത്തില് അതെ വരുന്നത്. ഞാൻ പറയും, ഇപ്പൊ ഒരു ലാലേട്ടൻ ആയിക്കോട്ടെ, എം ജി ശ്രീകുമാർ ആയിക്കോട്ടെ, ഇവരുടെ സംഗീതം നമ്മൾ ആസ്വദിക്കുന്നതുകൊണ്ടാണ് എം ജി ശ്രീകുമാർ ഇത്രയും വലിയൊരു ഉം. പദവിയിലേക്ക് എത്തുന്നത്. ഉം. അതുപോലെ തന്നെയാണ് മമ്മൂട്ടിക്കാന്റെ സിനിമ ജനങ്ങൾ ആസ്വദിച്ചതുകൊണ്ടും ഉം. ജനങ്ങൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഉം. മമ്മൂട്ടിക്ക എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആ വ്യക്തിക്ക് സാധാരണ ഒരാൾ അദ്ദേഹം ഒരു വക്കീലായിരുന്നെങ്കിൽ അതെ. ഒരിക്കലും ജനങ്ങൾ അറിയില്ല. അല്ല. പക്ഷെ ആ ആള് എപ്പോഴും ജനങ്ങളെ ഉൾക്കൊള്ളണം. ജനങ്ങളുടെ പല കാര്യങ്ങളും അയാളും ഉൾക്കൊള്ളണം. അതെ അതെ. ഒരിക്കലും ജനങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരിക്കലും ഞാനോ അവരോ പെരുമാറാൻ പാടില്ല. ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും എൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി വരുന്നത്. ഉത്തരവാദിത്ത ബോധം കൂടും. അതെ, അല്ലേ? ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നമുക്ക് കൂടും. സാധാരണ നമ്മൾ ആളുകളെ ഓരോ പോലെയല്ല. പൊസിഷനിൽ എത്തുമ്പോൾ നമുക്ക് അതെ. ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ്, ജനങ്ങളോടുള്ള അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിനോടുള്ള കമ്മിറ്റ്മെന്റ് കൂടുക ചെയ്യുന്നത്. കൂടാണ്. നേരെ മറിച്ചൊരു ഒരു സിംഗിൾ വ്യക്തിക്ക് നോർമൽ പേഴ്സൺ അതിന്റെ ആവശ്യമില്ല. അയാൾ രാവിലെ ജോലിക്ക് പോകുന്നു, ജീവിക്കുന്നു. മറ്റാൾ എപ്പോഴും അയാളുടെ സ്വഭാവവും അയാളുടെ ആളുകൾ പ്രവർത്തികളും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരാളോട് ഒരു പബ്ലിക്കിൽ ഒരു ബിഹേവ് ചെയ്യുന്നത് പോലും ആളുകൾ. പക്ഷെ ആളുകളുടെ വികാരത്തിന്, ആളുകളുടെ മാനസിക വികാരത്തിന് ഹനിക്കുന്ന രീതിയിൽ ഇവരൊരിക്കലും പെരുമാറാൻ പാടില്ല. അത് കാരണം അവരെ ആളുകൾ സ്നേഹിക്കുകയാണ്. ഇപ്പം ഒരു മഞ്ജു വാര്യർ എന്ന് പറയുന്ന വ്യക്തിയെ അല്ല ആളുകൾ ആരാധിക്കുന്നത്. ആ വ്യക്തിക്കല്ല സ്ഥാനം. ആ ആള് അഭിനയത്തില് മികവ് പുലർത്തിയപ്പോ അത് ഇഷ്ടപ്പെട്ടു ആളുകള്. അല്ല, മഞ്ജു വാര്യർ എന്ന് പറയുന്ന വ്യക്തി സാധാരണ വ്യക്തിയാണെങ്കിൽ ആളുകൾ അവരെ ബഹുമാനിക്കണമെന്നില്ല. അതെ, അപ്പൊ അവർക്കും അത് സമൂഹത്തിനോട് ഉത്തരവാദിത്തമുണ്ട്. അതിപ്പോ ഫുട്ബോൾ പ്ലേയേഴ്സ്, ക്രിക്കറ്റ് അതെ പ്ലേയേഴ്സ് അതെ അതെ എല്ലാവർക്കും അവർക്ക് അവരുടെ അതുകൊണ്ടാണല്ലോ ബിഹേവിയർ. അവര് കാണിക്കുന്നത്, അനുകരിക്കുന്നത് ആളുകള്. അതെ അതുകൊണ്ടാണ് ചില സെലിബ്രിറ്റികള് ഈ ചില പാനീയങ്ങള് അതെ പരസ്യം ചെയ്യില്ല എന്ന് പറയുന്നത്. കാരണം അവര് മൂലം സമൂഹം അതെ അതെ എല്ലാവരും എമിറ്റേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളവരാണ് നമ്മൾ മനുഷ്യർ. അവരുടെ സ്റ്റൈലിൽ മുടി, അവരുടെ ഞാൻ പറഞ്ഞില്ലേ, ചില വെസ്റ്റേൺ സിനിമകൾ കണ്ടപ്പം തുടങ്ങിയിട്ടാണ് നമ്മുടെ പിള്ളേർ മൂക്ക് കുത്താനും അല്ലെ കണ്ണിൽ കുത്താനും. ഇതൊക്കെ സൗന്ദര്യത്തിന്റെ ഭാഗമാണെന്ന് അവര് ചിന്തിക്കാണ്. ഇതൊന്നും സൗന്ദര്യത്തിന്റെ ഭാഗമല്ല എന്നുള്ളത് ഒരു സത്യമാണ്, അല്ലേ? ഒരു പുരുഷൻ, അതെ, ഒരു പുരുഷൻ നല്ല ഡ്രസ്സ് ഇട്ട് നടന്നാലും അയാളെ ആളുകൾ ശ്രദ്ധിക്കും. അയാൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയാലും ആളുകൾ ശ്രദ്ധിക്കും. ആളുകളുടെ ആ ഒരു നോട്ടം രണ്ട് ടൈപ്പിലാണ്. ഒന്ന് ആള് ബഹുമാനത്തോടു കൂടി വീക്ഷിക്കുകയാണ്. മറ്റത് ഇതെന്തൊരു ജീവി എന്നുള്ള രീതിയിൽ വീക്ഷിക്കുകയാണ്. ഇപ്പം വസ്ത്രം അടിയിലിടേണ്ടത് പുറത്തിടേണ്ടത് അടിയിലും ഇട്ട് നടക്കുന്ന കാലത്തിലേക്ക് നമ്മൾ മാറി. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ലോകത്തെല്ലാ അമൂല്യമായ സാധനങ്ങളും മണ്ണിനടിയിലായിരിക്കും. ഇപ്പം രത്നങ്ങളൊക്കെ മണ്ണിനടിയിലാണ്, മുത്തുകളൊക്കെ കടലിനടിയിലാണ്. നമ്മുടെ ശരീരം അതേപോലെ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ശരീരം അമൂല്യമാണ്, പ്രീഷ്യസ് ആണ്. അതിനെ അതിൻ്റെതായ രീതിയിൽ നമ്മൾ കൊണ്ടു നടന്നാൽ നമുക്ക് അതിനുള്ള ബഹുമാനവും ആളുകളിൽ നിന്ന് കിട്ടും. നമുക്ക് ബഹുമാനം നഷ്ടപ്പെടുന്നത് നമ്മളെ ബഹുമാനത്തോടു കൂടിയല്ല വീക്ഷിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, സിംഹത്തിനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാനൊക്കെ, പക്ഷെ സിംഹത്തിന് ഭയങ്കര പേടിയാണ് നമുക്കല്ലേ? അതെന്തുകൊണ്ടാണ് ആ സിംഹത്തിന് പേടിയുള്ളത്? നമ്മളെ സിംഹം നമ്മുടെ അച്ഛനൊന്നും അല്ല. സിംഹം നമ്മളെ ഉപദ്രവിക്കും എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് പേടി, അല്ലേ?
ആ ഒരു ലോകം അതൊന്ന് മനസ്സിലാക്കിയാ കൊള്ളാം. 5 സ്റ്റാർ ഹോട്ടലിലാണ് മാം ജോലി ചെയ്യണത്. ഇപ്പൊ നമ്മളെ നാട്ടിലിപ്പോ അത് എണ്ണത്തിൽ കുറവായിരിക്കും. ആ ഇപ്പം ആ. ഇപ്പം എന്ന് പറഞ്ഞാല് പണ്ട് നോക്കുമ്പം 10 12 5 സ്റ്റാർ സ്ഥാനത്ത് ഇന്നിപ്പം 10 60 5 സ്റ്റാർ ഹോട്ടൽ എനിക്ക് തോന്നുന്നു കൊച്ചി തന്നെ ഉണ്ട്. ഉണ്ട്. 19 5 സ്റ്റാർ ഉണ്ട് ഉണ്ട്. തോന്നുന്നുണ്ട്. എന്നാലും അങ്ങനെയാണെന്ന് അതിന്റെ കണക്ക് തോന്നുന്നുണ്ട്. കമ്പാരിറ്റബിളി നമ്മളെ നാടുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ കുറവാണ്. അപ്പൊ കുറച്ചുകൂടി അല്ലാത്ത ആളുകളില് ഈ അതിന്റെ താഴെ വരുന്ന സ്റ്റാർ കാറ്റഗറി അല്ല ഞാൻ പറയുന്നത്. ചെറിയ അല്ലാത്ത റെസ്റ്റോറന്റുകൾ റെസ്റ്റോറന്റുകള്, ഹോട്ടലുകള് അവരോടൊക്കെ പറയാൻ എന്താ ഉള്ളത്? നമ്മള് കൊടുക്കുന്നത് ഭക്ഷണമാണ്. ആ. അത് നമ്മൾ നല്ല സ്നേഹത്തോടും നല്ല വൃത്തിയോടും നല്ല എന്താ പറയുക അതൊരു പണം കിട്ടുന്ന ഒരു ഉപാധി മാത്രമായിട്ട് കാണരുത്. നമ്മുടെ ആരോഗ്യം പോലെ വിലപ്പെട്ടതാണ് മറ്റുള്ളവരുടെ ആരോഗ്യവും. ആ ആരോഗ്യം നമ്മുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കുന്നുണ്ടോ നമ്മുടെ അടുത്ത് വരുന്ന ആളുകളുടെ ആരോഗ്യം അങ്ങനെ സംരക്ഷിക്കപ്പെടണം എന്ന് ഉദ്ദേശിച്ചിട്ട് മാത്രം ഭക്ഷണം വിളമ്പുമ്പം നമ്മൾ പൂർണ്ണ മനസ്സോടു കൂടിയായിരിക്കണം വിളമ്പേണ്ടത്. അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇവൻ ഇത്ര കഴിച്ചാൽ ഇത്ര കിട്ടും, അതിന് ചത്ത കോഴീൻ്റെ ഇറച്ചി കൊടുക്കണം എന്ന് ചിന്തിക്കരുത്. നല്ല ഭക്ഷണം അപ്പം നമുക്ക് നല്ല വിലയും ഈ വാങ്ങാം. പറഞ്ഞ പോലെ ചെറിയൊരു ജീവിതം അതിൽ നമുക്ക് ഓരോന്ന് നമുക്ക് വളരെ നിയോഗിക്കപ്പെടുകയാണ് അല്ലേ? കുറച്ച് ജീവിതമല്ലേ ഉള്ളൂ. ഓരോരുത്തർക്ക് ഓരോ നിയോഗം കൊടുക്കുകയാണ്. ഒരാൾ ചിലപ്പോൾ റെസ്റ്റോറന്റ് ആയിരിക്കും, അതെ ചിലപ്പോൾ അതെ വേറൊരു അതെ അമ്യൂസ്മെന്റ് അതെ പാർക്ക് അതെ ആയിരിക്കും, അതെ വേറെ ആൾക്ക് വേറെ ഒന്നായിരിക്കും, ഡോക്ടറായിരിക്കും ചില ഡോക്ടർ ആൾക്കാർ. ആയിരിക്കും, അതെ പലതരത്തില്. അപ്പൊ അപ്പൊ നമുക്ക് കിട്ടിയ കർമ്മം ആ ഏറ്റവും വൃത്തിയായിട്ടും ഏറ്റവും സത്യസന്ധതയോടും കൂടി നമ്മൾ ഇവിടുന്ന് തീർത്താൽ ആ അവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ. നമുക്ക് വസ്ത്രത്തില് ഒരു പൊട്ടോ കീറലോ ഉണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ ഇത് ഉള്ളിലേക്ക് അതെ അതെ കൊടുക്കുന്നതായതുകൊണ്ട് അതെ അതെ നമ്മൾ വളരെ അറിയാതെ ചിലപ്പം ആ. പെട്ടുപോകാം. പക്ഷെ കഴിയുന്നതും നമ്മൾ മനഃപൂർവ്വം മനഃപൂർവ്വം നമ്മൾ മോശമായ സാധനം കൊടുക്കുക, പഴകിയ സാധനം കൊടുക്കുക, പൂപ്പലുള്ള സാധനം കൊടുക്കുക, ഇതൊന്നും ചിലപ്പോൾ അബദ്ധത്തിൽ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു മുടിയോ അല്ലെങ്കിൽ ഒരു കല്ലോ അല്ല എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. അത് സ്വാഭാവികം. നമ്മൾ വീട്ടിൽ പോലും സംഭവിക്കുന്ന നമ്മൾ വീട്ടിലെ അമ്മ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഭക്ഷണം എപ്പോഴെങ്കിലും അവർ മോശം എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ടോ? ചീഞ്ഞതോ അഴുക്കുള്ളതോ അല്ലെങ്കിൽ മുറ്റത്തുനിന്ന് കിട്ടിയതോ അല്ലെങ്കിൽ അഴുക്ക് ചാല് കിടന്നതോ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും തന്നിട്ടുണ്ടോ? കഴുകാതെ ഒരു 10 പ്രാവശ്യമെങ്കിലും കഴുകി വെക്കും. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ? അവരാദ്യം കഴിച്ചു നോക്കും. ഞാൻ പറയും എല്ലാ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഭക്ഷണം ആ ഹോട്ടലിൽ നിന്ന് തന്നെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഹോട്ടലിനോട് അല്ലെങ്കിൽ ഹോട്ടലിൽ വിളമ്പുന്ന ഭക്ഷണത്തിനോട് അവർക്ക് ശ്രദ്ധയും സൂക്ഷ്മതയും സ്നേഹവും ഉണ്ടാവും. ഈ സ്നേഹത്തോടെ ഈ ഭക്ഷണവും സ്നേഹവും തമ്മിൽ ശരിക്കും അത് വാക്കുകൾ വെറുതെ പറയുന്നതല്ല. സ്നേഹവും ഭക്ഷണവുമായിട്ട് നന്നായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്നുണ്ട്. സ്നേഹം ഉണ്ടെങ്കിൽ ഒരാൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും. സ്നേഹം ഉണ്ടെങ്കിൽ അത് ഇഷ്ടത്തോടു കൂടി വിളമ്പി കൊടുക്കാൻ പറ്റും. വിളമ്പി കൊടുക്കുന്നിടത്താണ് എനിക്ക് കൂടുതൽ അതിന്റെ സെയിം പാർട്ട് ഓഫ് വരുന്നുണ്ട്. പിന്നെ കാരണം ഞാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കി നിങ്ങളെ ഞാൻ എന്ത് കടുത്ത മുഖത്തോടു കൂടി ഭക്ഷണം വിളമ്പി തന്നാൽ നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല. അവിടെ മൈൻഡ് ചിലപ്പോ ചിലവർ കൊണ്ടുവന്ന് പ്ലേറ്റ് ഒക്കെ ശബ്ദത്തോടു കൂടി സൗണ്ട് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ. പിന്നെ നമ്മൾ ചോദിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഉത്തരം തരാതിരിക്കുക. ആദ്യം ചിലവർ ചോദിക്കും എന്താ കഴിക്കാൻ വേണ്ടത്, അപ്പൊ മറ്റാൾ ചോദിക്കും എന്തൊക്കെയാ ഉള്ളത്, അപ്പോ അല്ല നിങ്ങൾ പറഞ്ഞോളി എന്താ വേണ്ടത് പറഞ്ഞോളേ, അപ്പൊ ഇയാളൊരു ലിസ്റ്റ് പറയണം അതില്ല എന്ന് പറയും. അത് ഈ ട്രെയിനിങ്ങിന്റെ ഒക്കെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അല്ലെ? ആളുകള് അതിനാണ് നമ്മൾ മെനു കാർഡ് വെച്ചത്. മെനു കാർഡ് അതിൽ നിന്ന് അയാൾക്ക് സെലക്ട് ചെയ്യാം. സാർ ഇന്ന സാധനങ്ങൾ ആദ്യം ഇവര് അത് അവരുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ആദ്യം ഇവൻ ഇത് നോക്കും. അപ്പം മുട്ടക്കറി ഇവൻ നേരെ അപ്പം മുട്ടക്കറി ഇതിനകത്ത് നോക്കി അപ്പം ഗസ്റ്റ് അപ്പം മുട്ടക്കറി ഇവൻ നേരെ ഉള്ളിൽ ചെന്ന് ചോദിക്കും അപ്പം മുട്ടക്കറിയില്ല, അപ്പത്തിന് മാവ് തീർന്നു പോയി, മുട്ടേൻ്റെ കറി പോലും ഇല്ല ഇവിടെ, അടുത്ത ഓർഡർ എടുക്കും. ഇവൻ ശരിയായ രീതിയിൽ പഠിച്ചിരിക്കണം. ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഇപ്പൊ കൊടുക്കാൻ പറ്റുന്നുണ്ട്, എന്തൊക്കെ സാധനങ്ങൾ ഇല്ല എന്നുള്ള ബോധം ഇവന് നന്നായിട്ട് ഉണ്ടായിരിക്കണം. നമ്മളൊക്കെ ഉണ്ട്, നമ്മളൊരു നോട്ടീസ് ബോർഡിലുണ്ടാവും നോട്ട് അവൈലബിൾ, അവൈലബിലിറ്റി, ഇത് നമ്മൾ മെൻഷൻ ചെയ്യും. അല്ലെങ്കിൽ അത് റെസ്റ്റോറന്റ് തകർച്ചയിലേക്ക് പോവാ. പിന്നെ നമ്മുടെ ഹോട്ടലിൽ വരുന്ന ഒരാള് മനസ്സും ശരീരവും തൃപ്തനായിട്ടായിരിക്കണം പോകേണ്ടത്. അവന്റെ വയറും നിറയണം, അതോടൊപ്പം മനസ്സും നിറയണം. ഞാൻ ചില വ്ലോഗൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര നിർബന്ധ ബുദ്ധിയുള്ള ആളുകളുണ്ട്. നന്നായി ചോദിക്കും, ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ട് ഭക്ഷണം എന്നൊക്കെ ചോദിക്കണം. അതൊക്കെ ഒരു വലിയ കാര്യം. ഞാൻ ഈ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു ബുഫേ കഴിച്ചു. ബുഫേ കഴിക്കാൻ ഞാൻ ചെന്ന് ഇരുന്നു. ഞാൻ ചോദിച്ചു കോഫി ഉണ്ടോ ചോദിച്ചു. അപ്പോഴൊരു കുട്ടി അകത്തേക്ക് ഓടിപ്പോയി കോഫി ഉണ്ടോ ഇല്ലേന്ന് ഉറപ്പ് വരുത്തി കോഫി ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു ജ്യൂസ് ഉണ്ടോ? കുട്ടി വീണ്ടും അകത്തേക്ക് പോയി. ഉം. ജ്യൂസ് ഉണ്ടോന്ന് ഉറപ്പ് വരുത്തി. ഉം. ജ്യൂസ് വാട്ടർമെലൺ ഉണ്ട്ന്ന് പറഞ്ഞ് കുട്ടി തിരിച്ചു വന്നു. ഉം. ഉം. ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞാനൊരു കസ്റ്റമറാണ്. ഉം. ഞാനൊന്നൊരു വ്യക്തിക്ക് അപ്പഴേ ഡൗൺ ആയി. ആ, ആ. ഈ ഹോട്ടലിന്റെ ഒരു ഉം. സ്ഥിതി ഉം. ഉം. ഇതാണല്ലോ ഉം. ഉം. എന്നുള്ള ഉം. ഡൗൺ ആയി. അപ്പൊ നമുക്ക് ഇഡ്ഡലി കൊണ്ട് തന്നു. അപ്പൊ ഇഡ്ഡലി വെന്തിട്ടില്ല. ഉം. അപ്പോഴും തുടങ്ങി എന്റെ മാനസികമുണ്ട്, അയ്യോ ഇവിടെ വരണ്ടില്ലായിരുന്നു. നമ്മളൊരാൾക്ക് സജസ്റ്റ് ചെയ്യൂല. ഇല്ല. ഒരുപാട് കാര്യങ്ങൾ റെസ്റ്റോറന്റ് പറഞ്ഞ അത്രയും ഹോട്ടൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒരാളുടെ എല്ലാ തരത്തിലുള്ള വികാരങ്ങളെയും ഒരേ രീതിയിലേക്ക് ഉം. ക്രോഡീകരിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനമാണ് ശരിക്കും ഉം. ഹോട്ടൽ. ഉം. അവിടെ മനസ്സിന് വാല്യൂ ഉണ്ട്, ഉം. ജോലിക്ക് വാല്യൂ ഉണ്ട്, നമ്മുടെ കസ്റ്റമർ കെയർ, അതായത് നിങ്ങളോടും ഞാനുമായിട്ടുള്ള ആ ബോണ്ടിങ്ങിന് ഉം. അതിന് വാല്യൂ ഉണ്ട്. ഉം. എല്ലാം ആയിട്ടുള്ള വാല്യൂ ആയിട്ടുള്ള കുറേ തിങ്സ്, അതെ. ഒത്തിരി പിന്നെ സംഗതികൾ ചേർന്ന കോസ്റ്റ് നോക്കും ആളുകള്. ഒത്തിരി. കാരണം നമുക്ക് കഴിക്കാൻ അങ്ങനെയുള്ള ആളുകളാണ് അങ്ങനെയുള്ള ഹോട്ടലിലേക്കല്ലേ ഉം. പോവുക. ഉം. അപ്പൊ ഞാൻ പറയും, വലിയ 5 സ്റ്റാർ ഹോട്ടലാണെങ്കിലും ഉം. ചെറിയ ഹോട്ടലാണെങ്കിലും അവിടെ കൊടുക്കുന്ന ഒരു സാധനം തന്നെയാ, ഉം. ഭക്ഷണമാണ്. ഉം. അത് വൃത്തിയിലും വൃത്തിയില്. അതാണ് നല്ല രീതിയിലും. ഇമ്പോർട്ടന്റ് നിങ്ങൾ എന്ന് ഒരുപാട് പറയുന്നത്. സാധനം കൊടുക്കണ്ട, ഉം. ഉം. നല്ല സാധനം ഉം. കുറച്ച് കൊടുത്താൽ മതി. ജനങ്ങൾക്ക്, കഴിക്കുന്ന ആൾക്ക് തൃപ്തിയായിരിക്കണം. ഉം. അവരുടെ മനസ്സ് നിറയണം, അറിയണം. ഹൃദയം നിറയണം. അപ്പൊ എന്നിട്ടേ അതിന്റെ ഒരു നിങ്ങൾ അനുഗ്രഹം കടക്കുണ്ടാവും. പിന്നെ ഉം. തീർച്ചയായും. അപ്പൊ ഇതൊക്കെയാണ്. ഇനിയിപ്പോ തീർന്നിട്ടില്ല ശരിക്കും. ഇല്ല ല്ലേ? തീർന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയുണ്ട്. അതെ, അപ്പം അതെ. ഇതിങ്ങനെ നീണ്ടു കിടക്കുകയല്ലേ. നീണ്ടു കിടക്കുകയാണ്. എന്റെ ഉള്ളിലുള്ളതും ഉം. അതെ. നിങ്ങൾക്ക് ചോദിക്കാനുള്ളതും എനിക്ക് പറയാനുള്ളതും പറയാനുള്ളതൊക്കെ. എനിക്ക് അതെ. സമൂഹത്തിനോട് പറയാനുള്ളതും അതെ. നമ്മുടെ ഇവിടുത്തെ ഭരണകർത്താക്കളോട് പറയാനുള്ളതും ഒക്കെ ഉണ്ട് ഉണ്ട്, ഇതിനകത്ത്. ഉണ്ട്, ഉണ്ട്. അപ്പൊ നമുക്ക് ഇനിയും കാണണം. എല്ലാവരും ഒന്ന് കൈകോർത്ത് നിന്നാൽ അതെ. നല്ലൊരു സമൂഹത്തിനെ സൃഷ്ടിക്കാൻ കഴിയും നമുക്ക്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അതിന് ഇത്തരത്തിലുള്ള നല്ലൊരു തലമുറയെ സംസാരം അല്ലെങ്കിൽ നമുക്ക് നല്ല ഇനി ആവശ്യം വരും. ഇനി ഇതുപോലുള്ള ടോക്കുകൾ. ഓക്കെ, എന്തായാലും വളരെ നന്ദി. ശരി, ശരി. താങ്ക് യു.